നാഷണലൈസ്ഡ് ബാങ്ക് ട്രസ്റ്റ് വർത്തി ആണോ? ഓക്കെ, ഓഫ് കോഴ്സ് നമുക്കറിയാം. പക്ഷേ പ്രൈവറ്റ് ബാങ്കുകൾക്ക് വിശ്വാസം ഇല്ലേ ആൾക്കാർക്ക്? RBIയുടെ അണ്ടറിലുള്ളൊരു ബാങ്ക് പൂട്ടിയ ചരിത്രമുണ്ട്. പണ്ട് ഈ ATM കാർഡ് വന്ന സമയത്ത് പല കസ്റ്റമേഴ്സും ഈ ATM കാർഡ് എടുക്കാൻ പേടിയായിരുന്നു. ക്രെഡിറ്റ് കാർഡ് എങ്ങനെ വ്യക്തമായിട്ട് എങ്ങനെ കൃത്യമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും? പ്രോപ്പറായിട്ട് ഉപയോഗിച്ചില്ലെങ്കിൽ അത്രേ ഉള്ളൂ. നമ്മൾ ക്രെഡിറ്റ് കാർഡിൻ്റെ പേയ്മെൻറ്റ് നമ്മൾ ഫുൾ അടിച്ചില്ലാന്നിരിക്കട്ടെ, അതിന് വേണ്ടി ബെയർ മിനിമം ഇൻട്രസ്റ്റ് വരുന്നത് 45% തൊട്ട് 55-60% വരെ ഇൻട്രസ്റ്റ് വരും. ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിനകത്ത് കുറേ ബെനിഫിറ്റ്സ് കിട്ടും. തീർച്ചയായിട്ടും ഞാൻ ആ ബെനിഫിറ്റ്സിന് വേണ്ടിയാണ് ഞാൻ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്നത്. പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്ത് യൂസ് ചെയ്യുന്ന ഒരാൾക്ക് ക്രെഡിറ്റ് കാർഡ് ഇസ് വൺ ഓഫ് ദ സൂപ്പർബ് തിങ്സ് ദേ ക്യാൻ യൂസ്. ഞാൻ എവിടെയെങ്കിലും പോയിട്ട് എനിക്ക് എന്തെങ്കിലും പറ്റിയാലോ, മെഡിക്കൽ പ്രോബ്ലംസ് ഉണ്ടായാലോ, എൻ്റെ ഫ്ലൈറ്റ് ഡിലേ ആയാലോ, എൻ്റെ ഫ്ലൈറ്റ് ക്യാൻസൽ ആയാലോ, ലഗേജ് മിസ്സായാലോ കാശ് കിട്ടും. 2 മാസത്തെ കരീബിയൻ യാത്രയിൽ എൻ്റെ 5 ഫ്ലൈറ്റ്സ് ഡിലേ ആവുകയും ക്യാൻസൽ ആവുകയും ചെയ്തു. ഇതിനകത്ത് 4 എണ്ണത്തിലും എനിക്ക് $500 വെച്ച് ക്ലെയിം കിട്ടി. ഇവിടെയാണെങ്കിൽ 100 കോട്ടയന്മാരിട്ട് നടത്തും. ഇവിടെയുള്ള എല്ലാ ഇൻഷുറൻസ് കമ്പനികളും, പ്രത്യേകിച്ച് ട്രാവൽ ഇൻഷുറൻസ് കമ്പനികളും മിക്കതും ഫ്രോഡുകളാണ്. മിക്കതും എനിക്ക് അനുഭവമുണ്ട്. ഇന്ത്യയിൽ ഇപ്പോഴത്തെ ബാങ്കുകളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ ബാങ്ക്സ് എന്ന് പറഞ്ഞാൽ ഒരു ഫിനാൻഷ്യൽ സൂപ്പർ മാർക്കറ്റ്. നമ്മുടെ ഇന്ത്യയിലാണ് ബാങ്കിങ് കുറച്ചുകൂടെ ബെറ്റർ. പുറത്ത് പോയി കഴിയുമ്പോഴത്തേക്കിനും നിങ്ങൾ കറണ്ട് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ യു ഹാവ് ടു പേ ദം, റൈറ്റ്? സുജിത്തിന് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെങ്കിൽ ബ്രാഞ്ചിന് മിനിമം 25,000 രൂപയോളം ചിലവ് വരുന്നുണ്ട്. സീരിയസ്ലി. നിങ്ങളുടെ കയ്യിൽ കൂടുതൽ കാശുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ സർവീസ് ചാർജ് ഒന്നും ബാങ്ക് ഈടാക്കില്ല. നിങ്ങളിപ്പോൾ ഒരു ട്രിക്കി സിറ്റുവേഷൻ എന്നെ കൊണ്ടിട്ടിരിക്കുന്നത്. അക്കൗണ്ടിൽ പൈസ ഇല്ലാത്ത പാവങ്ങളാണെങ്കിൽ ബാങ്കുകാർ വിഴിഞ്ഞുകൊണ്ടിരിക്കും. നമസ്കാരം, ചാറ്റ് വിത്ത് ഭക്തൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എൻ്റെ കൂടെ എത്തിയിരിക്കുന്നത് എൻ്റെ ഒരു സുഹൃത്താണ്, ശേഖർ നാരായണ സ്വാമി. നമസ്കാരം. എന്തൊക്കെയുണ്ട്? ഇടയ്ക്കിടയ്ക്ക് മൈക്കെ കൊണ്ട് കൈ തൊട്ട് കഴിഞ്ഞാൽ മൈക്ക് താഴെ വീഴും, പിന്നെ സൗണ്ടൊക്കെ വരും. അപ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ? അപ്പോൾ ശേഖർ ഒരു ബാങ്കറാണ്. ബാങ്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ലേ പറയുള്ളൂ, ബാങ്കർ ബൈ കർമ്മ. അതെ. ശേഖർ ഒരു ബാങ്കറാണ്. കഴിഞ്ഞ 18 വർഷമായിട്ട് ബാങ്കിങ് മേഖലയിൽ പ്രവർത്തിക്കുന്നു. ഇപ്പോൾ RBL ബാങ്കിൻ്റെ കോട്ടയം ബ്രാഞ്ച് മാനേജറാണ്, അതായത് അസിസ്റ്റൻറ്റ് VP ആണ്. അസിസ്റ്റൻറ്റ് വൈസ് പ്രസിഡൻ്റ് ആണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ ശേഖരമായിട്ട് ചേർന്ന് നമ്മളിന്ന് കുറച്ച് ബാങ്കിങ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും സംശയങ്ങളും അങ്ങനെയുള്ള പല സംഭവങ്ങളൊക്കെ സംസാരിക്കാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. കുറേ ചോദ്യങ്ങൾ എനിക്കുമുണ്ട്, പിന്നെ നിങ്ങൾക്കും കുറേ കാര്യങ്ങൾ പറയാനുണ്ടാവുമല്ലോ. തീർച്ചയായിട്ടും. 2013 ഞങ്ങൾ പരിചയപ്പെടുന്നത്. അന്ന് അദ്ദേഹം ICICI ബാങ്കിൻ്റെ കോട്ടയം ബ്രാഞ്ചിൽ വർക്ക് ചെയ്യുകയാണ്. ആ സമയത്ത് എന്നെ കൊണ്ട് ICICI ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങിച്ചു. അത് കഴിഞ്ഞിട്ട് പുള്ളി കുറേ നാൾ കഴിഞ്ഞിട്ട് എറണാകുളത്ത് വന്നു, ICICI ബാങ്കിൽ തന്നെ. ആ സമയത്ത് ഞാൻ എക്കോസ്പോർട്ട് വാങ്ങുന്നതിന് വേണ്ടി എനിക്ക് ലോൺ തരാൻ വേണ്ടി പുള്ളി എന്നെ കുറേ ഹെൽപ്പ് ചെയ്തായിരുന്നു. ആ സമയത്ത് ഫാസ്റ്റ് ആക്കാൻ വേണ്ടിയൊക്കെ. പിന്നെ പുള്ളി വേറെ കുറേ ബാങ്കുകളിലൊക്കെ പോയി. ഇവരിങ്ങനെയാണ്, ഈ പരിചയമുള്ള ആൾക്കാർ ഓരോ ബാങ്ക് മാറുമ്പോഴത്തേക്കിനും അതെ ഞാനിപ്പോൾ ഇന്ന ബാങ്കിൽ നമുക്കിവിടെ അക്കൗണ്ട് തുടങ്ങണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് ഇവരിപ്പോൾ RBL ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങിക്കാൻ വേണ്ടി എൻ്റെ കുറേ നാൾ നടന്നു. ഞാൻ അടുക്കുന്നില്ലാത്തതുകൊണ്ട് ആ പരിപാടി ഇപ്പോൾ നിർത്തിയെന്ന് തോന്നി, ഇപ്പോൾ ചോദിക്കാറില്ല. നമുക്ക് ഈ ബാങ്കിങ്ങിൻ്റെ ഒരു പ്രശ്നം എന്താണെന്നറിയോ, നമ്മൾ ഏതെങ്കിലും ഒരു ബാങ്കുമായിട്ട് സെറ്റായി കഴിഞ്ഞാൽ പിന്നെ അത് മാറ്റാൻ ഭയങ്കര പാടാണ്. അതാണ് ഈ പ്രശ്നം. പക്ഷേ അങ്ങനെയല്ല, സ്ഥിരമായിട്ട് മാറ്റുന്ന ആൾക്കാരും ഉണ്ട്, ശരിയാണ്. പക്ഷേ എന്നിരുന്നാലും നമുക്കൊരു ബാങ്കായിട്ട് സെറ്റായി കഴിഞ്ഞാൽ മാറ്റാൻ ഇച്ചിരി പാടാം. പിന്നെ നിങ്ങൾ പറയുന്നത് ശരിയാണ്, നമ്മൾ ഒരു ബാങ്കിലൊരു പരിചയക്കാരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഈസിയാണ് കാര്യങ്ങൾ. പരിചയക്കാരുണ്ട് എല്ലായിടത്തും, അല്ലേ? ഇതിനകത്ത് ഒരു കാര്യം പറയട്ടെ സുജിത്ത്, എനിക്ക് ഒത്തിരി വലിയ എക്സ്പീരിയൻസ് ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല, ബട്ട് സ്റ്റിൽ ലിമിറ്റഡ് എക്സ്പീരിയൻസ്. ഞാൻ വിശ്വസിക്കുന്ന, ഞാൻ ഫോളോ ചെയ്യുന്നൊരു കൾച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ തന്നെ ഇന്ത്യയിൽ തന്നെ ധാരാളം ബാങ്കുകളുണ്ട്. അതേസമയം ഓൾമോസ്റ്റ് എല്ലാവർക്കും തന്നെ ഒരു ബാങ്കിൽ കൂടുതൽ തന്നെ അക്കൗണ്ട് ഉണ്ടാവും. മിനിമം 2-3 ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടാവും. മാത്രമല്ല എല്ലാ ബാങ്കുകളും ഓൾമോസ്റ്റ് എല്ലാ സർവീസസും എല്ലാ കസ്റ്റമേഴ്സിനും കൊടുക്കുന്നതാണ്. സോ ഹൗ ക്യാൻ വി ഡിഫറൻഷിയേറ്റ് എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് എപ്പോഴും. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സർവീസും എല്ലാ ബാങ്കും കൊടുക്കുമ്പോൾ ഈ കസ്റ്റമർ എന്നെ തന്നെ തപ്പി വരണമെന്നുണ്ടെങ്കിൽ ഹൗ ഐ ഷുഡ് ബി ഡിഫറെൻറ്റ്. എന്ന് വെച്ചാൽ അതിന് മെയിനായിട്ട് വേണ്ടത് വി ഷുഡ് ഹാവ് എ വെരി ഗുഡ് റാപ്പോ വിത്ത് ദ കസ്റ്റമർ, റെഗുലർ റാപ്പോ. കസ്റ്റമർക്ക് എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് എൻ്റെ ഫേസ് ഇല്ലെങ്കിൽ എൻ്റെ മുഖം പുള്ളിയുടെ മനസ്സിൽ വരണം, ഇല്ലെങ്കിൽ ശേഖരം വിളിച്ച കാര്യം നടന്നു. അതിനെന്താണ് കസ്റ്റമറായിട്ടുള്ള ഇൻട്രാക്ഷൻ ആൻഡ് ഹൗ വി ഡീൽ വിത്ത് ദ കസ്റ്റമർ ആൻഡ് കസ്റ്റമർ സർവീസ്. ഈ 3 ഭാഗങ്ങളിൽ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി റിസൾട്ട് വിൽ ഫോളോ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, എനിക്ക് ഇതേപോലെ പരിചയത്തിൻ്റെ പുറത്ത് ഞാൻ പല സ്ഥലങ്ങളിൽ അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട്. സെൻട്രൽ ബാങ്ക്, കാത്തലിക് സിറിയൻ ബാങ്ക്, അതൊക്കെ ഇപ്പോൾ ഡോർമെൻറ്റ് സ്ഥിതിയിലാണെന്ന് തോന്നുന്നു. ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് വരാം, നിങ്ങളുടെ അക്കൗണ്ട് മൈനസിലാണ്, അല്ലെങ്കിൽ അതാണ് ഇതാണ്, ഞങ്ങൾ മറ്റത് ചെയ്യും മറിച്ചത് ചെയ്യും. ഞാനിപ്പോൾ അത് മൈൻഡ് ചെയ്യാറില്ല.
അത് പറഞ്ഞ് കാരണം എനിക്ക് അതിന് പോകാൻ സമയമില്ല, ഞാൻ എന്ത് ചെയ്യും? മനസ്സിലായി. അതാ പറഞ്ഞത്. ഞാൻ അതുകൊണ്ട് ആ പരിപാടിക്ക് നിർത്തി. ഞാനതാ പറഞ്ഞത്. ഇതിനകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, അതൊരു ഇറ്റ്സ് എ കണ്ടിന്യൂസ് പ്രോസസ്സ്. നമ്മൾ നമ്മൾ ചില വണ്ടികൾ നമ്മൾ പറയാമല്ലോ, വണ്ടി സൂപ്പർ വണ്ടിയാണ്, പക്ഷേ ആഫ്റ്റർ സെയിൽ സർവീസ് ഇല്ലെങ്കിൽ സർവീസ് ഭയങ്കര മോശമാണെന്ന് ഞാൻ പേരെടുത്ത് പറയുന്നില്ല, പക്ഷേ പൊതുവെ ആൾക്കാർ പറയുന്നത് വണ്ടി സൂപ്പർ വണ്ടിയാണ് പക്ഷേ സർവീസ് മോശമാണെന്ന് മാത്രം എടുക്കരുത് എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ നമുക്കൊരു സംഭവം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് ആഫ്റ്റർ സർവീസ് സുജിത്ത് തന്നെ വീണ്ടും പറഞ്ഞില്ലേ, മറ്റേ എന്താ പറയുന്നത്, കുറേ അധികം അക്കൗണ്ടുകൾ എടുത്തിട്ടുണ്ട്, എല്ലാം ഡോർമെൻറ്റ് സ്റ്റാറ്റസിലാണ്. അതിലാണ് ഞാൻ പറയുന്നത് ഹൗ വി ക്യാൻ ഡിഫറൻഷിയേറ്റ്. അതേസമയം സുജിത്ത് ഒരു അക്കൗണ്ട്, ഒരു ബാങ്കിൽ ഒരു അക്കൗണ്ട് എടുത്തിരുന്നു, പക്ഷേ റെഗുലറായിട്ട് പുള്ളി ഫോളോ അപ്പ് ചെയ്ത് നിങ്ങളുടെ അക്കൗണ്ട് ഡോർമെൻ്റ് ആവുന്ന സമയത്ത് ഇങ്ങോട്ടേക്ക് കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ കയ്യിൽ നിന്ന് ഡോക്യുമെൻറ്റ്സ് കളക്ട് ചെയ്ത് വീണ്ടും അക്കൗണ്ട് ലൈവായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഓഫീസർ സുജിത്ത് അത് എടുത്ത് പറയുമായിരുന്നു, ഈ അക്കൗണ്ടിൽ ഒരു പ്രോബ്ലം ഇല്ലാതെ. ദാറ്റ് ഈസ് കോൾഡ് കസ്റ്റമർ സർവീസ്. അതിലാണ് ഞാൻ വിശ്വസിച്ചത്. ആ കാര്യത്തിൽ ഞാൻ ആക്ച്വലി ആക്സിസ് ബാങ്ക്, എനിക്ക് കഴിഞ്ഞ കുറേ വർഷമായിട്ട് എൻ്റെ അക്കൗണ്ട്സ് എല്ലാം ആക്സിസ് ബാങ്കിലാണ്. എൻ്റെ മെയിൻ അക്കൗണ്ടുകളും പിന്നെ എനിക്ക് ലോൺ തന്നിരിക്കുന്നതും എൻ്റെ ഫ്ലാറ്റിൻ്റെ ലോണും ബാക്കിയുള്ള എല്ലാ ലോണുകളും, പക്ഷേ ആകെ 2 ലോണേ ഉള്ളൂ, 2 ഫ്ലാറ്റിൻ്റെ 2 ഹൗസിംഗ് ലോണാണ്. അത് 2 തന്നിരിക്കുന്നതെല്ലാം ആക്സിസ് ബാങ്കാണ്. ആക്സിസ് ബാങ്കായിട്ട് നല്ലൊരു കസ്റ്റമർ സർവീസ്, ഒരു റിലേഷൻ അവരുടെ ഭാഗത്തുനിന്നും എൻ്റെ ഭാഗത്തുനിന്നും കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്, ദൈവം സഹായിച്ച്. എന്നെ ദൈവം സഹായിച്ചിട്ട്, അവരെ അല്ല, എന്നെ. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ എനിക്ക് 2 ബാങ്കുകളിലാണ് എൻ്റെ മെയിൻ അക്കൗണ്ടുകളുള്ളത്, SBIയിലും ആക്സിസ് ബാങ്കിലും. കാരണം SBIയിൽ എൻ്റെ ആദ്യത്തെ അക്കൗണ്ട് തുടങ്ങുന്നത് SBIയിലാണ്. കാരണം എന്നെ പഠിക്കാനായിട്ട് എഡ്യൂക്കേഷണൽ ലോൺ തന്നത് SBIയാണ്. തീർച്ചയായിട്ടും. അപ്പോൾ ആ സമയത്ത് തുടങ്ങിയ അക്കൗണ്ടാണ്. അതൊരു നൊസ്റ്റാൾജിക്. അതെ. അപ്പോൾ അതൊരിക്കലും നമുക്ക് കളയാൻ പറ്റില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു പ്രൈവറ്റ് ബാങ്കും ഒരു നാഷണലൈസ്ഡ് ബാങ്കും വേണമല്ലോ. അങ്ങനെ SBIയിലും അക്കൗണ്ട് ഉണ്ട്. ആക്സിസ് ബാങ്കിൽ ഞാനെല്ലാം കൺവേർട്ട് ചെയ്ത് മാറ്റിയ സമയത്ത് SBIയുടെ അക്കൗണ്ട് അവിടെ കീപ്പ് ചെയ്തു, ഞാൻ ഉപയോഗിക്കുന്നുണ്ട്, ഡോർമെൻ്റ് എല്ലാം ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ടെക് ട്രാവലിൻ്റെ കമ്പനിയൊക്കെ തുടങ്ങിയ സമയത്ത് ഞാൻ SBIയിൽ തന്നെയാണ് ആദ്യമായിട്ട് കറണ്ട് അക്കൗണ്ടൊക്കെ രജിസ്റ്റർ ചെയ്തതും തുടങ്ങിയതൊക്കെ. പിന്നീട് ഞാനത് പതുക്കെ ആക്സിസ് ബാങ്കിലേക്കൊന്ന് മാറ്റി നോക്കി, ICICIയിലേക്ക് ആദ്യം മാറ്റി നോക്കി, എനിക്കിഷ്ടപ്പെട്ടില്ല, ആക്സിസ് ബാങ്കിലേക്ക് മാറ്റി നോക്കി. മാറ്റിക്കഴിഞ്ഞ് ഞാനിങ്ങനെ കുഴപ്പമില്ലാതെ ഉപയോഗിച്ച് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും എനിക്ക് നമ്മളിപ്പോൾ എല്ലാവരും UPI ഉപയോഗിക്കുന്ന ആൾക്കാരല്ലേ, എനിക്ക് UPI ഉപയോഗിക്കാൻ പറ്റുന്നില്ല. അതായത് UPI വഴി പേയ്മെൻറ്റ് വാങ്ങുക എന്നുള്ളത് മാത്രമല്ലല്ലോ ഒരു കസ്റ്റമറുടെ റിക്വയർമെൻറ്റ്, UPI വഴി പേയ്മെൻറ്റ് ചെയ്യാനും പറ്റണ്ടേ. ഇപ്പോൾ എനിക്ക് ടെക് ട്രാവലീറ്റിന് വേണ്ടി എനിക്ക് സ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ എപ്പോഴും നമ്മൾക്ക് ഡെബിറ്റ് കാർഡും ക്രെഡിറ്റ് കാർഡും ഉപയോഗിക്കാൻ പറ്റില്ല. നമ്മൾ ഇപ്പം ടെക് ട്രാവലീറ്റിന് വേണ്ടി ഞാനിപ്പം എൻ്റെ കമ്പനിക്ക് വേണ്ടി ഞാനൊരു വീഡിയോ ചെയ്യുന്നതിന് വേണ്ടി ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കുന്നു. ആ പ്രോഡക്റ്റിന് 1000 രൂപയുള്ളൂ. ഞാൻ അവിടെ പോയിട്ട് കാർഡ് ഉപയോഗിക്കുന്നതിന് എനിക്ക് എളുപ്പം ഫോൺ പേ ചെയ്യുന്ന അല്ലെങ്കിൽ ഗൂഗിൾ പേ ചെയ്യുന്ന. അപ്പോൾ ഈ സാധനം ഇവർക്കില്ല. ഞാൻ കുറേ ചോദിച്ചു, എനിക്ക് UPI എനേബിളായിട്ട് കിട്ടുമോ? അന്നേരം ഞങ്ങളുടെ പാർട്ട്ണർഷിപ്പ് ഫേമാണ്, പാർട്ട്ണർഷിപ്പ് ഫേമിനാണ് UPI ഇല്ലെന്നോ അങ്ങനെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ. പക്ഷേ ഇതേ സാധനം SBIക്കുണ്ട്, പാർട്ട്ണർഷിപ്പ് ഫേമിന് UPI ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് UPI ഇല്ലെങ്കിൽ എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്, നിങ്ങൾ UPI സർവീസ് തരികയാണെങ്കിൽ തരില്ല, ഞാൻ മാറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് അങ്ങനെ ഒരു സർവീസ് ഇല്ല, ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ, അക്കൗണ്ട് ക്ലോസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഞാൻ അക്കൗണ്ട് ക്ലോസ് ചെയ്യാൻ റിക്വസ്റ്റ് അയച്ചിട്ട് ഞാൻ SBIയിലേക്കെല്ലാം വീണ്ടും പഴയപടി തന്നെ മാറ്റി നല്ല SBI അക്കൗണ്ട് ക്ലോസ് ചെയ്തില്ല, ഞാൻ പിന്നെ ഇത് യൂസ് ചെയ്തു. അപ്പോൾ ഇത് അക്കൗണ്ട് ക്ലോസ് ചെയ്യണമല്ലോ. അപ്പോൾ ഞാനിവിടെ എറണാകുളത്ത് വന്ന് മല്ലപ്പള്ളി ബ്രാഞ്ചിൽ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തത്. അക്കൗണ്ട് ക്ലോസ് ചെയ്യാൻ റിക്വസ്റ്റ് മെയിൽ അയച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ടും അക്കൗണ്ട് ക്ലോസ് ചെയ്യാൻ എന്താണ് പ്രൊസീജിയേഴ്സ് എന്നുള്ള അവർ പറഞ്ഞ റിപ്ലൈ ആണ്. ഒരാഴ്ചയായി റിപ്ലൈ ഇല്ല. ഞാൻ വീണ്ടും ഒരു മെയിൽ അയച്ചു, റെസ്പോൺസ് ഇല്ല. 2 ആഴ്ചയായി മെയിൽ അയച്ചു. പിന്നെ ഞാനത് മറന്നുപോയി. പിന്നെ ഒരു 2 മാസം കഴിഞ്ഞിട്ട് ആണ് ഞാനിത് ഓർക്കുന്നത്. അന്നേരം ഞാനിത് നോക്കുമ്പോൾ ഈ അക്കൗണ്ട് ക്ലോസ് ആയിട്ടില്ല, പകരം റെസ്പോണ്ടും വന്നിട്ടില്ല. ഞാൻ വീണ്ടും ഒരു മെയിലും കൂടെ അയച്ചു. ഒരാഴ്ച വെയിറ്റ് ചെയ്തു, റെസ്പോൺസ് ഇല്ല. ഞാൻ എന്നിട്ട് ആക്സിസ് ബാങ്കിൻ്റെ ഹെഡ് ഓഫീസിൽ മെയിൽ അയച്ചു, കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്ത് മെയിൽ അയച്ചു. കാരണം ബ്രാഞ്ചിൽ കംപ്ലയിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ബ്രാഞ്ചിൽ നിന്ന് റെസ്പോൺസ് കിട്ടിയില്ല, മെയിലിൽ അയക്കണ്ടേ. അന്നേരം അവർ റെസ്പോണ്ട് ചെയ്തിട്ട് അക്കൗണ്ടിൽ ബ്രാഞ്ചിൽ പോയിട്ട് എന്തോ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് ബ്രാഞ്ചിൽ പോകാൻ ബുദ്ധിമുട്ടുണ്ട്, എറണാകുളത്ത് ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ എറണാകുളത്ത് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ നിന്ന് വിളിച്ചു വന്നിട്ട് അപ്പോൾ അവർ പറഞ്ഞു അവർക്ക് മെയിൽ കിട്ടിയില്ല എന്ന്. ഇതേ മെയിലിൽ പല തവണ കമ്മ്യൂണിക്കേഷൻസ് നടത്തിയാണ്. പക്ഷേ അവർക്ക് മെയിൽ കിട്ടിയില്ല എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ എന്നിട്ട് ഞാനത് ചെയ്യാമെന്ന് പറഞ്ഞു. എന്നിട്ട് പറയാം മൈനസ് ആയിട്ടുണ്ട്, എത്ര ഫൈനുണ്ട്, അക്കൗണ്ട് ഇത്രയും നാൾ യൂസ് ചെയ്തതുകൊണ്ട് ഫൈനുണ്ട്. ഞാൻ പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് അറിയിച്ചതാണ്, ഞാൻ ഇത്ര മാസം ഇത്രാം തീയതി അക്കൗണ്ട് ക്ലോസ് എന്ന് പറഞ്ഞ് അറിയിച്ചാൽ നിങ്ങൾ എനിക്ക് റെസ്പോണ്ട് ചെയ്യാതിരുന്നത് നിങ്ങളുടെ കുറ്റമാണ്, 10 പൈസ തരികയില്ലെന്ന് പറഞ്ഞു. ഇപ്പോൾ അതും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ തരില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഓൾറെഡി എനിക്ക് അക്കൗണ്ട് ക്ലോസ് ചെയ്യാൻ വേണ്ടി ഇത്ര മാസം മുമ്പ് റിക്വസ്റ്റ് കൊടുത്താൽ അവരത് ഫോളോ അപ്പ് ചെയ്തില്ല. അപ്പോൾ ഞാൻ അയച്ച മെയിലും കറക്റ്റ് സംഭവങ്ങളുണ്ട്. അവരുടെ ബാങ്കിങ് സിസ്റ്റത്തിൽ ആ ഇമെയിൽ വന്നില്ലെങ്കിൽ അവരുടെ ബ്രാഞ്ചിൻ്റെ മെയിൻ ഒഫീഷ്യൽ ഇമെയിൽ ID, അവരുടെ ബാങ്കിങ് സിസ്റ്റത്തിൽ ആ ഇമെയിൽ വന്നില്ലെങ്കിൽ അത് എൻ്റെ മിസ്റ്റേക്ക് ആണോ? അല്ല. ആണോ? എനിക്കറിയില്ല. അപ്പോൾ ഇപ്പോൾ ആക്സിസ് ബാങ്കുമായിട്ടുള്ള റിലേഷൻ കാരണം എന്തായാലും അവർ ആ ചാർജസ് എൻ്റെ അടുത്ത് ഈടാക്കാൻ സാധ്യതയില്ല.
എനിക്കറിയില്ല, കാരണം അവർ ചിലപ്പോൾ ആ ഒരു റിലേഷൻ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ വേവ് ഓഫ് ചെയ്യുമായിരിക്കും. അല്ല വേവ് ഓഫ് ചെയ്യും. ഞാൻ ഇതിനകത്ത് ഒബ്വിയസ്ലി ഇതിനകത്ത് ഇതൊരു നിങ്ങളിപ്പോൾ ഒരു ട്രിക്കി സിറ്റുവേഷൻ എന്നെ കൊണ്ടിട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് പറയാനും പറ്റത്തില്ല, കാരണം നിങ്ങൾ വേറൊരു ബാങ്കിൽ വർക്ക് ചെയ്യുന്നുണ്ട് പറയാനും പറ്റില്ല. ഓഫ് കോഴ്സ് അങ്ങനെയല്ല, ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് പറഞ്ഞതാണ്. അത് അങ്ങനെയാണല്ലോ, നിങ്ങൾക്കറിയാലോ, യു നോ ഹൗ യു ആർ ഡീലിംഗ് കസ്റ്റമേഴ്സ് ലൈക്ക് ദിസ് അല്ലേ. അപ്പോൾ അത് അങ്ങനെ ഒരു എക്സ്പീരിയൻസ്. അപ്പോൾ പക്ഷേ എന്നിരുന്നാലും ഞാൻ ഭയങ്കര കംഫർട്ടബിളാണ്. അതേപോലെ തന്നെ ഈവൻ ബാക്കിയുള്ള ഫണ്ട് ട്രാൻസ്ഫേഴ്സ് ആണെങ്കിലും എല്ലാം ഓക്കെയാണ്. ഇപ്പോൾ ഓരോ ബാങ്കിനും, ഇപ്പോൾ പറഞ്ഞു വന്ന ഇത്രയേ ഉള്ളൂ, ഓരോ ബാങ്കുകൾക്കും അതിൻ്റേതായിട്ടുള്ള പോസിറ്റീവ്സും നെഗറ്റീവ്സും ഉണ്ട്. ഇപ്പം വണ്ടിയുടെ കാര്യം നമ്മൾ പറയുമ്പോൾ ഒരു വണ്ടിയും എല്ലാം തികഞ്ഞ വണ്ടിയല്ല. ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ ഫോർച്യൂണർ ഇല്ലാത്ത എൻ്റെ ഇല്ലാത്ത ഫോർച്യൂണർ ഉണ്ടാവും. ഇതെല്ലാം കൂടെ തികഞ്ഞൊരു വണ്ടി നമുക്ക് കിട്ടത്തില്ല എന്ന് പറയുന്ന പോലെ എല്ലാം കൂടെ തികഞ്ഞ ഒരു നീഡിനനുസരിച്ചുള്ള ഒരു ബാങ്ക് സെലക്ട് ചെയ്യാനും കുറച്ച് പാടാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ പേഴ്സണൽ ബന്ധങ്ങൾ വെച്ചിട്ടാണ് കൂടുതൽ ആൾക്കാർ അക്കൗണ്ട് കീപ്പ് ചെയ്യുന്നതും. പിന്നെ ആ ഒരു ഈസി ഓഫ് ഇപ്പോൾ എനിക്കിപ്പോൾ സ്റ്റെപ്പ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ പുറത്ത് തന്നെ ബാങ്കുണ്ട്. അപ്പോൾ ഈസി ഓഫ് ആക്സസിബിലിറ്റി. പിന്നെ ഇപ്പം ബാങ്ക് വീട്ടിൽ വരും. ഇന്ററപ്റ്റ് ചെയ്ത് പറയല്ല, ബട്ട് സ്റ്റിൽ ഇപ്പോൾ നോക്കുന്നുണ്ടെങ്കിൽ ലാസ്റ്റ് 2-3 years ആയിട്ട് നോർമലി ആൾക്കാർക്ക് എത്ര കസ്റ്റമേഴ്സ് ബാങ്കിൽ വരുന്നുണ്ട്? ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ 18 കൊല്ലമായിട്ട് ഞാൻ ബാങ്കിൽ വർക്ക് എന്ന് പറഞ്ഞില്ല. നേരത്തെ സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഈ സമയം ഇപ്പോൾ 50 ഇല്ല 100 ഫുട്ഫോൾ ഉണ്ടായിരുന്ന ബ്രാഞ്ചിൽ ഇപ്പം 5 ഇല്ലെങ്കിൽ 10 ഫുട്ഫോൾ പോലും വരുന്നില്ല. ഇനി ഭാവിയിൽ ബ്രാഞ്ചസ് ഒക്കെ കട്ട് ഡൗൺ ആവും, സ്റ്റോപ്പ് ചെയ്യും. ഇപ്പം നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ UK പോകുമ്പോഴത്തേക്കും നമുക്ക് കാണാം പല ബാങ്കുകൾ അടച്ചു പൂട്ടിയേ കാണാൻ പറ്റും. പിന്നെ ഒരു ബ്രാഞ്ചിൽ പോയി കഴിഞ്ഞാൽ ആകെ 1-2 സ്റ്റാഫൊക്കെ ഉണ്ടാവുള്ളൂ. അതും അവിടെ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാൻ വരുന്നത് വളരെ അപൂർവമായിട്ടായിരിക്കും ആൾക്കാർ. അത് മാത്രമല്ല, ഇപ്പോൾ നിങ്ങൾക്ക് ബാങ്കിൽ എബ്രോഡിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാങ്കിൽ പോകണമെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ഫിക്സ് അപ്പ് ആൻ അപ്പോയിൻമെന്റ്. അതെ, ആൻഡ് യു ഹാവ് ടു പേ ഫോർ ദം. അതെ, ദെൻ ഓൺലി നിങ്ങൾ ഒരു അപ്പോയിൻമെന്റ് ഇന്ന ടൈമിൽ. കാരണം നമ്മൾ എസ്പെഷ്യലി ഞങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എസ്പെഷ്യലി US ആൻഡ് UK കസ്റ്റമേഴ്സ് നമ്മുടെ നാട്ടിലേക്ക് വെക്കേഷൻ വരുന്ന സമയത്ത് അവർ നമ്മൾ വിളിക്കുന്ന സമയത്ത് സാർ ഇന്ന ദിവസം ഇന്ന സമയത്ത് ഞാൻ വന്നാൽ സാറിനെ കാണാൻ പറ്റുമോ എന്ന് ഇങ്ങോട്ട് ചോദിക്കും. നമ്മൾ പറഞ്ഞു സാർ 24/7 we are at your service, എപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് വരാം, ഇറ്റ്സ് യുവർ ബാങ്ക് എന്ന് പറയും. അത് പറയുമ്പോൾ അവർക്ക് അതൊരു കുളിർമ, കാരണം എക്സ്പീരിയൻസ് അവർക്ക് ഇന്ന അല്ല അത് പറ്റില്ല. ഇവിടെ ബാങ്ക് നിങ്ങളുടെ വീട്ടിൽ വരുന്നു, അവിടെ നമ്മൾ അവൻ്റെ സൗകര്യം അനുസരിച്ച് പോകണം. അതാണ് വ്യത്യാസം. ഇപ്പം നമ്മുടെ ഇന്ത്യയിലാണ് ബാങ്കിങ് കുറച്ചുകൂടെ ഒക്കെ ബെറ്റർ. പുറത്ത് പോയി കഴിയുമ്പോഴത്തേക്കിനും നിങ്ങൾ കറണ്ട് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ യു ഹാവ് ടു പേ ദം, റൈറ്റ്? ഇവിടത്തെ പോലെ അല്ലല്ലോ, നമ്മൾ അങ്ങോട്ട് പൈസ കൊടുത്തല്ലേ. കറണ്ട് അക്കൗണ്ട് അല്ല, നോർമൽ അക്കൗണ്ട്. അവിടെ ഒരു സേവിങ്സ് അക്കൗണ്ട്, ചെക്കിംഗ് അക്കൗണ്ട് എന്താ പറയുന്നത്. ചെക്കിംഗ് അക്കൗണ്ടിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ട്രാൻസാക്ഷൻ വേണം, അല്ലെങ്കിൽ ഒരു ബാങ്ക് റെപ്രസെൻറ്റേറ്റീവായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻട്രാക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു പേ ദം ടു ഫിക്സ് അപ്പ് ആൻ അപ്പോയിൻമെൻറ്റ്. എന്നിട്ട് അത് അവർക്ക് തോന്നുന്ന സമയത്ത് തരും. ആ സമയത്ത് മാത്രം നിങ്ങൾക്ക് പോയി സംസാരിച്ച് നിങ്ങളുടെ കാര്യം സംസാരിക്കാൻ പറ്റത്തുള്ളൂ. ഫോർ ദം ഓൾസോ യു ഹാവ് ടു പേ. അങ്ങനെയാണ് കാര്യങ്ങൾ. ശരിക്കും നമ്മളിപ്പോൾ ഇവിടെ ഇന്ത്യയിൽ നിലവിൽ ഏതൊക്കെ തരത്തിലുള്ള ബാങ്കുകളുണ്ട്? കുറേ ബാങ്കുകളിൽ എങ്ങനെയൊക്കെയുള്ള ടൈപ്പ് ബാങ്കുകളുണ്ട്? ഒബ്വിയസ്ലി എല്ലാവർക്കും അറിയാവുന്ന കേസാണ്. അതാ പഠിച്ചിട്ട് പറയാം. മെയിൻ ആണല്ലോ സെൻട്രൽ ബാങ്ക് എന്ന് പറയും. സെൻട്രൽ ബാങ്ക് ഒബ്വിയസ്ലി എന്ന് പറയുന്നത് RBI രണ്ടിൽ വരുന്നത്. ദെൻ വരുന്നത് പ്രൈവറ്റ് ബാങ്കും പബ്ലിക് സെക്ടർ ബാങ്കും പ്രൈവറ്റ് സെക്ടർ ബാങ്കും വരും. പബ്ലിക് സെക്ടർ ബാങ്ക് എന്ന് പറയുമ്പോൾ അറിയാലോ, SBI, കാനറ ബാങ്ക് വരുന്ന പ്രൈവറ്റ് സെക്ടർ പബ്ലിക് സെക്ടർ ബാങ്കും നാഷണലൈസ്ഡ് ബാങ്ക് എന്നൊക്കെ നമ്മൾ പറയും. അങ്ങനത്തെ ബാങ്കുകൾ. അതുകൂടാതെ തന്നെ പ്രൈവറ്റ് സെക്ടർ ICICI, HDFC, RBI എന്നൊക്കെ പോലെയുള്ള പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളും വരുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഫോറിൻ ബാങ്ക്സ് ഉണ്ട്. ഫോറിൻ ബാങ്ക്സ് അറിയില്ല സാർ, സിറ്റി, HSBC എന്ന് പറഞ്ഞ ഫോറിൻ ബാങ്ക്സ് ഉണ്ട്. അതുപോലെ തന്നെ പിന്നെ സ്പെഷ്യൽ പർപ്പസ് ബാങ്ക്സ് ഉണ്ട്, എക്സിം അതുപോലെ തന്നെ സ്പെഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ടുള്ള ബാങ്ക്സ് ഉണ്ട്, എക്സിം ബാങ്ക്സ് എന്നൊക്കെ പറഞ്ഞത്. അതുകൂടെ നെക്സ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് പുതിയ സെഗ്മെൻ്റാണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ മറ്റേ എന്താ പറയുന്നത് സ്മോൾ ഫിനാൻസ് ബാങ്ക്സ്. അപ്പോൾ അറിയാമല്ലോ, കുറേ അധികം ബാങ്ക്സ് ഉണ്ട്, കുറേ സ്മോൾ ഫിനാൻസ് ബാങ്ക് ഉണ്ട്. അവർക്ക് അതിന് ട്രാൻസാക്ഷൻസിൻ്റെ എല്ലാത്തും കുറച്ച് ലിമിറ്റ് ഓഫ് ഉണ്ടാവും. ടോപ്പ് മാസ് ബാങ്കിങ്ങിന് അത്രയും തന്നെ ഉണ്ടാവില്ല, ബട്ട് സ്റ്റിൽ ദേ ക്യാൻ ഡു ബാങ്കിങ് ബിസിനസ് എന്നുള്ള രീതിയിൽ വെച്ചതാണ്. ദെൻ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി പലരും ശ്രദ്ധിക്കാത്ത ടൈപ്പ് ഓഫ് ബാങ്ക്സ് ആണെന്ന് പറയുന്നത് പേയ്മെൻറ്റ് ബാങ്ക്സ്. അതായത് ഓൺലൈൻ ബാങ്കിങ്. ഫോർ എക്സാമ്പിൾ പേടിഎം പേയ്മെൻറ്റ് ബാങ്ക്സ്, ആക്സിസ്, എല്ലാവരും തന്നെ ഇപ്പോൾ നമുക്ക് കാണുന്ന തന്നെ ആക്സിസ് ബാങ്കിങ്, എയർടെൽ ബാങ്കിങ്, എയർടെൽ, പേടിഎം, അങ്ങനത്തെ പോലെ പേയ്മെൻറ്റ് ബാങ്ക്സ് ഉണ്ടല്ലോ, അങ്ങനത്തെ ബാങ്കിങ് സെക്ടേഴ്സും ഉണ്ട്. അത് നമ്മൾ KYC അവിടെ ചെയ്യുന്നു, എന്നിട്ട് നമ്മളത് യൂസ് ചെയ്യുന്നു എന്നൊരു ബേസിക് ട്രാൻസാക്ഷൻസ് ഉപയോഗിക്കുന്നതിന് വേണ്ടി അല്ലേ? അതെ. ഇപ്പം KYC തന്നെ ഇപ്പം നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മളിപ്പോൾ ഓരോ ബാങ്കിലും ചെന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ എന്ത് പർപ്പസ് ഉണ്ടെങ്കിലും KYC എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? നോ യുവർ കസ്റ്റമർ എന്ന് ഉദ്ദേശിക്കുന്നത് കസ്റ്റമറിൻ്റെ മെയിനായിട്ടുള്ളത് ID പ്രൂഫ്, അഡ്രസ് പ്രൂഫ്, ഫോട്ടോഗ്രാഫ് റീസെൻറ്റ് ഫോട്ടോഗ്രാഫ് ആയിരിക്കണം. അത് RBI നിഷ്കർഷിച്ചിരുന്നു വെച്ച് കഴിഞ്ഞാൽ ലെസ് ദാൻ 6 months ഓൾഡ് ഫോട്ടോഗ്രാഫ് ആയിരിക്കണം. 6 മാസത്തിനുള്ള ഒബ്വിയസ്ലി അതാണ് ശരിക്കുള്ള നിയമം. ID പ്രൂഫ് എന്നുള്ളത് നമ്മുടെ ഐഡൻറ്റിറ്റി ഉള്ളൂ. പാൻ കാർഡ് ഇസ് ആൻ ഐഡൻറ്റിറ്റി.
അഡ്രസ് പ്രൂഫായിട്ട് നമുക്ക് പാസ്പോർട്ട് എടുക്കാം. അങ്ങനെ ഗവൺമെൻറ് ഓതറൈസ് കുറച്ച് ഡോക്യുമെൻറ്റ്സ്, ലിസ്റ്റ് ഓഫ് ഡോക്യുമെൻറ്റ്സ് OVD, ഒറിജിനൽ ഒഫീഷ്യലി വാലിഡേറ്റഡ് ഡോക്യുമെൻറ്റ്സ് ആണ് ഗവൺമെൻറ് വെബ്സൈറ്റിലും അല്ലെങ്കിൽ നമുക്ക് ഓൺലൈനിൽ സെർച്ച് ചെയ്താലും കിട്ടും. വിച്ച് ആർ ദ സം ഓഫ് ദ ഡോക്യുമെൻറ്റ്സ് വിച്ച് ഈസ് അപ്രൂവ്ഡ് ബൈ RBI വിച്ച് ക്യാൻ ബി ടേക്കൺ ആസ് അഡ്രസ് പ്രൂഫ്. ഇത്തരം ഡോക്യുമെൻറ്റ്സ് വെച്ചിട്ടാണ് നമ്മൾ KYC രജിസ്റ്റർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഓരോ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഓരോ പർപ്പസിന് വേണ്ടിയിട്ടും നമ്മൾ ഓരോ ബാങ്കിലും ഓരോ KYC വീണ്ടും വീണ്ടും കൊടുക്കുന്ന സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ബട്ട് ഇപ്പോൾ CKYC എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, സെൻട്രലൈസ്ഡ് KYC രജിസ്റ്റർ. അപ്പോൾ നമ്മുടെ അക്കൗണ്ടൊക്കെ ഓപ്പൺ ചെയ്ത് ഒരു ബാങ്കിൽ ചെല്ലുന്ന സമയത്ത് ഈ അവർ തന്നെ ചോദിക്കും വെദർ കസ്റ്റമർ ഷുഡ് ബി രജിസ്റ്റേർഡ് ടു CKYC എന്ന് ചോദിക്കും. നമ്മൾ അതിനകത്ത് യെസ് കൊടുത്ത് കസ്റ്റമർ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ യു ഗെറ്റ് എൻ യുണീക്ക് ID. ഈ CKYC ID നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒരു ബാങ്കിൽ ചെന്ന് കഴിഞ്ഞാലും യു നോ നീഡ് ടു ഗിവ് എനി ഡോക്യുമെൻറ്റ്സ് ടു എനി കസ്റ്റമർ, ജസ്റ്റ് ഗിവ് ദ CKYC നമ്പർ. ഇപ്പോൾ ഇതിനകത്ത് കാണാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പല കസ്റ്റമേഴ്സും നമ്മുടെ അടുത്ത് ചോദിക്കും ഞങ്ങൾ ID പ്രൂഫൊക്കെ തരുന്ന റിസ്ക് അല്ലേ, സേഫ് ആണോ? ബിക്കോസ് ടു ദം വി ആർ എ തേർഡ് പാർട്ടി. ഒബ്വിയസ്ലി ബാങ്കിനാണ് തരുന്നതെങ്കിൽ പോലും അവർ സ്റ്റാഫിനാണ് തരുന്നത്. ചില കസ്റ്റമേഴ്സ് ഡോക്യുമെൻ്റ് തരുമ്പോൾ ദിസ് ഇസ് ഗീവൺ ഫോർ ദ KYC അല്ലെങ്കിൽ ദിസ് ഇസ് ഫോർ ദ ആപ്ലിക്കേഷൻ ഫോർ ദ ലോൺ ആപ്ലിക്കേഷൻ പർപ്പസ് എന്നൊക്കെ പറഞ്ഞ് ഇത് സൈൻ ചെയ്തൊക്കെയാണ് തരുന്നത്. അത് അവരൊരു സമാധാനത്തിന് വേണ്ടി അവർ തരുന്നതേ ഉള്ളൂ. പക്ഷേ നമുക്ക് ആസ് പെർ ബാങ്ക് പ്രോസസ് സേഫാണ്, 100% സേഫാണ്. നമുക്ക് കാരണം ഇതും ബിക്കോസ് ഓൾ ദിസ് കംസ് ഓൺ ഓഡിറ്റ്. കസ്റ്റമർ എന്ന് വെച്ചാൽ ഫോർ എക്സാമ്പിൾ അറിയാലോ, ബാങ്കിൽ ഇൻറ്റേർണൽ ഓഡിറ്റ് ഉണ്ടാവും, എക്സ്റ്റേണൽ RBIയുടെ ഓഡിറ്റ് ഉണ്ടാവും. ഈ ഓഡിറ്റ് സർപ്രൈസ് ആയിട്ടായിരിക്കും വരുന്ന സമയത്ത്, ഏതെങ്കിലും ഒരു സമയത്ത് ഏതെങ്കിലും ഇവർ വരുന്ന സമയം ബ്രാഞ്ച് ഓപ്പൺ ചെയ്യുന്ന സമയത്തായിരിക്കും വരുന്നത്. ആ വരുന്ന സമയത്ത് ഈ കസ്റ്റമറിന് എന്തെങ്കിലും ഐഡൻറ്റിഫൈഡ് ഡോക്യുമെൻറ്റ്സ് അല്ലെങ്കിൽ കളക്റ്റഡ് ഡോക്യുമെൻറ്റ്സ് എന്തെങ്കിലും കണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ദ ബ്രാഞ്ച് ആൻഡ് ദ ബാങ്ക് മാനേജർ വിൽ ബി റെസ്പോൺസിബിൾ ആൻഡ് ദേ വിൽ ബി പീനലൈസ്ഡ് ഓൾസോ. അപ്പോൾ അത് ഹൈ റിസ്ക് കാറ്റഗറി ആയിട്ടാണ് കണ്ടിരിക്കുന്നത്. സോ ഒബ്വിയസ്ലി കസ്റ്റമർ ഡോക്യുമെൻറ്റ്സ് ഒന്നും അങ്ങനെ ഇതാക്കാൻ പറ്റില്ല ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം. ഞങ്ങൾ ആസ് എ ബാങ്കേഴ്സ് ഞങ്ങൾ എല്ലാ ദിവസവും പോകുമ്പോൾ ഞങ്ങൾ എന്ത് നോക്കുന്നില്ലെങ്കിൽ പോലും വൈകുന്നേരം എല്ലാവരുടെയും ഡ്രോ ഓപ്പൺ ചെയ്ത് നോക്കി അത് ക്ലിയർ ആയിട്ടാണ് നമ്മൾ ഇറങ്ങുന്നത് തന്നെ. കാരണം ആസ് എ പ്രാക്ടീസാണ്. കാരണം ഈ ഓഡിറ്റേഴ്സ് എന്നാണ് വരുന്നത് നമുക്ക് പറയാൻ പറ്റില്ല, അവർ വിളിച്ചിട്ടല്ല വരുന്നത്. നമ്മൾ ബ്രാഞ്ചിൽ വരുന്നതിന് മുമ്പ് നമ്മൾ ബ്രാഞ്ചിൽ മുന്നിൽ വന്ന് നിൽക്കും. ലാസ്റ്റ് വീക്ക് എൻ്റെ ബ്രാഞ്ചിൽ ഓഡിറ്റിംഗ് വന്നിട്ടുണ്ട്. ആ സമയത്ത് വന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ബ്രാഞ്ചിൽ വരുന്ന സമയത്ത് അവർ വന്നു ഫ്രണ്ടിൽ വെയിറ്റ് ചെയ്യണം. അവർ ബ്രാഞ്ച് ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ദേ ആസ്ക് മീ ടു ഓപ്പൺ മൈ കാർ. അവരെൻ്റെ കാറിനകത്താണ് ചെക്ക് ചെയ്തത്. വെച്ചാൽ കാറിനകത്ത് കസ്റ്റമർ ഡോക്യുമെൻറ്റ്സ് എല്ലാം ഉണ്ടോന്നാണ് ചെക്ക് ചെയ്തത്. എന്താ കസ്റ്റമർ ഡോക്യുമെൻറ്റ്സ് നിങ്ങൾ ക്യാരി ചെയ്ത പ്രശ്നം? ഇറ്റ് ക്യാൻ ബി മിസ്യൂസ്ഡ്. അങ്ങനെ പാടില്ല എന്നുണ്ടല്ലേ? ഇഷ്യൂഡോൺ ബി. കാരണം സുജിത്തിൻ്റെ ഒരു ID ആൻഡ് അഡ്രസ് പ്രൂഫ് എൻ്റെ കയ്യിലുണ്ടെങ്കിൽ എനിക്ക് അത് വെച്ച് എന്തൊക്കെ ചെയ്യാം. ഓക്കെ, എസ്പെഷ്യലി ഇപ്പോൾ AI കൂടെ വന്ന സമയത്ത്. ദാറ്റ്സ് ട്രൂ. പ്രൈവറ്റ് ബാങ്കുകൾ, ഓൺലൈൻ ബാങ്കുകൾ, പിന്നെ നാഷണലൈസ്ഡ് ബാങ്കുകൾ, അങ്ങനെ കുറേ ബാങ്കുകൾ നമ്മളിപ്പോൾ ഈ പറഞ്ഞത്. ഇനി കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ കേൾക്കും. കോപ്പറേറ്റീവ് ബാങ്കുകൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? അതായത് റൂറൽ സെക്ടർ, ഫോർ എക്സാമ്പിൾ ചെറിയൊരു ഗ്രാമം ഇല്ലെങ്കിൽ ചെറിയ പർട്ടിക്കുലർ പർപ്പസ് ആയിട്ട് ഒരു എന്താ പറയുന്നത് കൂട്ടായ്മ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വേണ്ടിയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോർ എക്സാമ്പിൾ പണ്ടൊക്കെ എന്ന് പറയുന്നത് നമ്മുടെ സഹകരണ സംഘങ്ങൾ സൊസൈറ്റീസൊക്കെ അവരുടെയൊക്കെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടും അവരുടെ ഫണ്ടിന് വേണ്ടിയിട്ട് ലോക്കലൈസ്ഡ് ആയിട്ടുള്ള ഒരു നാടൻ അതിൻ്റെ ഒരു മിനിയേച്ചർ വെർഷനായിട്ടാണ് ബാങ്ക് വയ്ക്കുന്നത്. വിച്ച് ഈസ് കൺട്രോൾ ബൈ ദ RBIക്ക് ഫുൾ കൺട്രോൾ ഉണ്ടാവും. അതിന് ഡബിൾ കൺട്രോൾ ഉണ്ടാവും. ഇത് നബാർഡിൻ്റെ കൂടെ ഒരു ഇത് വീക്ഷണത്തിലായിരിക്കും, അല്ലെങ്കിൽ ഒരു എന്താ പറയുന്ന ഒരു ഫോക്കസ് പോയിന്റിലായിരിക്കും അത് വർക്ക് ചെയ്യുന്നത്. സോ അതൊരു ഡബിൾ ഫോക്കസ് പോയിന്റിൽ, കാരണം സ്റ്റേറ്റിൻ്റെ കൺട്രോൾ ഉണ്ടാവും, സെൻട്രൽ RBIയുടെ കൺട്രോൾ ഉണ്ടാവും. ആ രീതിയിലാണ് അത് വർക്കൗട്ട് ചെയ്യുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സ്റ്റേറ്റ്, കാരണം അതിനകത്തുള്ള അഡ്മിനിസ്ട്രേഷൻ പ്രൊസീജിയേഴ്സ്, സെലക്ഷൻ ഓഫ് ദ സ്റ്റാഫ് എല്ലാം എൻ്റർലി ഡിഫറെൻ്റ് ആണല്ലോ. അതുകൊണ്ട് ഒബ്വിയസ്ലി ഒരു സ്ക്രൂട്ടനൈസേഷൻ എന്നുള്ള രീതിയിൽ ഒരു ഡബിൾ സ്ക്രൂട്ടനൈസേഷൻ എപ്പോഴും ഉണ്ടാവും അതിനകത്ത്. എനിക്ക് സ്വന്തമായിട്ടൊരു ബാങ്ക് തുടങ്ങാൻ പറ്റുമോ? ഇപ്പോൾ ഫിനാൻഷ്യൽ സ്ഥാപനങ്ങൾ ധാരാളം ഉണ്ട് ഇല്ലേ? സ്വർണ്ണപ്പണയം അതെന്നൊക്കെ പറഞ്ഞൊരു കുറേ പീരീഡുകൾ നമുക്ക് കാണാൻ പറ്റും. അതേപോലെ മണി എക്സ്ചേഞ്ച് യൂണിറ്റുകൾ വേറെയുണ്ട്. എനിക്ക് സ്വന്തമായിട്ടൊരു ബാങ്ക് തുടങ്ങാൻ പറ്റുമോ? നല്ലൊരു ചോദ്യമാണ്. സുജിത് ഭക്തൻ ബാങ്ക് അല്ലേ? ഇതിനകത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അറിയാം, ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു ലാസ്റ്റ് 1 വീക്കായിട്ട് 1 വീക്ക് അല്ലെങ്കിൽ 2 വീക്സ് ആയിട്ട് ഇന്ത്യൻ ഗവൺമെൻറ് പുതിയൊരു നിയമം കൊണ്ടുവന്നിട്ടുണ്ട്. അത് എത്ര പേർക്ക് ഒബ്വിയസ്ലി എല്ലാവർക്കും അറിയാം, എല്ലാ കസ്റ്റമേഴ്സിനും സുജിത്തിനും കമ്മ്യൂണിക്കേഷൻ കിട്ടിക്കാണെന്നറിയാം. അതായത് പണ്ട് നമ്മൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ കയറിയിരുന്നെങ്കിൽ എങ്ങനെ വെബ്സൈറ്റിൽ ഒരു www.sbi.com അല്ലേ? ഇപ്പോൾ നമുക്ക് അതിന് പകരം അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ എല്ലാ ബാങ്കിങ് വെബ്സൈറ്റും നിങ്ങൾ ആക്സസ് ചെയ്യണമെങ്കിൽ www.sbi.bank.in www.rbl.bank.in www സുജിത്ത് ആണെങ്കിൽ access.bank.in. ഈ bank.in എന്നൊരു ഡൊമൈൻ എക്സ്ക്ലൂസീവ്ലി ഫോർ ബാങ്കേഴ്സിനാണ് കൊടുത്തിരിക്കുന്നത്. സോ അതിന് മെയിൻ അഡ്വാൻറ്റേജ് എന്താണെന്നറിയോ? ഇപ്പോൾ കുറേ അധികം ഫ്രോഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. വരുന്നില്ല എന്നല്ല പറയുന്നത്, വന്നാൽ പോലും കസ്റ്റമേഴ്സ് വിൽ ബി മോർ അവെയർ. കാരണം ഈ മെയിൽ വന്നിരിക്കുന്ന മെയിൽ ID they can check.
വെദർ ഇറ്റ് ഈസ് കമ്മിങ് ഫ്രം .bank.in ലാണ് വന്നിരിക്കുന്നതെങ്കിൽ ദേ ക്യാൻ ബി 101% ഷുവർ ദിസ് ഈസ് എ ജെന്യുയിൻ മെയിൽ കമ്മിങ് ഫ്രം എ ബാങ്ക്. ഇഫ് ഇറ്റ്സ് കം ഫ്രം .com, ഒബ്വിയസ്ലി ഇറ്റ്സ് നോട്ട് ഫ്രം എ ബാങ്ക്, ഇറ്റ്സ് ഫ്രം സം അതർ പാർട്ടി. ദേ മോളിൽ ഡിലീറ്റ് കൊടുക്കുക, കളയുക, ഓപ്പൺ പോലും ചെയ്യരുത്. പക്ഷേ ഇതൊക്കെ ഈ ഇത്രയും കോടി ജനങ്ങളിലേക്ക് അവയർനെസ് കൊടുത്ത് എത്തിക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും ഈ കാര്യങ്ങളൊക്കെ ഇത്രയും സംഭവങ്ങളുണ്ടെന്നുള്ളത് അല്ലേ? നിങ്ങൾക്കറിയാം, ഈ എസ്പെഷ്യലി ഈ ഡിമോണിറ്റൈസേഷൻ്റെ സമയത്ത് പറഞ്ഞാൽ വിശ്വസിക്കില്ല, ഏറ്റവും കൂടുതൽ എഫേർട്ട് എടുത്തിട്ട് പലപ്പോഴും സംസാരിക്കാത്തൊരു സെഗ്മെൻറ്റ് ഓഫ് ആൾക്കാരാണ് ഞങ്ങൾ ബാങ്കേഴ്സ്. 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ ഒരു ദിവസം മുടങ്ങിയ ദിവസങ്ങളുണ്ട് ഞങ്ങൾ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ഡിമോണിറ്റൈസേഷൻ സമയത്ത് ആ സമയത്ത് ഇപ്പോൾ ആൾക്കാർക്ക് ഫസ്റ്റ് അവരുടെ പൈസ എടുക്കാനുള്ള ധൃതി ആയിരുന്നല്ലോ. അപ്പോൾ നമ്മൾ ബാങ്ക് ഓപ്പൺ ചെയ്യാൻ നമ്മൾ വരുന്ന മുമ്പ് തന്നെ അവിടെ ലോങ് ക്യൂ ആണ്. രാത്രി 9 മണി 10 മണി 11 മണി 12 മണി ആയി കഴിഞ്ഞാലും ഇവർക്ക് കൊടുത്തു കഴിഞ്ഞിട്ടാണല്ലോ നമ്മുടെ സാധനങ്ങൾ ടാലി ചെയ്ത് എൻട്രി ചെയ്ത് ചെയ്യാൻ. ബാങ്കിൽ നിന്ന് ഇറങ്ങാൻ പറ്റില്ല. 2 മണി 3 മണിക്കൊക്കെ ബാങ്കിൽ നിന്ന് പോയിട്ട് കുടിച്ചിട്ട് അതേപോലെ ഒരു അരമണിക്കൂർ കിടന്നിട്ട് വീണ്ടും എനിക്ക് വരേണ്ട ആവശ്യമൊന്നുണ്ട്. ബട്ട് ടു ബി ഫ്രാങ്ക്, കാരണം ഈ ഒരു ജനറേഷനിൽ ജനിച്ച് ഈ ഒരു മഹാദൗത്യത്തിൻ്റെ ഭാഗമാകാൻ പറ്റില്ല എന്നുള്ളതിൽ ടു ബി ഫ്രാങ്ക് ഐ എം വെരി പ്രൗഡ്. ഓക്കെ, എന്തെങ്കിലും ആയിക്കോട്ടെ. ബാങ്കിങ് സെക്ടറിൽ നമുക്ക് ബാങ്കിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് പലതരത്തിലുള്ള അക്കൗണ്ട് തുടങ്ങാൻ പറ്റും. നമുക്ക് SBI അക്കൗണ്ട് തുടങ്ങാം, ഫിക്സഡ് ഡെപ്പോസിറ്റ് ചെയ്യാം, കറണ്ട് അക്കൗണ്ട് തുടങ്ങാം, ലോൺ എടുക്കാം. പിന്നെ ലോൺ തന്നെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ലോൺസ് അവൈലബിൾ ആണ്. പിന്നെ എന്തൊക്കെ അക്കൗണ്ടാവുള്ളത്, പിന്നെ എന്തൊക്കെ അക്കൗണ്ടുകളാണുള്ളത്. പിന്നെ ഇപ്പോൾ ഓൺലൈൻ ഇൻസ്റ്റൻറ്റ് ബാങ്കിങ് അക്കൗണ്ടുകൾ തുടങ്ങാൻ പറ്റും. ഏതൊക്കെ തരത്തിലുള്ള അക്കൗണ്ടുകളാണ് ബാങ്കിങ് സെക്ടറിൽ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ളത്? ബേസിക്കലി നമുക്ക് ബ്രോഡായിട്ട് കാറ്റഗറൈസ് ചെയ്യണമെങ്കിൽ നമുക്ക് 2 രീതിയിൽ ഡിവൈഡ് ചെയ്യാം. സേവിങ്സ് അക്കൗണ്ട്, കറണ്ട് അക്കൗണ്ട് ഓർ ബിസിനസ് അക്കൗണ്ട്സ്. സേവിങ്സ് അക്കൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡിവിജ്വൽസിന്, നോർമൽ ഇൻഡിവിജ്വൽസിനുള്ള അക്കൗണ്ടിന് നമുക്ക് സേവിങ്സ് അക്കൗണ്ട് എന്നും, അതേസമയം കമ്പനീസ് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസ് അവർക്കുള്ള അവരുടെ ബിസിനസ് പർപ്പസിന് വേണ്ടിയിട്ടുള്ള അക്കൗണ്ടിന് വി ക്യാൻ ടേക്ക് കാറ്റഗറീസ് ആസ് എ കറണ്ട് അക്കൗണ്ട്. സോ ഈ 2 കാറ്റഗറീസിൽ ഡിവൈഡ് ചെയ്യാം. ഈ സേവിങ്സ് അക്കൗണ്ടിൽ തന്നെ നമുക്ക് എഗെയിൻ കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. ഡൊമസ്റ്റിക് സേവിങ്സ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം, or NRI സേവിങ്സ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും. ദാറ്റ് മീൻസ് ഇഫ് യു ആർ എ റെസിഡൻറ്റ് ഇന്ത്യൻ ഒരു ഇന്ത്യൻ പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ സുജിത്തിന് സേവിങ്സ് അക്കൗണ്ട്, നോർമൽ സേവിങ്സ് അക്കൗണ്ട് ആയിരിക്കും ഓപ്പൺ ചെയ്യുന്നത്. അതേസമയം സുജിത്ത് ഒരു NRI സ്റ്റാറ്റസിൽ ഹോൾഡ് ചെയ്യുന്ന ആണെന്നുണ്ടെങ്കിൽ സുജിത്തിന് ഓപ്പൺ ചെയ്യുന്ന അക്കൗണ്ട് NRI അക്കൗണ്ട്, നോൺ റെസിഡൻറ്റ് എക്സ്റ്റേണൽ അക്കൗണ്ടും നോൺ റെസിഡൻറ്റ് ഇൻഡിവിജ്വൽ അക്കൗണ്ടും. ഈ നോൺ റെസിഡൻറ്റ് എക്സ്റ്റേണൽ അക്കൗണ്ടിൽ സുജിത്തിന് ഫോറിൻ കറൻസി ഡെപ്പോസിറ്റ് ചെയ്യും, ഇതിനകത്ത് ഫോറിൻ കറൻസി ഡെപ്പോസിറ്റ് ചെയ്യാം. അതേസമയം NRO, നോൺ റെസിഡൻറ്റ് ഓർഡിനറി അക്കൗണ്ടിൽ സുജിത്തിന് ഇതിൽ ഇന്ത്യൻ കറൻസി ഫോറിൻ കറൻസി ഡെപ്പോസിറ്റ് ചെയ്യാം. NRE അക്കൗണ്ടിൽ സുജിത്തിന് ഫോറിൻ കറൻസി മാത്രമേ ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഇന്ത്യൻ കറൻസി ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ. അപ്പോൾ അതിനുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിന് ഇഫ് ദേ വാണ്ട് ടു കീപ് ദർ മണി, ഇപ്പോൾ NREയിൽ അവർക്ക് അവിടെ നിന്ന് കിട്ടുന്ന ഫണ്ട്സ് അവർ ഈ NRE അക്കൗണ്ടിൽ തന്നെ കീപ്പ് ചെയ്യണമെങ്കിൽ ഇറ്റ് ഈസ് ടാക്സ് ഫ്രീ. ഫോറിൻ കറൻസി ആയിട്ടല്ല, ഇല്ല, ഫോറിൻ കറൻസി ആയിട്ട് കീപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഗിഫ്റ്റ് സിറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു ഗവൺമെൻറ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഗുജറാത്ത് സ്റ്റേറ്റ് ഗവൺമെൻറ്. അത് ആ കാരണം അവിടെ ഗിഫ്റ്റ് സിറ്റി നിങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാ ബാങ്കും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ഗിഫ്റ്റ് സിറ്റിയിൽ നിങ്ങൾ അക്കൗണ്ട് ഫോൾഡ് ചെയ്യണമെങ്കിൽ ഒരു അഡ്വാൻറ്റേജ് എന്ന് അറിയാം. നിങ്ങൾ എബ്രോഡിൽ നിങ്ങളുടെ ഇപ്പോൾ യൂസിലുള്ള JP Morgan ചെസ് ബാങ്കിലോ നിങ്ങൾ എങ്ങനെയാണ് അക്കൗണ്ട് ഉള്ളത്, അവിടെ നിങ്ങൾ ഡോളേഴ്സിലാണ് കീപ്പ് ചെയ്യുന്നതെങ്കിൽ ആ സെയിം ഡോളേഴ്സ് ആയിട്ട് നിങ്ങൾക്ക് ഇന്ത്യയിൽ കീപ്പ് ചെയ്യാം. ഓക്കെ. പ്ലസ് അതിൻ്റെ അഡ്വാൻറ്റേജ് വെച്ച് കഴിഞ്ഞാൽ ആ ഇന്ത്യയിൽ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന് ഇൻട്രസ്റ്റും കിട്ടും. നിങ്ങൾക്ക് എബ്രോഡിൽ നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടത്തില്ല സേവിങ്സ് അക്കൗണ്ടിൽ. നിങ്ങൾക്ക് ഫോറിൻ കറൻസിയായ US ഡോളേഴ്സ്, യൂറോ, ജപ്പാനീസ് yen, അങ്ങനെ അങ്ങനെ 6 or 7 കറൻസീസ് ഉണ്ട്. അത് നമുക്ക് 6 or 7 കറൻസീസ് ഉണ്ട്. ആ കറൻസീസിൽ തന്നെ നമുക്ക് കീപ്പ് ചെയ്യുന്ന ഏരിയക്കാലം ആൾക്കാർ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് കൺവേർട്ട് ടു USD ഓർ കാരണം ബിക്കോസ് ഓഫ് ദി ബെറ്റർ എക്സ്ചേഞ്ച് റേറ്റ്. ഏടിയും കൂടി 25 രൂപയെന്നൊക്കെ കണ്ടായിരുന്നു. എല്ലാം കൂടി വരുവാണല്ലോ. നമ്മുടെ ഡോളറിൻ്റെ INR വാല്യൂ ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, പല സമയത്തും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ യൂറോ ഒക്കെ എനിക്കിപ്പോഴും പറഞ്ഞു, ഞാൻ ആദ്യമൊക്കെ യൂറോപ്പിൽ പോകുമ്പോഴത്തേക്കും 79-80 രൂപ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഓൾമോസ്റ്റ് ക്ലോസ് ടു 100 ആയി. ഈ പൗണ്ട് 115 രൂപയോളമായി. ഞാൻ ആദ്യം ഫസ്റ്റ് ടൈം ഞാൻ UK പോകുന്ന 2.5-3 വർഷം മുമ്പ് പൗണ്ട് വാസ് ക്ലോസ് ടു 85 or 90. ഇപ്പോൾ 115 രൂപയായി. AD എത്ര കടന്നാന്ന് ദുബായിലുള്ളവർക്ക് അറിയാം. അതിപ്പോൾ 25 ക്ലോസ് ടു 25 ആവുന്നു. ഈ ഗിഫ്റ്റ് സിറ്റി ഇപ്പോൾ നമ്മുടെ ഹോട്ട് കേക്കായിട്ട് ചിലവാകുന്ന റേറ്റാണ്. മിക്ക ബാങ്കും അവർക്ക് 0 ബാലൻസിലാണ് ആ ഗിഫ്റ്റ് സിറ്റി അക്കൗണ്ട് കൊടുക്കുന്നത്. എക്സിസ്റ്റിംഗ് NRE അക്കൗണ്ട് ഹോൾഡേഴ്സിന് ഈസി ആയിട്ട് ബാങ്കിൽ കൊടുത്തു കഴിഞ്ഞാൽ ഒരു സിംഗിൾ ഫോം കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ദേ ക്യാൻ ഓപ്പൺ ആൻഡ് ഗിഫ്റ്റ് സിറ്റി അക്കൗണ്ട് വിച്ച് ഇസ് 0 ബാലൻസ് അക്കൗണ്ട്. SBI സേവിങ്സിൽ തന്നെ NRI അക്കൗണ്ട്സും ഉണ്ട്, പിന്നെ കറണ്ട് അക്കൗണ്ട്സ് ഉണ്ട്, പിന്നെ എന്തൊക്കെയാണ്?
പിന്നെ ഉള്ളത് റെഗുലർ സേവിങ്സ് അക്കൗണ്ട് ആൻഡ് കറണ്ട് അക്കൗണ്ട് പറഞ്ഞല്ലോ, പിന്നെ NRI അക്കൗണ്ട് എന്ന് പറഞ്ഞല്ലോ. ഈ 3 അക്കൗണ്ട്സാണ്. പിന്നെ കറണ്ട് അക്കൗണ്ടിൽ തന്നെ നമുക്ക് ഡിഫറെൻറ്റ് കാറ്റഗറൈസേഷൻ നമുക്ക് പറയാൻ പറ്റും. പ്രൊപ്പറേറ്റർഷിപ്പ് ആണെങ്കിൽ പ്രൊപ്പറേറ്റർഷിപ്പ് ഓഫ് അക്കൗണ്ട് ഉണ്ടാവും, പാർട്ണർഷിപ്പ് ആണെങ്കിൽ പാർട്ണർഷിപ്പ്, ഇല്ലെങ്കിൽ LLB ലിമിറ്റഡ് ലൈബിലിറ്റീസ് ആണെങ്കിൽ അതിൻ്റെ ടൈപ്പ് ഓഫ് അക്കൗണ്ട്. ഓരോ സെഗ്മെൻറ്റിനും ഓരോ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് അക്കൗണ്ട്സ് ആയിരിക്കും ഉണ്ടാവും. അതിന് ഓരോ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡോക്യുമെൻറ്റ്സിൻ്റെ പർട്ടിക്കുലർ സെക്സ് ഓഫ് ഡോക്യുമെൻറ്റ്സ്. കാരണം ഡിവൈഡ് ചെയ്തിരിക്കാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഓരോ ടൈപ്പ് ഓഫ് അക്കൗണ്ടിൽ നമുക്ക് ഓരോ സെറ്റ് ഓഫ് ഡോക്യുമെൻറ്റ്സ് മാൻഡേറ്ററി ആയിട്ട് വേണം. അതുകൊണ്ടാണ് ഡിവൈഡ് ചെയ്ത് SB അക്കൗണ്ട് നോക്കിയാൽ പോലും ചിലപ്പോൾ ഒരു 10-15 ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് SB അക്കൗണ്ട് ഉണ്ടാവും. ഓരോ അക്കൗണ്ടിന് ഓരോ പേരും കൊടുത്തിട്ട് ഇത് നമ്മുടെ റിക്വയർമെൻറ്റ് അനുസരിച്ചിട്ടാണ് ബേസിക്കലി കസ്റ്റമറിൻ്റെ റിക്വയർമെൻറ്റ് അനുസരിച്ചിട്ട് കാര്യങ്ങൾ ഈസി ആക്കുന്നു. നിങ്ങളുടെ കയ്യിൽ കൂടുതൽ കാശുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ സർവീസ് ചാർജ് ഒന്നും ബാങ്ക് ഈടാക്കില്ല. അതാണ് സംഭവം. നിങ്ങളുടെ അക്കൗണ്ടിൽ പൈസ ഉള്ള ആളാണെങ്കിൽ ഇപ്പം നിങ്ങളുടെ കയ്യിൽ നിന്ന് സർവീസ് ചാർജ് ഈടാക്കില്ല. അതായത് മിനിമം ബാലൻസ് റിക്വയർമെൻറ്റ് ഇല്ല, അല്ല മിനിമം ബാലൻസ് ചാർജസ് ഇല്ല, ATM ഫ്രീ ആയിരിക്കും, ATM ചാർജസ് ഇല്ല, അൺലിമിറ്റഡ് ATM വിഡ്രോൾസ് ഫ്രീ ആയിരിക്കും, പിന്നെന്താ ഇപ്പം ചെക്ക് ക്ലിയറൻസ് ചാർജസ് ഇല്ല, ചെക്ക് ലീഫിൻ്റെ ചാർജ് ഇല്ല, ATM കാർഡ് നഷ്ടപ്പെട്ടാൽ പോലും റീപ്ലേസ് ചെയ്യുന്നതിന് പോലും പൈസ വാങ്ങില്ല. അങ്ങനെ പല പല സൗകര്യങ്ങളും അക്കൗണ്ടിൽ കാശ് കൂടുതലുണ്ടെങ്കിൽ കിട്ടും. അക്കൗണ്ടിൽ പൈസ ഇല്ലാത്ത പാവങ്ങളാണെങ്കിൽ ബാങ്കുകാർ പിഴിഞ്ഞുകൊണ്ടിരിക്കും. ആ ചാർജ് ഈ ചാർജ് എന്ന് പറഞ്ഞാൽ 100 കൂട്ടം ചാർജസും ഉണ്ടാവും. അത് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല, ഉള്ള കാര്യമല്ലേ പറയുന്നത്. അങ്ങനെയല്ല. ഇപ്പോൾ സുജിത്ത് കാരണം ഇതിപ്പോൾ സുജിത്ത് ഇപ്പോൾ പറഞ്ഞത് ആസ് എ നോർമൽ സിറ്റിസൺ, നിങ്ങൾ നോർമൽ ഒരാളുടെ അഭിപ്രായമാണ് പറഞ്ഞത്. ഇതിനെ ആ സെയിം പെർസ്പെക്റ്റീവിനെ ഞാൻ ഡിഫറെൻറ്റ് രീതിയിൽ പറയട്ടെ. ഫോർ എക്സാമ്പിൾ സുജിത്ത് ഇപ്പം ഒരു ഷോറൂമിൽ പോയി ഒരു കാർ എടുക്കാൻ പോയി. ഫോർ എക്സാമ്പിൾ വളരെ സിമ്പിളായിട്ട് ഇന്ത്യയിലെ ഏറ്റവും പോപ്പുലർ ജനപ്രിയമായ ബ്രാൻഡാണ് മാരുതി. മാരുതിയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് മാരുതിയുടെ ഒരു വാഗണാറോ ഇല്ലെങ്കിൽ XUV ഏത് എടുത്തു കഴിഞ്ഞാലും മാരുതിക്ക് ടോപ്പായിട്ട് 5 വേരിയൻസ് ആണ്. പെട്രോൾ ആണെങ്കിൽ LXI, VXI, VDI, LDI, VDI. LXI പെട്രോൾ ലോവർ വേരിയൻറ്റ്, അതുപോലെ തന്നെ അങ്ങനെ 4 വേരിയൻറ്റ്. അപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഡിഫറൻസ് എന്താ? എല്ലാം ഫോർ വണ്ടികൾ തന്നെയാണ്. ഇപ്പോൾ ഒരു നോർമൽ ഒരാൾക്ക് ഒരു നോർമൽ പർപ്പസ് വേണം, വണ്ടി ഓടിക്കണം, ആൾക്കാർക്ക് പോകണം എന്നുണ്ടെങ്കിൽ ഫീ സാറ്റിസ്ഫൈഡ് വിത്ത് എവറിത്തിങ് ഈസ് ഫോർ യു വിൽ സെൽ ഫോർ VXI. ബട്ട് ഈ വാണ്ട് സംതിങ് ഫോർ എ പേഴ്സൺ he can അതിന് കുറച്ച് കോസ്റ്റ് കൂടുതലായിരിക്കും. ഇഫ് ഹി ക്യാൻ എന്താ പറയുന്നത്, ഇഫ് ഈസ് ഏബിൾ ടു കുറച്ചുകൂടി ഹയർ ആയിട്ട് പുള്ളിക്ക് കൺട്രോൾ ചെയ്യും, അല്ലെങ്കിൽ പുള്ളിക്ക് ഏബിൾ ടു മാനേജ് ഇറ്റ് മോർ, ദെൻ ഹി വിൽ ഗോ ഫോർ ദി VXI. കുറച്ചുകൂടി ലക്ഷൂറിയസ് ആയിട്ട് വേണമെങ്കിൽ ഹി വിൽ ഗോ ഫോർ ദി നെക്സ്റ്റ് വേരിയൻറ്റ് ലൈക്ക് ദാറ്റ്. അത് കസ്റ്റമർ ചോയ്സ് ആണ്. എവറി ബാങ്ക് ആർ ഓഫറിംഗ് ടു കസ്റ്റമേഴ്സ് ബേസിക് എലിവറി ഡീറ്റെയിൽസ്, ബേസിക് ഡീറ്റെയിൽസ് ആയിട്ട് ബേസിക് ബാങ്കിങ് ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ബേസിക് സർവീസസ് എല്ലാ ബാങ്ക്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കസ്റ്റമർക്ക് ലക്ഷറിയാണ് ചില കാര്യങ്ങൾ പറഞ്ഞില്ലേ, കസ്റ്റമേഴ്സിന് ട്രാവൽ ചെയ്യുമ്പോൾ ലോഞ്ച് ആക്സസ്, ഫ്രീ ആയിട്ട് ലോഞ്ച് ആക്സസ്, ഇല്ലെങ്കിൽ പ്രയോറിറ്റി ട്രീറ്റ്മെൻറ്റ്, ഇതൊക്കെ ആക്ച്വലി ലക്ഷറീസ് ആണ്. സം കസ്റ്റമർ പ്രിഫേഴ്സ് ദാറ്റ്. സോ ഒബ്വിയസ്ലി വളരെ സിമ്പിളായിട്ട് ക്വസ്റ്റ്യൻ പറഞ്ഞുതരാം, ഒരു കാര്യം പറഞ്ഞുതരാം. ഒരു കസ്റ്റമർ സുജിത്ത് ഒരു ബാങ്കിൽ പോയിട്ട് ഒരു സേവിങ്സ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ആ ബാങ്കിന് കുറച്ച് കോസ്റ്റ് ഉണ്ട്. വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം നമ്മൾ കൊടുക്കുന്ന ഏത് അക്കൗണ്ട് ഓപ്പൺ ചെയ്താലും ഇൻസ്റ്റാ കിറ്റ് കൊടുക്കും, ATM കാർഡ് കൊടുക്കും, ചെക്ക് ബുക്ക് കൊടുക്കും. മാൻ പവർ ഇൻവോൾവ് ആണ്. ആ ബാങ്കിൻ്റെ ആ ബ്രാഞ്ചിൻ്റെ വർക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള ഇലക്ട്രിസിറ്റി, മാൻ പവർ, ATM യൂസേജ് കുറേയധികം ഇൻവോൾവ് ആണ്. വേറെ മിനിമമായിട്ട് ഒരു കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ ഒരു അക്കൗണ്ട് ഒരാൾ സുജിത്ത് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെങ്കിൽ ആ ബ്രാഞ്ചിന് മിനിമം 25,000 രൂപയോളം ചിലവ് വരുന്നുണ്ട്. സീരിയസ്ലി. പിന്നെ അതെ, 25,000 രൂപയോളം ചിലവ് വരുന്നുണ്ട്. സോ ഒബ്വിയസ്ലി ആ 25,000 രൂപ വെച്ച് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി നോ വൺ ഇയർ ഇസ് ഫോർ ചാരിറ്റി, റൈറ്റ്? സോ ഒബ്വിയസ്ലി സുജിത്തിന് ഇപ്പോൾ 25,000 രൂപ ബാങ്ക് സെൽഫ് മുടക്കിയിട്ട് ഒരു അക്കൗണ്ട് തരികയെന്നുണ്ടെങ്കിൽ വാട്ട് ദ എക്സ്പെക്ട് ഇഫ് യു ട്രാൻസാക്ട് വിത്ത് ദ അക്കൗണ്ട്, ഇഫ് യു ആർ ഡൂയിങ് സം ഗുഡ് ട്രാൻസാക്ഷൻസ് വിത്ത് us, so if you are keeping a healthy balance with us, obviously it will be a win-win situation. So if you are keeping more balance with us, ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞ ആ കാര്യമുണ്ടല്ലോ, all banks are giving everything. So how we can we differentiate? If we can give you some additional perks, oh this guy is giving something else, good. So obviously ഇതിൻ്റെ മനസ്സിൽ തന്നെ ഉണ്ടാവും. So for example, ന്യൂ ഇയറിൻ്റെ സമയത്ത് the personal banker of yours comes and calls and giving you a new year gift, ഒരു എന്താ പറയുന്ന ഡയറി ഏരിയ, അല്ലെങ്കിൽ പേഴ്സണലൈസ്ഡ് ആയിട്ടൊരു ഡയറി ഏരിയ, ഇല്ലാന്ന് പറഞ്ഞ സമയം ഗിഫ്റ്റ് NRI കസ്റ്റമേഴ്സ് ആകുമ്പോൾ NRI നാട്ടിൽ വരുന്ന സമയത്ത് NRI ഗിഫ്റ്റ്സ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതൊരു വാല്യൂഡ് സർവീസസ് ആണ്. ഇപ്പോൾ കസ്റ്റമർ ഫീൽ ദ വൗ ഫീലിംഗ് ഉണ്ടാവും. വാട്ട് ദേ ആർ എക്സ്പെക്ടിങ് ഇസ് എ നോർമൽ സർവീസ്, ഇഫ് യു ആർ ഗെറ്റിംഗ് സം അഡീഷണൽ വൗ എന്ന് പറഞ്ഞ ഫീലിംഗ് ഉണ്ടാവും. വൗ എന്ന ഫീലിംഗ് ഉണ്ടാവും, ഉണ്ടാവും ദേ വിൽ ബി ഇൻക്ലൈൻ ടു ദാറ്റ് പർട്ടിക്കുലർ ബാങ്ക് മോർ. സോ ദേ വിൽ ബി ട്രാൻസാക്ടിങ് മോർ, ഒബ്വിയസ്ലി വിച്ച് വിൽ give higher revenue to the bank. In fact, in grow, it will be win-win situation. Customer will grow, the bank will also grow. ആ രീതിയിലാണ് വരുന്നത്. സോ എല്ലാ ബാങ്കും എല്ലാ കസ്റ്റമേഴ്സിനും എല്ലാ സർവീസസും കൊടുക്കുന്നുണ്ട്. അഡീഷണൽ ഇപ്പോൾ കസ്റ്റമർ ചില ആൾക്കാർ ചോദിക്കും, എന്തിനാണ് നിങ്ങൾ മിനിമം ബാലൻസ് 15,000 രൂപയുടെ അക്കൗണ്ട്? ഈ മിനിമം ബാലൻസ് തന്നെ 10,000 രൂപയുടെ അക്കൗണ്ട് ഉണ്ട്, 50,000 രൂപയുടെ അക്കൗണ്ട് ഉണ്ട്, 1,00,000 രൂപയുടെ അക്കൗണ്ട് ഉണ്ട്, 10,00,000 രൂപയുടെ അക്കൗണ്ട് ഉണ്ട്. ശരിയാണ്. അതേസമയം നോർമൽ ബാങ്കിങ് മതി എന്നുണ്ടെങ്കിൽ ഏത് ബാങ്കിൽ ചെന്ന് കഴിഞ്ഞാൽ ഏത് കസ്റ്റമേഴ്സിനും സീറോ ബാലൻസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം, റഫറൻസ് അക്കൗണ്ട് ഉണ്ട്.
എല്ലായിടത്തും ഉണ്ട്. എല്ലാ ബാങ്കിലും ഉണ്ട്. ഉണ്ട്. അപ്പോൾ പിന്നെ അതിനകത്ത് ആ ഒരു ആക്ച്വലി പറയുന്ന ആൾക്കാർക്ക് പലതും പറയാം, പക്ഷേ ഇതിനകത്ത് കുറച്ച് കോസ്റ്റ് ഇൻവോൾവ്, ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആൾക്കാർക്ക് മനസ്സിലാവും. ഇപ്പോൾ നമ്മൾ ട്രെയിനിൽ ട്രാവൽ ചെയ്യുമ്പോൾ തന്നെ തേർഡ് AC ഉണ്ട്, ഫസ്റ്റ് AC ഉണ്ട്, നോർമൽ സ്ലീപ്പർ ക്ലാസ് ഉണ്ട്. നമ്മുടെ പ്രിഫറൻസും നമ്മുടെ ആ കംഫർട്ടും അനുസരിച്ചാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ശരിയാണ്. ഇപ്പം ഫസ്റ്റ് AC യാത്ര ചെയ്യാൻ പൈസ ഉള്ളവൻ കൂടുതൽ കംഫർട്ടിന് വേണ്ടി, കൂടുതൽ ഇതിന് വേണ്ടി ഫസ്റ്റ് AC ട്രാവൽ ചെയ്യും. നേരെ മറിച്ച് അത്രയും കംഫർട്ട് ഇല്ലാത്തവൻ, അത്രയും കംഫർട്ട് വേണ്ടാത്തവൻ, അല്ലെങ്കിൽ അത്രയും കംഫർട്ട് വേണ്ടാന്ന് ആരും പറയില്ലല്ലോ. കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്യുമ്പോൾ എക്കണോമിക്കും ബിസിനസ് ക്ലാസ്സിലും പോകുന്ന പോലെ തന്നെ, അത്രയേ ഉള്ളൂ. ഇപ്പോൾ എല്ലാവർക്കും ബിസിനസ് ക്ലാസ്സിൽ ട്രാവൽ ചെയ്യാൻ ആഗ്രഹമുണ്ട്, പക്ഷേ അഫോർഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ എക്കണോമിയിൽ ട്രാവൽ ചെയ്യുന്നു. അപ്പോൾ പിന്നെ ചിലപ്പോൾ ഷാമ്പയിൻ കിട്ടിയെന്ന് വരില്ല, ഹോട്ടൽ കിട്ടിയെന്ന് വരില്ല, അങ്ങനെ പലതും കിട്ടിയെന്ന് വരില്ല. കിട്ടുന്നത് കൊണ്ട് നമ്മൾ സംതൃപ്തിപ്പെടുക എന്ന് പറയുന്ന പോലെയാണ് ഈ ക്ലാസിഫിക്കേഷൻ ഓഫ് ബാങ്ക് അക്കൗണ്ട്സ്. നമുക്ക് സീറോ ബാലൻസ് അക്കൗണ്ട് ആണെങ്കിൽ അതിൻ്റെ ആയിട്ടുള്ള പരിമിതികളും ചാർജസും ഒക്കെ ഉണ്ടാവും. പിന്നെ ബാക്കിയുള്ള സംഭവങ്ങളാണെങ്കിൽ അതിൻ്റെ ആയിട്ടുള്ള പോസിറ്റീവ്സും ഉണ്ടാവും. അൾട്ടിമേറ്റ്ലി ബിസിനസ് ആണല്ലോ ബാങ്കിങ് എന്ന് പറയുന്നത്. അപ്പോൾ പൈസ ഉള്ളവരെയാണ് കൂടുതലും ബാങ്കുകൾക്കും താല്പര്യം, എല്ലാവർക്കും താല്പര്യം. പക്ഷേ എല്ലാവർക്കും സേവനം കൊടുക്കുകയും ചെയ്യും. അതാണ് ഒരു ഫാക്റ്റ് എന്ന് പറയുന്നത്, അല്ലേ? ഇതിനകത്ത് അഡ്വാൻറ്റേജ് പറഞ്ഞത് ഫോർ എക്സാമ്പിൾ എന്ന് വെച്ചാൽ ഇപ്പം സുഹൃത്ത് പറഞ്ഞ കാര്യം ശരിയാണ്. അതേസമയം ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് ഫോർ എക്സാമ്പിൾ ഈ ലോവർ സെക്ടർ ഓഫ് കാറ്റഗറീസ് ഉണ്ടല്ലോ, അവർക്ക് കൂടുതൽ സർവീസ് കൊടുക്കാൻ വേണ്ടി വെച്ചാൽ കൂടുതൽ നമ്പർ ഓഫ് ആൾക്കാർ അല്ലെങ്കിൽ കൂടുതൽ സെഗ്മെൻറ്റ്സ് ആ ബാങ്കിലേക്ക് വന്നെന്നിരിക്കട്ടെ, അല്ലെങ്കിൽ ആ ബാങ്കിങ് സെക്ടറിലേക്ക് വന്നെന്നിരിക്കട്ടെ, ദർ സ്പ്രെഡ് കൂടുന്നതനുസരിച്ച് അവർക്ക് ദർ വോള്യൂം ഓൾസോ ബിക്കം ഇൻക്രീസസ്, സോ ദാറ്റ് ദേ ക്യാൻ ഓഫർ സം പെർക്സ് ടു ദ ലോവർ ക്ലാസ് ഓൾസോ. അതെ, ശരിയാണ്. അങ്ങനെയുണ്ട്, അങ്ങനെ ഒരു ഓപ്ഷനുണ്ട്. ശരിയാണ്. പിന്നെ നമുക്ക് ഇപ്പോൾ പൊതുവേ കണ്ടുവരുന്ന കുറച്ച് കൺഫ്യൂഷൻസ് ആണ് ഈ സേവിങ്സ് ബാങ്കും അതേപോലെ തന്നെ കറണ്ട് അക്കൗണ്ടുകളും തമ്മിലുള്ള ഇത്. അതായത് ഈ SB അക്കൗണ്ട് എടുത്തിട്ട് ബിസിനസ് ചെയ്യാൻ ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ ബിസിനസ് പർപ്പസുകൾക്ക് ഉപയോഗിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. ഫോർ എക്സാമ്പിൾ സിമ്പിളായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ ഒരു ഓട്ടോ ഡ്രൈവറാണ്, അല്ലെങ്കിൽ ഒരു ടാക്സി ഓടുന്ന ഒരാളാണ്. ഞാൻ എപ്പോഴും ഒരു കറണ്ട് അക്കൗണ്ടിൽ സ്റ്റാർട്ട് ചെയ്യണ്ടേ? SB അക്കൗണ്ടിൽ എൻ്റെ UPI വഴിയുള്ള ട്രാൻസാക്ഷൻസ് വാങ്ങിക്കാൻ പറ്റുമോ? ആസ് പെർ റിസർവ് ബാങ്കിൻ്റെ നിയമപ്രകാരം ഇൻഡിവിജ്വൽ ആൾക്കാർക്ക് സേവിങ്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ സേവിങ്സിനുള്ള അക്കൗണ്ട്, പേര് പറയുന്ന പറഞ്ഞാൽ സേവിങ്സ് ആണ്. അത് ഇറ്റ്സ് നോട്ട് ഫോർ ദ ബിസിനസ് ട്രാൻസാക്ഷൻ. എനി അതർ ബിസിനസ് ട്രാൻസാക്ഷൻസ് ഉള്ള അക്കൗണ്ട് എന്നുണ്ടെങ്കിൽ അത് നമ്മൾ കറണ്ട് അക്കൗണ്ട് മാൻഡേറ്ററി ആയിട്ട് ഓപ്പൺ ചെയ്യണം. പലരും ചെയ്യുന്നില്ല. പക്ഷേ ഇത് പ്രശ്നം വരുന്നത് എപ്പോഴാണെന്നറിയോ? ഇങ്ങനെ പോകും, ചില സമയത്തൊക്കെ പോകും. 1 fine day അവർ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്തായിരിക്കും അക്കൗണ്ട് യൂസ് ചെയ്യാൻ പറ്റും. ഈ അക്കൗണ്ട് ഹാസ് ബീൻ ഫ്രീസ്ഡ്, മറ്റേ എന്താ സസ്പീഷ്യസ് ട്രാൻസാക്ഷൻസ്, യുവർ അക്കൗണ്ട് ഹാസ് ബീൻ സസ്പെൻഡഡ് എന്നൊക്കെ പറഞ്ഞ് പലർക്കും മെസ്സേജും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ആ പിടിച്ചിലായി ബാങ്കിൻ്റെ അടുത്ത് ചെന്നു, അയ്യോ എനിക്കറിയില്ല, എൻ്റെ അക്കൗണ്ട് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാരണം ഈ എല്ലാ നമ്മുടെ ബാങ്കിങ് റൂട്ടീൻ ട്രാൻസാക്ഷൻസും അത് മോണിറ്റേർഡ് ആണ്. നമ്മുടെ ബാങ്കിൽ കൂടെ പോകുന്ന ഈച്ച് ആൻഡ് എവറി ട്രാൻസാക്ഷൻ ഇസ് മോണിറ്റേർഡ്. ഇതിനകത്ത് നമ്മുടെ ഒരു അക്കൗണ്ടിൽ തന്നെ, ഒരു സേവിങ്സ് അക്കൗണ്ടിൽ റെഗുലർ പാറ്റേണിൽ സം ഇൻകമിങ് ഔട്ട് ഗോയിങ് ഒരു റെഗുലർ ഇൻ്റർവൽ രീതിയിൽ ഒരു പർട്ടിക്കുലർ ഒരു രീതി ടെംപ്ലേറ്റിൽ എന്ന രീതിയിൽ സിമിലർ സൈറ്റ് ഓഫ് ട്രാൻസാക്ഷൻസ് കണ്ടു കഴിഞ്ഞാൽ അത് ട്രിഗർ ചെയ്യും, സസ്പീഷ്യസ് ട്രാൻസാക്ഷനായി ട്രിഗർ ചെയ്യും. ഫോർ എക്സാമ്പിൾ ചില ഇതിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ മണി മൂൾ അക്കൗണ്ട്സ് എന്നൊക്കെ വിട്ടിട്ട് അതിനകത്ത് കണ്ടിട്ട് ഈ അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് വെച്ച് കഴിഞ്ഞാൽ കുറേയധികം മറ്റേ ക്യാഷ് ഡെപ്പോസിറ്റ് വരും. ഈ ക്യാഷ് ഡെപ്പോസിറ്റ് വരുന്ന പുറകെ തന്നെ ക്യാഷ് വിഡ്രോലും വരും. ക്യാഷ് ഡെപ്പോസിറ്റ് വരിക, വിഡ്രോൾ വരിക, ഡെപ്പോസിറ്റ് വരിക, വിഡ്രോൾ. അതൊരു റെഗുലർ പാറ്റേണാണ്. അക്കൗണ്ടിൽ കിടക്കത്തില്ല, പൈസ വരും പോവും. അതൊരു റെഗുലർ പാറ്റേൺ. അങ്ങനെ വരുന്ന ഇതൊക്കെ ഇവരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സസ്പീഷ്യസ് ആയിട്ട് ആ സമയത്ത് തന്നെ ട്രിഗറായിട്ട് ബാങ്ക് തന്നെ അക്കൗണ്ട് ടെമ്പററി ഫ്രീസ് എന്ന് പറഞ്ഞ കാറ്റഗറിയിലേക്ക് ആക്കി വെക്കും. സോ ദാറ്റ് കസ്റ്റമർ കനോട്ട് യൂസ് ദ അക്കൗണ്ട്. വീണ്ടും അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ദ ബ്രാഞ്ച് ഉണ്ടല്ലോ, ആ പർട്ടിക്കുലർ ബ്രാഞ്ച്, ആ ബ്രാഞ്ചിലും കമ്മ്യൂണിക്കേഷൻ വരും, കസ്റ്റമർക്ക് കമ്മ്യൂണിക്കേഷൻ വരും. ദ ബ്രാഞ്ച് പീപ്പിൾ, ഒരു മാനേജർ ഇല്ലെങ്കിൽ ഒരു ഹയർ ഒഫീഷ്യൽ ബ്രാഞ്ചിൽ തന്നെയുള്ള സീനിയർ ഓഫീസറിൻ്റെ അബോ ഗ്രേഡിലുള്ള ഒരാൾ ഇൻഡിവിജ്വലി ഹാസ് ടു ഗോ ആൻഡ് വെരിഫൈ ദ അക്കൗണ്ട് സ്റ്റാറ്റസ്. SVR എന്ന് പറയും, SVR റിപ്പോർട്ട് എന്ന് പറയും. ആ റിപ്പോർട്ട് അവർ ഡെയിലി ബിസിനസ് സ്ഥാപനമാണെന്നുണ്ടെങ്കിൽ അവിടെ ട്രാൻസാക്ഷൻ പാറ്റേൺ, ഹൗ ദേ ആർ ഡൂയിങ് ദ ബിസിനസ്, ഇഫ് ദർ ബിസിനസ് ഈസ് ഗോയിങ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാനൊരു പലചരക്ക് കടയാണ് തുടങ്ങിയിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് പലചരക്ക് കടയുടെ സാധനങ്ങൾ അവിടെ കണ്ടിരിക്കണം. ഇതുപോലത്തെ ഒരു വീട്ടിൽ കൊണ്ടുപോയിട്ട് ഒരു പലചരക്ക് കട ബോർഡും വെച്ചിട്ട് കണ്ടു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി അത് സസ്പീഷ്യസ് അല്ലേ എന്ന് പറഞ്ഞാൽ തന്നെ. അപ്പോൾ അവർക്ക് വീണ്ടുമായിട്ട് അത് മൊത്തം വെരിഫൈ ചെയ്ത് അത് ഓക്കെ എന്ന് പറഞ്ഞാൽ സബ്മിഷൻ കൊടുത്താൽ മാത്രമേ അത് അക്കൗണ്ട് വീണ്ടും അൺഫ്രീസ് മാറ്റിയിട്ട് ഫ്രീ സ്റ്റാറ്റസിൽ നോർമൽ സ്റ്റാറ്റസിലേക്ക് മാറ്റത്തുള്ളൂ. ഇത് പറഞ്ഞ പോലെ തന്നെ നോർമൽ സേവിങ്സ് അക്കൗണ്ടിൽ ഇതുപോലെ പാറ്റേൺസ് വന്നു കഴിഞ്ഞാൽ അവിടുത്തെ ചോദിക്കും. കാരണം നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമ്മുടെ പേഴ്സണൽ ഡിക്ലറേഷൻ ഫോമിനകത്ത് തന്നെ കസ്റ്റമറിൻ്റെ റെഗുലർ ഇൻകം ഉണ്ടെങ്കിൽ എത്രയായിരിക്കും ഇൻകം വരുന്നത്, എവറി ഇയർ
എത്ര അപ്രോക്സിമേറ്റ് എത്ര ഇൻകമിങ് ഉണ്ടാവും, എത്ര ഔട്ട് ഗോയിങ് ഉണ്ടാവും, ഇതിൻ്റെ വിഡ്രോൾസ് ഉണ്ടാവും, എന്താ ഉണ്ടാവും. ആ പാറ്റേൺ എപ്പോഴെങ്കിലും അത് ബ്രേക്ക് ആയെന്നിരിക്കട്ടെ, അക്കൗണ്ട് വിൽ ഗെറ്റ് ഫ്രീസ്ഡ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും സജസ്റ്റ് ചെയ്ത് കസ്റ്റമേഴ്സിൻ്റെ അടുത്താണെങ്കിൽ സജസ്റ്റ് ചെയ്യുന്നത് ഈസ് ഓഫ് ഡൂയിങ് നിങ്ങൾ നോക്കാൻ പാടില്ല. ഇഫ് യു ആർ ഡൂയിങ് എ ബിസിനസ് ഓൾവേസ് ഗോ ത്രൂ ബിസിനസ് അക്കൗണ്ട്. പ്ലസ് വേറൊരു കാര്യം കൂടിയുണ്ട്, ഈ സേവിങ്സ് അക്കൗണ്ടിനും ബിസിനസ് അക്കൗണ്ടിനും നമ്മൾ ഡിഫറൻസ് വെച്ച് കഴിഞ്ഞാൽ കറണ്ട് അക്കൗണ്ടിന് ഇൻട്രസ്റ്റ് കൊടുക്കുന്നില്ല. സേവിങ്സ് അക്കൗണ്ട് ഇല്ലെങ്കിൽ പല ബാങ്കും പല ഇൻട്രസ്റ്റാണ് കൊടുക്കുന്നത്. അതേസമയം ഈ ബിസിനസ് അക്കൗണ്ടിൻ്റെ ഫണ്ട്സ് ഇവർ സേവിങ്സ് അക്കൗണ്ടിൽ ഇട്ട് കഴിഞ്ഞാൽ ദേ ആർ ഗെറ്റിംഗ് ഇൻട്രസ്റ്റ് ഓൾസോ വിച്ച് ഈസ് അഗൻസ്റ്റ് ആക്ച്വലായിട്ടുള്ള വിച്ച് ഈസ് നോട്ട് അക്സെപ്റ്റബിൾ ബൈ RBI ബാങ്ക്. അത് നമ്മുടെ റൂളിന് അഗൻസ്റ്റ് ആണ്. അപ്പോൾ ദേ ആർ ഡൂയിങ് ഫ്രോഡുലൻ്റ് ആക്ടിവിറ്റി. സോ ദാറ്റ് ഈസ് വൈ നമ്മൾ എപ്പോഴും കസ്റ്റമേഴ്സിൻ്റെ സജസ്റ്റ് ചെയ്യുന്നത് നമ്മൾ ബിസിനസ് ആക്ടിവിറ്റി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ഓപ്പൺ ആൻ കറണ്ട് അക്കൗണ്ടോ ബിസിനസ് അക്കൗണ്ട് മാൻഡേറ്ററി. നമ്മുടെ മുത്തൂറ്റ് ബാങ്ക് എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അതേപോലുള്ള ബാങ്കുകൾ ഏത് കാറ്റഗറി വരുന്നതാണ്? മുത്തൂറ്റ് എന്നൊക്കെ പറയുന്നത് NBFC എന്ന് പറയും, നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ദേ ഡസൻറ്റ് കംസ് അണ്ടർ ബാങ്ക്. ഓക്കെ. പക്ഷെ അവർക്ക് ബാങ്ക് എന്ന് പറയുന്നു, ATM ഉണ്ട്, അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഇല്ലേ? അവർ ഈ പറഞ്ഞ പോലെ അക്കൗണ്ട്സ് സ്റ്റാർട്ട് ചെയ്യാം, ലോൺ കൊടുക്കുന്നുണ്ട്, ഡെപ്പോസിറ്റ്സ് എടുക്കുന്നുണ്ട്. അതാ പറഞ്ഞത്. അതിനകത്ത് ചെയ്യുന്നത് RBI ഡിഫറെൻറ്റ് കാറ്റഗറൈസേഷനിൽ ഡിഫറെൻറ്റ് റാങ്കിങ്സ് കൊടുക്കും. അങ്ങനെ റാങ്കിങ്ങിൽ കൊടുക്കുന്ന ഇതിൽ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ എലിവേറ്റ് ആയി വരുന്ന ബാങ്ക്സ്. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് പോകുന്നുണ്ടെങ്കിൽ കുറേയധികം പുതിയ ബാങ്കുകൾ ഈയിടെ വന്നു. നിങ്ങളുടെ ബാങ്ക് പോലും പുതിയ ബാങ്ക് അല്ലേ? അല്ല, ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് RBI ബാങ്ക് എന്നൊക്കെ പറഞ്ഞു. RBI ബാങ്ക് എന്ന് പറയുന്നത് 1943 സ്റ്റാർട്ട് ചെയ്ത ബാങ്കാണ്. എനിക്കറിയത്തില്ല. 1900 എന്ന് വെച്ച് കഴിഞ്ഞാൽ രത്നാകർ ബാങ്ക് ലിമിറ്റഡ് എന്നാണ് ഇതിന്റെ പേര്. എവിടെ? മഹാരാഷ്ട്രയില്. മഹാരാഷ്ട്രയിലല്ലേ? കേരളത്തിൽ വന്നിട്ടില്ലല്ലോ. കേരളത്തിൽ 2017 ഫസ്റ്റ് ബ്രാഞ്ച് സ്റ്റാർട്ട് ചെയ്തത്. പുതിയതല്ലേ? 2010 പുതിയതല്ലേ? എത്ര ബ്രാഞ്ച് ഉണ്ട് പറ. അങ്ങനെയല്ല, ഞാൻ പറയട്ടെ. ഓക്കെ, സുജിത്തിന്റെ ചോദ്യം ചോദിച്ചാൽ പുതിയതെന്ന് പറയുന്നത് നമ്മൾ ഇച്ചിരി പുതിയ 2017 എന്ന് പറഞ്ഞാൽ ഇപ്പൊ എത്ര വർഷമായി? അല്ല, ഞാൻ ഓക്കെ എന്റെ കാഴ്ചപ്പാട് ഞാൻ വെറുതെ തമാശ. ഞങ്ങൾ ഫ്രണ്ട്സ് ആട്ടോ, നിങ്ങൾ ഞങ്ങളിങ്ങനെ വെറുതെ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും വി ആർ ജസ്റ്റ് പുള്ളിങ് ദ ലെഗ്സ്. ഇതിനകത്ത് നമ്മൾ പുതിയതെന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ പുതിയതായിട്ട് ഫോർ എക്സാമ്പിൾ ടെക് ട്രാവൽ സുജിത് ഭക്തനെയാണ്. ഞാൻ പോലും തുടങ്ങി 2008 അതിനെക്കാട്ടി ബാങ്കിനെ കാട്ടി പഴയതാ ഞാൻ. ടെക് ട്രാവൽ സുജിത് ഭക്തൻ എന്ന് പറഞ്ഞപ്പോഴേക്കും ചാറ്റ് വിത്ത് ഭക്തൻ തുടങ്ങിയിട്ട് എത്ര ആളായി? ചാറ്റ് വിത്ത് ഭക്തൻ തുടങ്ങിയിട്ട് ശരിക്കും പണ്ട് തുടങ്ങിയതാണ് ഈ ഒരു കൺസെപ്റ്റ് 2 വർഷം മുമ്പ്. പക്ഷെ ഇപ്പോഴാണ് പൊക്കിക്കൊണ്ട്. പക്ഷേ ചാറ്റ് വിത്ത് ഭക്തൻ പുതിയതാണെന്ന് പറയാൻ പറ്റില്ലല്ലോ. ബട്ട് കാരണം ടെക് ട്രാവൽ പുതിയതാ 2 കൊല്ലം ആയിട്ടുള്ളൂ. ടെക് ട്രാവൽ 12 വർഷമായി. അപ്പൊ പുതിയ അതാണ് ഞാൻ പുതിയത് പഴയത് ഉദ്ദേശിച്ചത്. അല്ല, ഞാൻ പറഞ്ഞത് ബട്ട് സ്റ്റിൽ ആ ഒരു കണ്ടിന്യൂഷൻ വരുന്നില്ല. ഇത് വെച്ചാൽ പുതിയത് ചെയ്യാൻ ഫ്രം ദ സ്ക്രാച്ച് ഇഫ് യു ആർ സ്റ്റാർട്ടിങ് എ ന്യൂ വൺ, ഇറ്റ്സ് കോൾഡ് എ ന്യൂ വൺ. അത്രേ ഉള്ളൂ. ഡെഫിനിഷൻ എനിക്ക് പുതിയതാ. അല്ലല്ലോ, 80 വയസ്സായി. മറ്റേ എന്താ പറയുന്നത്, സീനിയർ സിറ്റിസൺ അല്ല. കാത്തലിക് സിറിയൻ ബാങ്ക് CSB ആയെന്ന് പറഞ്ഞത് പുതിയതെന്ന് പറയാൻ പറ്റില്ല. അല്ല, അങ്ങനെ ന്യൂജനിലേക്ക് നമുക്ക് ന്യൂജനിലേക്ക് ഈ കൊട്ടാക് മഹീന്ദ്ര ബാങ്ക് കുറെ വർഷമായി തുടങ്ങിയിട്ട്. എനിക്ക് തോന്നുന്നു അത് എത്ര വർഷമായെന്ന് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. പിന്നെ AU ഫിനാൻസ് ബാങ്ക് എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ എന്തൊരു ബാങ്ക്, സ്മോൾ ഫിനാൻസ് ബാങ്ക്. ഐ തിങ്ക് ദാറ്റ്സ് ഓൾസോ ന്യൂ ബാങ്ക്. പുതിയ ബാങ്ക് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ബാങ്കാണ്. ഞാൻ ഉദ്ദേശിച്ചത് സാധാരണ അതാ പറഞ്ഞത് അങ്ങനെ കുറച്ച് പുതിയ സ്റ്റാർട്ട് ചെയ്ത ബ്രാഞ്ച് നമ്മൾ ചെറുപ്പം മുതലേ കേട്ട് വന്ന പേരുകളല്ലല്ലോ. അതാണ് ഇപ്പൊ കാനറ ബാങ്ക്, സിൻഡിക്കേറ്റ് ബാങ്ക്, പിന്നെ വിജയ ബാങ്ക് എന്നൊക്കെ പറഞ്ഞ് ചില ബാങ്കുകൾ പൂട്ടിപ്പോയ ബാങ്കുകളുണ്ട്. ഇതേ സിറ്റുവേഷൻ മെർജ് ചെയ്ത ബാങ്കുകളുണ്ട്. ഞാൻ എൻ്റെ ഗ്രാജുവേഷൻ 2007 പാസ് ഔട്ട് ആയത്. ഗ്രാജുവേഷൻ എഞ്ചിനീയറിംഗ് ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ബാങ്കിങ് സെറ്റിൽ വരുന്നത് 2010. 2011 ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ബാങ്കിങ് കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് ICICയിലാണ്. ആ സമയത്ത് പലർക്കും ICICI ബ്രാങ്ക് ബ്രാൻഡ് കിട്ടിയിട്ടുണ്ടാവില്ല. പലരും കിട്ടുന്നുണ്ട്, എസ്പെഷ്യലി NRI കസ്റ്റമേഴ്സ് ചോദിച്ചു ICICI ഇതെന്ത് ബാങ്ക് തന്നെയാണോ എന്ന് തന്നെ ചോദിച്ചിട്ടുണ്ട്. ഇച്ചിജി ബാങ്ക്, പിന്നെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് മൈസൂർ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് പട്യാല, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ബിക്കാനീർ എന്നും പറഞ്ഞുകൊണ്ട് കുറേ സ്റ്റേറ്റ് ബാങ്കുകൾ ഉണ്ടായിരുന്നു. ഈ സ്റ്റേറ്റ് ബാങ്കുകളെല്ലാം കൂടെ ലയിച്ച് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആയി. അങ്ങനെ കുറേ ബാങ്കുകൾ ലയിക്കപ്പെട്ടു, മെർജ് ചെയ്യപ്പെട്ടു. അപ്പോൾ ഇത് പലർക്കും സംശയങ്ങളാണ്. ഈ പുതിയ ന്യൂ ജനറേഷൻ ബാങ്കുകൾ അല്ലെങ്കിൽ ഈ പ്രൈവറ്റ് ബാങ്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നാളെ എന്തായിരിക്കും അവസ്ഥ, ഈ ബാങ്ക് സസ്റ്റെയിൻ ചെയ്ത് പോകുമെന്നൊക്കെയുള്ള കൺഫ്യൂഷനൊക്കെ ഉണ്ടാവും. ഇപ്പോൾ ഞങ്ങളുടെ ഈ ഫ്ലാറ്റിൽ അസോസിയേഷനിൽ കോർപ്പസ് ഫണ്ട് ഉണ്ടാവുമല്ലോ. അപ്പോൾ പുതിയ ബിൽഡിംഗ് അല്ലേ. അപ്പോൾ ഈ കോർപ്പസ് ഫണ്ട് ഇടുന്ന സമയത്ത് ബൈലോയിൽ എഴുതിയിരിക്കുന്ന കാര്യമാണ്, ഞാൻ ആ സമയത്ത് നോക്കിയപ്പോൾ കണ്ടാണ്, 50% ഓഫ് ദ ഫണ്ട് ഷുഡ് ബി ഇൻ എ നാഷണലൈസ്ഡ് ബാങ്ക് മിനിമം. ബാക്കി 50% ക്യാൻ ബി ഇൻ എ പ്രൈവറ്റ് ബാങ്ക് എന്നും പറഞ്ഞുകൊണ്ട് ഒരു സംഭവം. അപ്പോൾ ഇപ്പം ഒരു അസോസിയേഷൻ ആകുമ്പോഴത്തേക്കിനും ഒരു പുതിയ ബിൽഡിങ്ങിൽ അക്കൗണ്ട്സ് തുടങ്ങാനായിട്ട് ബാങ്കുകാരും കുറേ വില്ലിങ് ആയിട്ട് വരുമല്ലോ ഹെൽപ്പ് ചെയ്യാൻ. കാരണം കോർപ്പസ് ഫണ്ട് കിട്ടുമല്ലോ. കോർപ്പസ് ഫണ്ട് നല്ലൊരു എമൗണ്ട് കിട്ടുമല്ലോ. അത് അവിടെ മിക്കവാറും അവിടെ ഡെഡായിട്ട് തന്നെ ഇരിക്കുന്നതല്ലേ. ഇപ്പോൾ ഒരു 1 CR ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് അത്രയും ഡെപ്പോസിറ്റ്സ് ആയിട്ട് വരുന്നതല്ലേ.
ബ്രാഞ്ചിൻ്റെ ടോട്ടൽ GL ജനറൽ ലെഡ്ജറിലേക്ക് ആ ബാലൻസ് കൂടുകയല്ലേ? അതെ. അപ്പോൾ അങ്ങനെ ആക്സിസ് ബാങ്കും പിന്നെ എനിക്കൊന്ന് വേറെ ഏതൊരു ബാങ്കിലും കൂടെ ആയിട്ടാണ് ഇവരിവിടെ അക്കൗണ്ട് തുടങ്ങിയിരിക്കുന്നത്. അതെന്തായിരിക്കും അങ്ങനെയൊക്കെ ചെയ്യുന്നത്? നാഷണലൈസ്ഡ് ബാങ്ക് ട്രസ്റ്റ് വർത്തി ആണോ? ഓക്കെ, ഓഫ് കോഴ്സ് നമുക്കറിയാം. പക്ഷേ പ്രൈവറ്റ് ബാങ്കുകൾക്ക് വിശ്വാസമില്ലേ ആൾക്കാർക്ക്? അത് ഇതെല്ലാം അണ്ടർ കൺട്രോൾഡ് ബൈ RBI അല്ലേ? അണ്ടർ കൺട്രോൾ ബൈ RBI ആണ്. അതാ പറഞ്ഞത് ആൾക്കാരുടെ കാഴ്ചപ്പാടിൻ്റെ വ്യത്യാസം എന്ന് ഞാൻ പറഞ്ഞോട്ടെ. കാഴ്ചപ്പാടിന് ഇല്ലെങ്കിൽ പണ്ട് ഫോർ എക്സാമ്പിൾ ഈ വളരെ സിമ്പിളായിട്ട് തന്നെ പറയാം. പണ്ട് ഈ ATM കാർഡ് വന്ന സമയത്ത് അറിയാം, കാരണം ഞാൻ ബാങ്ക് സെക്ടർ വർക്ക് സമയത്ത് അറിയാം. ATM കാർഡ് വന്ന സമയത്ത് പല കസ്റ്റമേഴ്സും ഈ ATM കാർഡ് എടുക്കാൻ പേടിയായിരുന്നു. ATM കാർഡ് ബാങ്ക് അയ്യോ അത് വേണ്ട, എനിക്ക് എൻ്റെ അക്കൗണ്ടിലുള്ള പൈസ, കാരണം ATM കാർഡ് എടുത്ത് ഞാൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പൈസ പോകുമോ എന്നുള്ള ഭയങ്കര പേടിയായിരുന്നു. അതുപോലെ തന്നെ ആൾക്കാരുടെ ഒരു കാഴ്ചപ്പാടിൻ്റെ ഒരു ഉണ്ട്. എല്ലാം RBIയുടെ റിസർവ് ബാങ്കിൻ്റെ അണ്ടറിൽ ആണ് എല്ലാ ബാങ്കുകളും വരുന്നത്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇതുവരെ RBIയുടെ അണ്ടറിലുള്ള ഒരു ബാങ്ക് പൂട്ടിയ ചരിത്രം ഉണ്ട് കേട്ടോ? അറിയില്ല കേട്ടോ. പൂട്ടിയിട്ടില്ല, പൂട്ടത്തില്ല. എന്തെങ്കിലും ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലം വരിക എന്നുണ്ടെങ്കിൽ ഇത് അമാൽഗമേഷൻ എന്ന് പറയും. സേ ഫോർ എക്സാമ്പിൾ ICICI ബാങ്ക് ഒക്കെ മറ്റേ ബാങ്ക് ഓഫ് മധുരയൊക്കെ അമാൽഗമേഷൻ വന്നിട്ടുണ്ട്. പ്രധാന തന്നെ SBI തന്നെ പല ബാങ്കുകളും ടേക്ക് ഓവർ. സോ ദാറ്റ് ദേ വിൽ. അപ്പോൾ ഇത് അങ്ങനെ ടേക്ക് ഓവർ എന്നുകൊണ്ട് കിട്ടുന്ന അഡ്വാൻറ്റേജ് എന്താണെന്നറിയോ? കസ്റ്റമർ ഫസ്റ്റ്. RBIയുടെ ഇവിടെ മോട്ടോ കസ്റ്റമർ ഫസ്റ്റ് ആണ്. ഇങ്ങനെ ഏതെങ്കിലും ബാങ്കിന് എന്തെങ്കിലും അവരുടെ ഇന്റേണൽ ഇഷ്യൂസോ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഇഷ്യൂസോ ഉണ്ടോ, ബാങ്കിന് എന്തെങ്കിലും പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ പോലും കസ്റ്റമേഴ്സ് ഫണ്ട് ഈസ് സേഫ് ആൻഡ് ഇറ്റ് വിൽ നോട്ട് ബി ലോസ്റ്റ്. അത് ഗ്യാരണ്ടീഡ് ആണ്. പിന്നെ പ്ലസ് പ്രൈവറ്റ് സെക്ടറിലാണെങ്കിലും പബ്ലിക് സെക്ടറിലാണെങ്കിലും പല ബാങ്കുകളിലും നമ്മൾ കസ്റ്റമേഴ്സ് ഈ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഒക്കെ ഇടാറുണ്ട്. പല ഡെപ്പോസിറ്റ് ഉണ്ടാകും, കോടികളിലായിരിക്കും, ലക്ഷങ്ങളിലായിരിക്കും. ഏതൊക്കെ ബാങ്കിലിട്ട് SBI ഇട്ടാലും RBI ഇട്ടാലും ഏത് ബാങ്കിലിട്ടാലും RBI റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒരു ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട്. ആ ഗ്യാരണ്ടി കൊടുക്കുന്നത് 5 ലക്ഷം രൂപ വരെ ഉള്ളൂ. ആണോ? ഓ ശരി. ഇഫ് സംതിങ് ബാഡ് ഹാപ്പൻസ്, അത് പ്രൈവറ്റ് സെക്ടറിൽ നിന്നില്ല പബ്ലിക് സെക്ടറിൽ നിന്നൊന്നുമില്ല, സംതിങ് ബാഡ് ഇൻ ദ സെൻസ് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുന്നത് നാച്ചുറൽ കലാമിറ്റി ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ സംതിങ് ലൈക്ക് ദാറ്റ് ഹാപ്പൻ ചെയ്യുകയാണെങ്കിൽ കസ്റ്റമർ ക്യാൻ ക്ലെയിം അപ് ടു ദ എമൗണ്ട് ഓഫ് 5 lakh rupees. ഓക്കെ, അത് നിങ്ങൾക്ക് തരും എന്നുള്ളത് RBI തരും എന്നുള്ളത് RBI തന്നിരിക്കുന്നതാണ്. അതാണ് മിനിമം ഗ്യാരണ്ടി കൊടുക്കുന്നത്. ഓക്കെ. എന്താല്ലേ, നമ്മൾ ഇതുവരെ സംസാരിക്കാത്തൊരു ടോപ്പിക് ഉണ്ട്. ക്രെഡിറ്റ് കാർഡുകളെ പറ്റി നമ്മൾ സംസാരിച്ചില്ല. ബാങ്കിൻ്റെ ഒരു വലിയൊരു ഒരു എന്താ പറയുക ഒരു പ്രോഡക്റ്റാണ് ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത്. ശരിക്കും ഈ ക്രെഡിറ്റ് കാർഡ് ഓഫർ ചെയ്യുന്നത് ബാങ്ക് ആണോ അതോ ക്രെഡിറ്റ് കാർഡ് കമ്പനികളുമായിട്ടുള്ള വിസ, മാസ്റ്റർ, റുപേ പോലെയുള്ള സർവീസസ് ആണോ? ക്രെഡിറ്റ് കാർഡ് ഈസ് ഓൾവേസ് ഇഷ്യൂ ബൈ ദ ബാങ്ക്. ബാങ്കാണ് ക്രെഡിറ്റ് കാർഡ് ഇഷ്യൂ ചെയ്യുന്നത്. പിന്നെ അവർക്ക് പല ക്രെഡിറ്റ് കാർഡ് ഇഷ്യൂസ് കമ്പനീസ് മാസ്റ്റർ കാർഡ് ഇല്ലെങ്കിൽ അമേരിക്കൻ എക്സ്പ്രസ് ഉണ്ടാവും, ഇല്ലെങ്കിൽ മറ്റേ വിസ ഉണ്ടാവും, റുപേ ഉണ്ടാവും. അങ്ങനെ പല ബ്രാൻഡ്സ് ടൈപ്പിലായിരിക്കും വരുന്നത്. ഇപ്പോൾ നോക്കുകയെന്നുണ്ടെങ്കിൽ ഈ റുപേ എന്ന് പറയുന്നത് ഇന്ത്യൻ പ്രൊഡക്റ്റാണ്. ഇപ്പോൾ ഈ റുപേ കാർഡിലേക്ക് നല്ലൊരു പുഷ് ഇപ്പോൾ വരുന്നത്. കാരണം എന്താ വെച്ചാൽ ഇന്ത്യ നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് റുപേ കാർഡ്. അതിനാണ് ഇപ്പോൾ നമ്മൾ എന്ത് കാർഡ് എടുത്താൽ പോയി കഴിഞ്ഞാൽ ഫസ്റ്റ് പ്രിഫറൻസ് വരുന്നത് ഇപ്പോൾ റുപേ കാർഡിനാണ് വരുന്നത്. അപ്പോൾ അതിനകത്ത് കുറേ ഓഫീസും കാര്യങ്ങൾ വരും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ വരുന്നത്. അപ്പോൾ ദ കാർഡ് ഇസ് ഇഷ്യൂഡ് ബൈ ബേസിക്കലി ഇഷ്യൂഡ് ബൈ ദ ബാങ്ക് ഇറ്റ് സെൽഫ്. ഓക്കെ. അപ്പോൾ ഈ ക്രെഡിറ്റ് കാർഡുകൾ അതും ഈ പറഞ്ഞ പോലെ ഒരു എലിജിബിലിറ്റിയെ അടിസ്ഥാനപ്പെടുത്തി കൊടുക്കുന്ന ഒരു സംഭവമാണല്ലോ ഈ ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത്. ക്രെഡിറ്റ് കാർഡ് എടുക്കാൻ പോകുമ്പോഴത്തേക്കിനും നിങ്ങളുടെ എലിജിബിലിറ്റി നോക്കും, നിങ്ങളുടെ റവന്യൂ നോക്കും, നിങ്ങളുടെ വരുമാനം, ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുമ്പോൾ ഒരു ലോൺ എടുക്കുന്ന പോലെയാണല്ലോ ബേസിക്കലി. പിന്നെ നിങ്ങളത് തിരിച്ചടയ്ക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടോയെന്ന് നോക്കും, നിങ്ങളുടെ സിവിൽ സ്കോർ നോക്കും, അങ്ങനെ പല സംഭവങ്ങളും നോക്കും. അപ്പോൾ അതിൽ തന്നെ ഈ പറഞ്ഞ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്രെഡിറ്റ് കാർഡുകളുണ്ട്. സാധാരണ ബേസ് വേരിയൻറ്റ് ക്രെഡിറ്റ് കാർഡ്, പിന്നെ കൂടിയ ക്രെഡിറ്റ് കാർഡുകൾ, അതായത് എല്ലാവിധ സൗകര്യങ്ങളുമുള്ള ക്രെഡിറ്റ് കാർഡ്. സൗകര്യങ്ങൾ മീൻസ് ഇപ്പോൾ കൂടുതൽ ലോഞ്ച് ആക്സസ് കിട്ടുന്നു, ഇൻ്റർനാഷണൽ ലോഞ്ച് ആക്സസ് കിട്ടുന്നു, പിന്നെ എക്സ്ട്രാ ആഡ് ഓൺ അമ്യൂണിറ്റീസ്, ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിൽ ഈ പറഞ്ഞ പോലെ ചിലപ്പം ബേസ് ക്രെഡിറ്റ് കാർഡിന് ആനുവൽ മെമ്പർഷിപ്പ് ഫീ ഒന്നും ഉണ്ടാവില്ല, ഫ്രീ ആയിരിക്കും. പിന്നെ ഫ്രീ ക്രെഡിറ്റ് കാർഡുകൾ ധാരാളം പല ബാങ്കുകളും ഓഫർ ചെയ്യുന്നുണ്ട് ഈ കസ്റ്റമേഴ്സിന് ക്രെഡിറ്റ് കാർഡിന് സുഖം കൊടുക്കാൻ വേണ്ടി. എന്നിട്ട് പിന്നെ പ്രീമിയം ക്രെഡിറ്റ് കാർഡ് വരുമ്പോഴത്തേക്കിനും 25,000 50,000 വരെ ആനുവൽ മെമ്പർഷിപ്പ് വാങ്ങിക്കുന്ന ക്രെഡിറ്റ് കാർഡുണ്ട്. പിന്നെ ബാങ്ക് സെലക്റ്റഡ് കസ്റ്റമേഴ്സിന് ഇൻവൈറ്റ് ചെയ്തിട്ട് അവർക്ക് വേണ്ടി മാത്രം ബാങ്ക് കൊടുക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ക്രെഡിറ്റ് കാർഡുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ക്രെഡിറ്റ് കാർഡുകളെന്ന് പറയുന്നത് എടുക്കാത്ത ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. നിങ്ങൾ ഈ പറഞ്ഞ പോലെ എടുത്തു കഴിഞ്ഞാൽ പ്രശ്നമാവും, പെട്ടുപോകും എന്നുള്ള ഒരു ടൈപ്പ് ഓഫ് ആൾക്കാരും ഉണ്ട്. ക്രെഡിറ്റ് കാർഡ് എങ്ങനെ വ്യക്തമായിട്ട് എങ്ങനെ കൃത്യമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും? ദാറ്റ്സ് എൻ ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ. നല്ലൊരു ക്വസ്റ്റ്യനാണ്. പലർക്കും ഇതിനെക്കുറിച്ച് ക്രെഡിറ്റ് കാർഡിനെ കുറിച്ച് അറിയാം,
എന്നെക്കുറിച്ച് ധാരണയില്ല. അപ്പോൾ സുജിത്ത് പറഞ്ഞ 2 പോയിന്റ് ഉണ്ട്. ഫസ്റ്റ് പോയിന്റ് ഞാൻ ജസ്റ്റ് കവർ ചെയ്യാം. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കാർസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ. എന്ന് പറഞ്ഞ പോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ വണ്ടിയുടെ കാര്യങ്ങളിൽ എയർപ്ലെയിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ നമുക്ക് കസ്റ്റമേഴ്സിന് എന്ന് വെച്ചാൽ ക്രെഡിറ്റ് കാർഡ് എന്തുകൊണ്ടാണ് എല്ലാവർക്കും കിട്ടാത്തതെന്ന് ബേസിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു അൺസെക്യൂർഡ് ലോണാണ്. അൺസെക്യൂർഡ് ലോൺ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ നോർമലി നമ്മൾ ലോൺ കൊടുക്കുന്നത് 2 ടൈപ്പ് ഓഫ് ലോണാണ് കൊടുക്കുന്നത്. സെക്യൂർഡ് ലോൺ ആൻഡ് അൺസെക്യൂർഡ് ലോൺ. സെക്യൂർഡ് ലോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഈട് വാങ്ങിച്ചിട്ട് കൊടുക്കുന്ന ലോണാകുമ്പോൾ സെക്യൂർഡ് ലോൺ. ക്രെഡിറ്റ് കാർഡും അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ. ഉണ്ട്. അതാർക്ക് കിട്ടും? ക്രെഡിറ്റ് കാർഡ് അഗെയിൻസ്റ്റ് ഡെപ്പോസിറ്റ് അതാർക്കും കിട്ടും. അതിന് ആ സമയത്ത് വരുമ്പോഴേക്കും നിങ്ങളുടെ എലിജിബിലിറ്റിയോ നിങ്ങളുടെ ഫയറോ ഒന്നും നോക്കുന്നില്ല, സിബിൽ സ്കോർ ഒന്നും നോക്കുന്നില്ല, നിങ്ങൾക്ക് റൈറ്റ് അവേ തരികയാണ്. കാരണം എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അൺസെക്യൂർഡ് ലോൺ കൊടുക്കുമ്പോഴേക്കും ഒബ്വിയസ്ലി ഇതിനകത്തൊരു റിസ്ക് ഫാക്ടർ ഓൾവേസ് ഇൻവോൾവ് ആണ്. കാരണം നിങ്ങൾക്ക് ഒരു 2 ലക്ഷം രൂപയിൽ 1 5 ലക്ഷം രൂപ ലിമിറ്റ് കാർഡ് എന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 5 ലക്ഷം രൂപ റൈറ്റ് അവേ തരുന്നത് പോലെയാണ്. അതിൻ്റെ തിരിച്ചടവ് എപ്പോഴും ഒരു ചോദ്യചിഹ്നമാണ്. ടിൽ ദ ടൈം യു ക്ലോസ് ദ കാർഡ്. കാരണം നോർമൽ ലോൺസ് ഒക്കെ എന്ന് പറഞ്ഞാൽ 5 രൂപ 1 കൊല്ലം അല്ലെങ്കിൽ 5 കൊല്ലം ആയിരിക്കും മാക്സിമം കൊടുക്കുന്നത്, 10 രൂപയ്ക്ക് കൊടുക്കുന്നത്. ആ 10 കൊണ്ട് ലോൺ തീരും. ഇത് ഇൻഫിനിറ്റി പീരീഡ് ഓഫ് ടൈമിലുള്ള ലോണാണ്. ഓർത്ത് നോക്കി, ക്രെഡിറ്റ് കാർഡിൻ്റെ ലോൺ എന്ന് വെച്ചാൽ ക്രെഡിറ്റ് കാർഡ് നിങ്ങൾക്ക് 5 ലക്ഷം രൂപ ലിമിറ്റ് തന്നിരിക്കട്ടെ, ആ ക്രെഡിറ്റ് കാർഡിൻ്റെ എപ്പോഴാണ് തീരുന്നത്? നിങ്ങൾ 5 ഉപയോഗിച്ചാൽ തീർന്നല്ലോ. അല്ല, നിങ്ങൾ 5 ഉപയോഗിച്ചാൽ തീർന്നില്ലേ? അതാണ് അതിനകത്ത്. ഇപ്പോൾ നിങ്ങൾ 5 ഉപയോഗിച്ചു, നിങ്ങൾ 5 ഉപയോഗിച്ചിട്ട് പ്രോപ്പറായിട്ട് നിങ്ങൾ 5 തിരിച്ചടച്ചു എന്നിരിക്കട്ടെ, ഓട്ടോമാറ്റിക്കലി നെക്സ്റ്റ് മന്ത് നിങ്ങളുടെ ക്രെഡിറ്റ് ലിമിറ്റ് 7 lakhs. അങ്ങനെ പെട്ടെന്ന് അങ്ങ് മാറുമോ? സി ഇഫ് യുവർ ട്രാക്ക് ഈസ് ഗുഡ്, if your track is good, track is good means customer is good, obviously your borrowing purchase bank will increase your borrowing purchase power. Okay. പക്ഷേ നിങ്ങൾ സുജിത്ത് ചോദിച്ചില്ലേ 5 ലക്ഷം ഉപയോഗിച്ചാൽ തീർന്നില്ലെന്ന് ചോദിച്ചില്ലേ? പക്ഷേ 5 ലക്ഷം രൂപ തിരിച്ചടക്കാൻ കിട്ടാത്തന്ന കാലം ബാങ്കിന് അതൊരു NPA ഇല്ലേ, മറ്റൊരു കിട്ടാക്കടമില്ലേ? ബാങ്ക് അവരൊരു സംഭവം കസ്റ്റമറിൽ നിന്ന് ഒരു ഈടെടുക്കാതെയാണ് ഒരു 5 ലക്ഷം രൂപ സുജിത്തിന് തന്നിരിക്കുന്നത്. അത് എങ്ങനെയെങ്കിലും ഏതെങ്കിലും ഭാഗത്ത് തിരിച്ചെടുക്കാൻ അവരുടെ ഉത്തരവാദിത്വമല്ലേ? ഒരു ക്രെഡിറ്റ് കാർഡ് എങ്ങനെ എത്ര ബെറ്റർ ആയിട്ട് എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും? നമുക്ക് ക്രെഡിറ്റ് കാർഡിന് 45 ദിവസം വരെ നമുക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാം. ഒരു പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുന്ന ഒരുത്തന്, ഒരു പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്ത് യൂസ് ചെയ്യുന്ന ഒരാൾക്ക്, പ്രോപ്പറായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് 45 ദിവസം മണി റോൾ ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ഒരാൾക്ക് ആ പ്രോപ്പർ ഐഡിയയിൽ ചെയ്യാന്നുണ്ടെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ഇസ് വൺ ഓഫ് ദ സൂപ്പർബ് തിങ്സ് ദേ ക്യാൻ യൂസ്. ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. സുജിത്തിന് ഒരു ക്രെഡിറ്റ് കാർഡുണ്ട്. ആ ക്രെഡിറ്റ് കാർഡിൻ്റെ ബില്ലിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് 14-ാം തീയതിയാണ് ഓരോ മാസവും. ഓക്കെ, ഓരോ മാസം 14, സേ ഫോർ എക്സാമ്പിൾ ഈ ഡിസംബർ മാസം 14-ാം തീയതി സുജിത്തിന് ബില്ല് വന്നു. ഓക്കെ, ഈ കഴിഞ്ഞ മാസം ബില്ല് വന്നു, എത്ര ഒരു പേയ്മെൻറ്റ് ഉണ്ടെന്നുള്ളത്. ഈ ഡിസംബർ 15-ാം തീയതി സുജിത്ത് യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ ഒരു എമൗണ്ട് സ്വൈപ്പ് ചെയ്തെന്നിരിക്കട്ടെ, ആ സ്വൈപ്പിങ്ങിൻ്റെ ബില്ല് വരുന്നത് ജനുവരി 14-നാണ് അതിൻ്റെ ബില്ല് വരുന്നത്. ജനുവരി 14 ബില്ല് വന്നു കഴിഞ്ഞാൽ ജനുവരി 14-ാം തീയതി അല്ല അടയ്ക്കേണ്ടത്, ജനുവരി 30-ാം തീയതി വരെ യു ഗോട്ട് എ ടൈം ടു പേ ദ ബിൽ. സോ യു ഗോട്ട് എ ലിവറേജ് ഓഫ് 45 days. സെയിം സാധനം തന്നെ സുജിത്ത് 14-ാം തീയതിയാണല്ലോ ബില്ല് വരുന്നത്, 13-ാം തീയതിയാണ് ഒരു സാധനം പർച്ചേസ് ചെയ്ത് നിൽക്കട്ടെ, ഈ 14-ാം തീയതിത്തെ ബില്ലിൽ കയറി വരും. ദെൻ യു ഗോട്ട് എ ലിമിറ്റേജ് ഓഫ് ഓൺലി 1 day. ഓക്കെ, ആ ഡിഫറൻസ് മനസ്സിലായി. സോ പ്രോപ്പറായിട്ട് വർക്കൗട്ട് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്ത് യൂസ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത് അതൊരു എന്താ പറയുക, ഒരു ക്യാഷ് റോൾ ചെയ്യാൻ ഒരു ഓവർ ഡ്രാഫ്റ്റ് ആണ്. ശരിക്കും ഒരു ഓവർ ഡ്രാഫ്റ്റ് ആണ്, പ്രോപ്പറായിട്ട് ഓവർ ഡ്രാഫ്റ്റ്. എനിക്കറിയാം, പല ഫ്രണ്ട്സ് എനിക്കറിയാം പ്രോപ്പറായിട്ട് ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി എന്ന രീതിയിൽ തന്നെ ക്രെഡിറ്റ് കാർഡ് എന്ന് തന്നെ ലൈഫ് എൻജോയ് ചെയ്ത് പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്ത് അപ്പോൾ അതിൻ്റെ കുറേയധികം ഫ്രണ്ട്സ് ആൾക്കാരൊക്കെ ഉണ്ട്. അതൊക്കെ പ്രോപ്പർ മാനേജ്മെൻ്റ് ആണ്. ആ ഒരു കാൽക്കുലേഷൻ പോകണം. അത് നമ്മുടെ ലിമിറ്റ് വിട്ട് കഴിഞ്ഞാൽ നമ്മുടെ കൺട്രോളിൽ ഇരിക്കത്തില്ല, സംഗതിയൊക്കെ ശരിയാണ്. പക്ഷേ ഇഫ് യു ഡു ഇറ്റ് പ്രോപ്പർലി ഇറ്റ്സ് വൺ ഓഫ് ദ ബ്യൂട്ടിഫുൾ തിങ്സ് യൂസ്. പക്ഷേ ഇതൊരു ഡബിൾ എഡ്ജ്ഡ് സോഡ എന്ന് വെച്ചാൽ 2 ഇരുതല മൂർച്ചയുള്ള വാളിനൊക്കെ പറയില്ലേ, പ്രോപ്പറായിട്ട് ഉപയോഗിച്ചില്ലെങ്കിൽ അത്രേ ഉള്ളൂ. ഇതിനോടത്തോളം ഉപദ്രവകാരിയായ ഒരു സംഭവമില്ല. കാരണം ക്രെഡിറ്റ് കാർഡ് ഡിഫോൾട്ടായെന്നിരിക്കട്ടെ, നമ്മൾ ക്രെഡിറ്റ് കാർഡിൻ്റെ പേയ്മെൻറ്റ് നമ്മൾ ഫുൾ അടിച്ചില്ലാന്നിരിക്കട്ടെ, അതിന് വേണ്ടി ബെയർ മിനിമം ഇൻട്രസ്റ്റ് വരും 45% തൊട്ട് 55-60% വരെ ഇൻട്രസ്റ്റ് വരും. പിന്നെ സിവിൽ സ്കോറിനെ ബാധിക്കും. അങ്ങനെ ഒത്തിരി കോംപ്ലിക്കേഷൻസ് ക്രെഡിറ്റ് കാർഡിനുണ്ട്. അതാണ് പല ആൾക്കാരും. മാത്രമല്ല ഇതിനകത്ത് വരുന്ന സംബന്ധിച്ച് കഴിഞ്ഞാൽ ക്രെഡിറ്റ് കാർഡ് ഇതിനകത്ത് വേറൊരു കാര്യം കൂടെ പ്രത്യേകം പറയാനുണ്ട്, ആൾക്കാർ ശ്രദ്ധിക്കാത്തതാണ്. ഈ പല ആൾക്കാരും ക്രെഡിറ്റ് കാർഡ് എടുത്തിട്ട് പേയ്മെൻറ്റ് ചെയ്തിട്ട് അടയ്ക്കാതിരിക്കുന്ന സിറ്റുവേഷൻ പറഞ്ഞല്ലോ. അത് കുറേ നാൾ കഴിയുമ്പോഴേക്കും അവർക്ക് ഒരു ലോണും ഒന്നും കിട്ടാതെ ആകുമ്പോഴേക്കും ആൾക്കാർ ഇരിക്കുക എന്നാൽ പണ്ടാരോടെ കട്ടീസ് അങ്ങനെ തീർത്തേക്കാൻ തോന്നി ബാങ്കിൽ പോയിട്ട് അവരോട് സംസാരിക്കും. ഒരു 1 time സെറ്റിൽമെൻറ്റ് എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ച് ആ ക്രെഡിറ്റ് കാർഡ് ക്ലോസ് ചെയ്യും ഒരു പേയ്മെൻറ്റ് അടച്ച്. എന്നാൽ പോലും അവർക്ക് ഫ്യൂച്ചറിൽ ലോൺ കിട്ടില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ക്രെഡിറ്റ് കാർഡ് ഇവർ ഇങ്ങനെ സിംഗിൾ ടൈം പേയ്മെൻറ്റ് ചെയ്യുമ്പോഴേക്കും അവരുടെ സിബിൽ അത് വരുന്നത് സെറ്റിൽമെൻറ്റ് എന്ന് പറഞ്ഞാൽ വരുന്നത്, ക്രെഡിറ്റ് കാർഡ് സെറ്റിൽമെൻറ്റ് എന്ന് പറഞ്ഞാൽ വൺസ് അങ്ങനെ സംഭവം വന്നു കഴിഞ്ഞാൽ അത് ബാഡ് മാർക്ക് തന്നെയാണ്. പിന്നെ ജന്മത്ത് അവർക്ക് കാര്യങ്ങൾ വിചാരിച്ച കാര്യങ്ങൾ ഉദ്ദേശിച്ച പോലെ രീതിയിൽ നടക്കില്ല. സോ
ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുക എന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രോപ്പറായിട്ട് ഉപയോഗിക്കുക. ബില്ല് ഔട്ട്സ്റ്റാൻഡിങ് ഡ്യൂ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതേ വിധേനയെങ്കിലും ആ ഫുൾ ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് ക്ലോസ് ചെയ്ത് അല്ല അതിനകത്ത് സിംഗിൾ ടൈം സെറ്റിൽമെന്റ് എന്ന് പറഞ്ഞാൽ ആ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം കുറച്ച് എമൗണ്ട് കുറച്ച് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി നമ്മൾ ആ ലാഭമായാലും എന്ന് വിചാരിക്കും. അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ നമുക്ക് തന്നെ പാരയായിട്ട് വരികയും ചെയ്യും. ഞാൻ ഈ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്നത് വേറൊരു രീതിയിലാണ്. ഞാൻ ഈ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചിട്ട് ഞാനിങ്ങനെ ക്യാഷ് റോൾ ചെയ്യാൻ വേണ്ടി ക്രെഡിറ്റ് കാർഡ് ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. ഞാനൊരു 5 വർഷത്തിന് മുകളിലായിട്ട് ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്നുണ്ട്. ഞാനിവിടെ ഇന്ത്യയിലും യൂസ് ചെയ്തിട്ടുണ്ട്. NRI. ഇപ്പം നമുക്ക് ദുബായിലാണ് ക്രെഡിറ്റ് കാർഡ് കാര്യങ്ങളൊക്കെ ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. ഇന്ത്യയിൽ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്നത്, ദുബായിലാണ് ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിനകത്ത് കുറേ ബെനിഫിറ്റ്സ് കിട്ടും. തീർച്ചയായിട്ടും ഞാൻ ആ ബെനിഫിറ്റ്സിന് വേണ്ടിയാണ് ഞാൻ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്നത്. റിവാർഡ് പോയിന്റ്സ്. ഇപ്പം ഞാൻ ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ടിട്ട് അതിന് അഗെയിൻസ്റ്റ് ആയിട്ടാണ് ഞാൻ ക്രെഡിറ്റ് കാർഡ് എടുത്തിരിക്കുന്നത്. ഓക്കെ, കാരണം എനിക്ക് അങ്ങനെ എടുത്താൽ മതി, പ്രശ്നമില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ആ ഒരു FD ഇടുമ്പോൾ ആ FDയുടെ ഇൻട്രസ്റ്റും കിട്ടുന്നുണ്ട്. അവിടെ നമുക്ക് ആ FDയുടെ ഇൻട്രസ്റ്റ് കിട്ടും. പിന്നെ ഈ ക്രെഡിറ്റ് കാർഡിൽ നമുക്ക് ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന കുറേ സാധനങ്ങളുണ്ട്. റിവാർഡ് പോയിൻറ്റ്സ്. നമ്മൾ ഇത്ര രൂപയ്ക്ക് ഇപ്പോൾ നമ്മൾ യാത്രകൾ നടത്തുമ്പോൾ സ്പെൻഡ് ചെയ്യുന്ന നന്നായിട്ട് ഈ സ്പെൻഡ് ചെയ്യുന്നത് ഇപ്പോൾ എൻ്റെ കയ്യിൽ ഞാൻ ഉപയോഗിക്കുന്നത് മാരിയറ്റ് ബോൺവോയുടെ ഒരു ക്രെഡിറ്റ് കാർഡാണ്. ഒരു വേൾഡ് മാരിയറ്റ് വിസ, അത് മാസ്റ്റർ വേൾഡ് എലൈറ്റ് അങ്ങനത്തെ പറയുന്ന സംഭവമുണ്ട്. അത് അത്യാവശ്യം എനിക്ക് തോന്നുന്നൊരു 20,000 റുപ്പീസ് അടുപ്പിച്ചങ്ങാണ്ട് ആനുവലി മെമ്പർഷിപ്പ് ഫീ ചാർജ് ചെയ്യുന്നുണ്ട് ബാങ്ക്. അതുകൊണ്ട് 15,000-20,000 വാങ്ങുന്നുണ്ട്. അപ്പോൾ എനിക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്, എനിക്ക് അൺലിമിറ്റഡ് വേൾഡ് വൈഡ് ലോഞ്ച് ആക്സസ് ഉണ്ട്. ഒരു ലോഞ്ചിൽ കയറണമെങ്കിൽ മിനിമം ഒരു $50 കൊടുക്കണം. അൺലിമിറ്റഡ് എന്ന് പറയുമ്പോൾ ഞാനൊരു 10 ലോഞ്ചിൽ കയറിയാൽ തന്നെ നമ്മുടെ കാർഡിൻ്റെ $500. അപ്പോൾ അത്ര 3 ലോഞ്ചിൽ കയറിയാൽ തന്നെ എനിക്കത് ലാഭമായി. ഞാൻ 10 അല്ല, ഞാൻ എവിടെയൊക്കെ ലോഞ്ച് കിട്ടും അവിടെ എല്ലാം ഞാൻ കയറാറുണ്ട്. അപ്പം അൺലിമിറ്റഡ് ലോഞ്ച് ആക്സസ് എന്ന് പറയുമ്പോൾ നമുക്കതാണ് അതിനകത്ത് മുതലാകുന്നത്. ഇന്ത്യയിൽ അൺലിമിറ്റഡ് ലോഞ്ച് ആക്സസ് കൊടുക്കുന്ന കാർഡ്സ് വളരെ കുറവാണ്. ഉണ്ടെങ്കിൽ തന്നെ അത് അത്ര പ്രീമിയം കാർഡുമായിരിക്കും. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് ഇപ്പം മാരിയറ്റ് ബോൺവോയ് കാർഡായതുകൊണ്ട് ഞാൻ മാരിയറ്റ് ഹോട്ടലിൽ നിൽക്കുകയാണെങ്കിൽ എനിക്ക് ഡബിൾ പോയിൻറ്റ്സ് കിട്ടും. ഇപ്പം എമിറേറ്റ്സിൻ്റെ കാർഡാണെങ്കിൽ എമിറേറ്റ്സിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുവാണെങ്കിൽ ഡബിൾ പോയിൻറ്റ്സ് കിട്ടും. ഇവിടെയുണ്ട് എയർ ഇന്ത്യയുടെ SBIയുടെ കാർഡുണ്ട്. അപ്പോൾ ആ കാർഡ് വെച്ചിട്ട് എയർ ഇന്ത്യയുടെ വെബ്സൈറ്റിൽ കൂടെ ടിക്കറ്റ് ബുക്ക് ചെയ്യുകയാണെങ്കിൽ എക്സ്ട്രാ പോയിൻറ്റ്സ് കിട്ടും. അതേപോലെ BPC ഇഷ്യൂ ചെയ്യുന്ന കാർഡുണ്ട്. അത് വെച്ച് ഭാരത് പെട്രോളത്തിൻ്റെ പമ്പിൽ നിന്ന് ഡീസൽ അടിക്കുകയാണെങ്കിൽ എക്സ്ട്രാ പോയിൻറ്റ്സ് കിട്ടും. എന്ന് പറയുന്ന പോലെ ഈ കാർഡിൽ പലതരത്തിലുള്ള കസ്റ്റമൈസേഷൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്പെൻഡിങ് എവിടെയാണോ അതനുസരിച്ചുള്ള കാർഡ് വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ റിവാർഡ് പോയിൻറ്റ്സ് കിട്ടും. ഇനി ഈ റിവാർഡ് പോയിൻറ്റ്സ് വെച്ചിട്ട് നമുക്ക് ഫ്രീ ആയിട്ട് താമസിക്കാൻ പറ്റും. ഒരു കാര്യം ആഡ് ചെയ്തോട്ടെ, പലരും ഇന്നത്തെ സുജിത്ത് പറഞ്ഞത് വളരെ വാലിഡ് ആയിട്ടുള്ള പോയിന്റാണ്. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കാർഡ്സ് ഉണ്ട്. ലൈഫ് സ്റ്റൈൽ കാർഡ്സ്, ഇല്ലെങ്കിൽ ട്രാവൽ കാർഡ്സ്. അപ്പം നമുക്ക് ചില ആൾക്കാരുടെ വിചാരമുണ്ട് നമുക്ക് ഏറ്റവും ടോപ്പ് മോസ്റ്റ് കാർഡ് അങ്ങ് വാങ്ങിയേക്കാൻ നോക്കാം. ആക്ച്വലി അതല്ല അതിന് വേണ്ടത്. യു ജസ്റ്റ് ഗോ ത്രൂ ദ ബാങ്ക് വെബ്സൈറ്റ്. നിങ്ങൾ ഏത് ബാങ്കാണോ നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് സെലക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ബാങ്കിൽ പോവുക, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കാർഡ്സ് നിങ്ങൾ നോക്കുക, വിച്ച് വൺ സൂട്ട്സ് യു ബെറ്റർ. ഫോർ എക്സാമ്പിൾ സുജിത്തിനെ സംബന്ധിച്ച് ട്രാവൽ ബേസ്ഡ് കാർഡ് ആയിരിക്കും മാക്സിമം യൂട്ടിലൈസേഷൻ. അതേസമയം ഫ്രീ ഗ്രോസറീസ് എങ്കിലും കിട്ടുന്ന ഒരു കാർഡ് വെച്ച് കഴിഞ്ഞാൽ സുജിത്തിനെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് എ മിയർ വേസ്റ്റ് എന്നാണ് ഞാൻ പറയുന്നത്. കാരണം സുജിത്തിനെ ആ ഫുൾ പർപ്പസ് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റത്തില്ല. അതെ. അപ്പോൾ ഇതിനകത്ത് ഞാൻ പറഞ്ഞു വന്നത്, അപ്പോൾ ഈ ഒരു ഓപ്ഷൻ ഇപ്പം എനിക്ക് എന്താണ്, എനിക്കൊരു 20,000 പോയിൻറ്റ്സ് റിഡീം ചെയ്യുവാണെങ്കിൽ എനിക്കൊരു ദിവസം മാരിയറ്റിൻ്റെ ഹോട്ടലിൽ ഫ്രീ ആയിട്ട് താമസിക്കാം. എന്ന് പറഞ്ഞാൽ ഏകദേശം 10,000 അല്ലെങ്കിൽ 15,000 വർത്ത് റൂം ആയിരിക്കും അത്. അപ്പോൾ എനിക്ക് അതവിടെ ആഡ് ഓൺ ആണ്. ഇതൊക്കെ നമുക്ക് എക്സ്ട്രാ വെറുതെ കിട്ടുന്ന സാധനങ്ങളാണ്. അത് മാത്രമല്ല, ഇപ്പോൾ കോ ബ്രാൻഡഡ് കാർഡ്സ് വരുമ്പോഴേക്കും നിങ്ങൾ ഒരു 2 or 3 days എടുക്കുമ്പോഴേക്കും ചിലപ്പോൾ ദേ വിൽ ഓഫർ യു 1 extra night like that. അങ്ങനെ. അതെ. പിന്നെ മാരിയറ്റിൻ്റെ കാർഡായതുകൊണ്ട് മാരിയറ്റിൻ്റെ ഹോട്ടലുകളിൽ ഞാൻ ചെല്ലുമ്പോൾ എനിക്ക് പ്രയോറിറ്റി. കാരണം ഞാൻ അവിടുത്തെ ടോപ്പ് മെമ്പറാണ്. ഞാനവിടെ താമസിച്ചിട്ടല്ല, കാർഡ് ഉള്ളതുകൊണ്ട് ഞാൻ ടോപ്പ് മെമ്പർ ആയതാണ്. അപ്പോൾ അവരെനിക്ക് ലേറ്റ് ചെക്കൗട്ട് തരും, ഫ്രീ ബ്രേക്ക്ഫാസ്റ്റ് തരും. അതൊക്കെ നമുക്ക് അഡീഷണലി കിട്ടുന്ന പേർക്സാണ്. അതൊന്നും ബാങ്ക് തരുന്നതല്ല, അത് നമ്മൾ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നതുകൊണ്ട് മാത്രം കിട്ടുന്ന സാധനങ്ങളാണ്. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമായ സാധനം, എൻ്റെ കാർഡിന് ട്രാവൽ ഇൻഷുറൻസ് ഉണ്ട്. എനിക്ക് വേറെ ഇൻഷുറൻസ് എടുക്കണ്ട. ഞാൻ എവിടെയെങ്കിലും പോയിട്ട് എനിക്ക് എന്തെങ്കിലും പറ്റിയാലോ, മെഡിക്കൽ പ്രോബ്ലംസ് ഉണ്ടായാലോ, എൻ്റെ ഫ്ലൈറ്റ് ഡിലേ ആയാലോ, എൻ്റെ ഫ്ലൈറ്റ് ക്യാൻസൽ ആയാലോ, ലഗേജ് മിസ്സായാലോ കാശ് കിട്ടും. ഇന്ത്യയിലുള്ള ട്രാവൽ ഇൻഷുറൻസ് കമ്പനികളെല്ലാം ഉഡായിപ്പാണ്. ഉഡായിപ്പ് എന്ന് പറഞ്ഞാൽ നമ്പർ 1 ഉഡായിപ്പുകളാണ് ഞാൻ പറയുന്നത്. കാരണം എനിക്കറിയാം, ഞാനിവിടെ കെയർ എന്ന് പറഞ്ഞൊരു ട്രാവൽ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട്. ഇതുപോലൊരു ലോക ഉഡായിപ്പ് ഇൻഷുറൻസ് കമ്പനി വേറെ ഇല്ല.
ഞാൻ കഴിഞ്ഞ 3 വർഷത്തോളമായിട്ട് എടുത്തിട്ടുള്ള. ഇവർ നമ്മൾ എന്തെങ്കിലും ഒരു സാധനം വന്ന് ക്ലെയിമിന് അങ്ങോട്ട് കൊടുക്കുമ്പോഴായിരിക്കും ഇവന്മാർ നാട്ടിലെല്ലാ സാധനങ്ങളൊക്കെ കൊണ്ടുവരാൻ പറയും. അല്ലെങ്കിൽ ഇപ്പം ഫ്ലൈറ്റ് ഡിലേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ സാധനം കൊടുക്കുക. അപ്പം മിനിമം 4 hours ഡിലേ ഉണ്ടാവണം എന്നുള്ളതാണ് ഒരു സ്റ്റാൻഡേർഡ് ഒരു ട്രാവൽ ഇൻഷുറൻസ് കമ്പനിയുടെ ഒരു പ്രോട്ടോക്കോൾ. ഇവന്മാരുടെ അടുത്ത് പോയി കഴിയുമ്പോഴത്തേക്കിനും ഇവന്മാർ ആ 4 hour ഡിലേ എന്നുള്ളത് ഇവർക്ക് ചിലപ്പം വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ഇവർ പറയുന്ന നൂലാമാലകൾ. 100 കൂട്ടം ഇത് ഇവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വരുമ്പോഴായിരിക്കും ഇതിനകത്ത് 100 കൂട്ടം പ്രശ്നങ്ങൾ വരുന്നത്. എനിക്ക് ഫ്ലൈറ്റ് ഡിലേ ആയ വകയിലും ട്രാവൽ എനിക്ക് കഴിഞ്ഞ 2 മാസത്തെ കരീബിയൻ യാത്രയിൽ എൻ്റെ 5 ഫ്ലൈറ്റ്സ് ഡിലേ ആവുകയും ക്യാൻസൽ ആവുകയും ചെയ്തു. ഇതിനകത്ത് 4 എണ്ണത്തിലും എനിക്ക് $500 വെച്ച് ക്ലെയിം കിട്ടി. നമ്മുടെ സൈക്ലോണിന്റെ സമയത്താണ് ഈ 4 എണ്ണത്തിൽ എനിക്ക് $500 വെച്ച് ക്ലെയിം കിട്ടി. ഒരെണ്ണം ക്ലെയിം റിജക്റ്റ് ചെയ്യാൻ കാരണം ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്ത് നിങ്ങളെ നേരത്തെ ഇൻഫോം ചെയ്തിരുന്നു, അത് നെക്സ്റ്റ് ഡേയിലേക്ക് അവർ തന്നെ മാറ്റി തന്നു. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് ക്ലെയിം തരാൻ പറ്റില്ല. ഓക്കെ, അക്സെപ്റ്റബിൾ. ബാക്കി 4 എണ്ണം ക്ലെയിം തന്നു. ഈ ക്ലെയിം എന്ന് പറയുന്നത് നമ്മൾ അപ്ലൈ ചെയ്തിട്ട് അപ്പോൾ അവർക്ക് കുറച്ച് സെറ്റ് ഓഫ് ഡോക്യുമെൻറ്റ്സ് ഉണ്ട്. ബോർഡിംഗ് പാസ് വേണം, പിന്നെ എയർലൈൻ്റെ ഭാഗത്തുനിന്നൊരു ലെറ്റർ വേണം, പിന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്തതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കാണിക്കണം, ടിക്കറ്റ് ഇൻവോയ്സും കൊടുക്കണം. ഈ 4 ഡോക്യുമെൻ്റ് മതി. ഇത് ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ ഒരാഴ്ചയ്ക്കുള്ളിൽ അക്കൗണ്ടിൽ പൈസ വരും. ഇവിടെയാണെങ്കിൽ 100 കൂട്ടവന്മാരിട്ട് നടത്തും. ഇവിടെയുള്ള എല്ലാ ഇൻഷുറൻസ് കമ്പനികളും, പ്രത്യേകിച്ച് ട്രാവൽ ഇൻഷുറൻസ് കമ്പനികളും മിക്കതും ഫ്രോഡുകളാണ്. മിക്കതും എനിക്ക് അനുഭവമുണ്ട്. ഭയങ്കര കഷ്ടമാണ്. ആ ആളുകളെ ചൂഷണം ചെയ്യുക. പ്രോപ്പറായിട്ടുള്ള റെഗുലേഷൻസ് ഇല്ലാത്തത് കൊണ്ട് ആളുകളെ ചൂഷണം ചെയ്യുകയാണ്. നമ്മൾ പലതരത്തിലുള്ള ഇൻഷുറൻസ് നമ്മൾ എടുക്കുന്നുണ്ടെങ്കിലും ഇതൊക്കെ എത്രത്തോളം ക്ലെയിംസ് കിട്ടുന്നുണ്ടെന്നുള്ളത് വലിയൊരു ഫാക്ടറാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് 10,000-15,000 കൊടുത്ത് ഒരു ക്രെഡിറ്റ് കാർഡ് എടുത്താലും അതിൽ നിങ്ങൾക്ക് മിനിമം ഒരു 3-4 ലക്ഷം രൂപ അത്യാവശ്യം നന്നായിട്ട് ഉപയോഗിക്കുന്ന ആൾക്ക് അതിനകത്തുനിന്ന് ലാഭമാണ്. അതാണ് ക്രെഡിറ്റ് കാർഡിൻ്റെ മറ്റൊരു ഗുണം ഞാൻ കണ്ടിട്ടുള്ളത്. ഇത് നിങ്ങൾ പറഞ്ഞത് വേറൊരു റോളിംഗ് കൺസെപ്റ്റ്. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞു. അതെ, നിങ്ങൾ പറഞ്ഞൊരു കൺസെപ്റ്റ്. ഇപ്പം എൻ്റെ രീതി അതായിരിക്കും, നിങ്ങൾ ഉപയോഗിക്കുന്നത് അങ്ങനെ ആയിരിക്കില്ല. നിങ്ങൾ വേറെ രീതിയിലായിരിക്കും ഉപയോഗിക്കുന്നത്, വേറൊരാൾ വേറെ രീതിയിലായിരിക്കും ഉപയോഗിക്കുന്നത്. ഇങ്ങനെ തന്നെ ചിന്തിച്ചിട്ട് കൂടി ഉണ്ടാവില്ല അയാൾ വേറെ എന്തെങ്കിലും രീതിയിലായിരിക്കും അയാൾ ഉപയോഗിക്കുക. അപ്പോൾ അങ്ങനെ ഓരോ ക്രെഡിറ്റ് കാർഡുകൾ തിരഞ്ഞെടുക്കുമ്പോഴും അത് നിങ്ങളുടെ റിക്വയർമെൻ്റ് അനുസരിച്ചിട്ട് നിങ്ങളുടെ ആ ഒരു ഇത് നോക്കിയിട്ട് ക്രെഡിറ്റ് കാർഡ് തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് അതാണ് വേറെ കിട്ടുക. നിങ്ങൾക്ക് ഇപ്പോൾ സുജിപ്പോൾ പറഞ്ഞ ക്രെഡിറ്റ് കാർഡ് കിട്ടാൻ കാരണം ബിക്കോസ് ഓഫ് ഹിസ് ബാങ്ക് ആൻഡ് ഹിസ് റിലേഷൻഷിപ്പ് വിത്ത് ദാറ്റ് പർട്ടിക്കുലർ ബാങ്ക്. ദാറ്റ് ഈസ് ഹൗ ബാങ്ക് കംസ് ഇൻ ടു പിക്ചർ. ഇത് അങ്ങനെ റിലേഷൻഷിപ്പ് വേണമെന്നൊന്നും ഇല്ലാന്ന് തോന്നുന്നു. അല്ല ഞാൻ പറഞ്ഞ ആ ബാങ്കിലൊരു ത്രൂ ബാങ്ക് മാത്രമേ നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് അത്രേ ഉള്ളൂ. ഈ ബാങ്കിൽ നിന്നും ലോൺ എടുക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണല്ലോ. പല ആൾക്കാരുടെയും ജീവിതം മുന്നോട്ട് പോകുന്നത് തന്നെ ബാങ്ക് ലോണിലാണ്. കാരണം ഒത്തിരി ആൾക്കാർക്ക് അവരുടെ സ്വപ്നങ്ങൾ നേടിയെടുക്കാനും അവരുടെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനും ഒക്കെ ബാങ്ക് ലോണുകൾ സഹായിക്കുന്നുണ്ട്. ബാങ്കിനെ സംബന്ധിച്ച് ബാങ്ക് ഡെപ്പോസിറ്റ് എടുക്കുന്നത് പോലെ തന്നെ ലോണും കൊടുക്കണം. അതാണല്ലോ അതിൻ്റെ ഒരു ബാങ്കിങ് രീതി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബാങ്ക് ലോൺ എടുക്കാനുള്ള ക്രൈറ്റീരിയാസ് എന്തൊക്കെയാണ്? അതേപോലെ തന്നെ ഈ ധാരാളം പുതിയ ലോൺ ആപ്പുകളൊക്കെ ഉണ്ടല്ലോ, കുറേ ട്രാപ്പൊക്കെ വരുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളിലേക്കൊക്കെ പോവാതെ ബാങ്കിൽ നിന്നും ലോൺ എടുക്കുന്നതുകൊണ്ടുള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? നമുക്ക് ആദ്യം തന്നെ എസ്പെഷ്യലി സുജിതൻ്റെ ചോദിച്ചില്ലായിരുന്നു പുതിയ ഓൺലൈൻ ലോൺ ആപ്പുകളൊക്കെ പറഞ്ഞത്. അവരൊക്കെ പരസ്യം കണ്ടിട്ടുണ്ടോ? 1% പലിശയ്ക്ക്, അല്ലെങ്കിൽ 0.5% പലിശയ്ക്ക്, 2% ഇല്ല 5% പലിശയ്ക്ക്, ആ രീതിയിലേക്കും പറയുന്നത്. നമ്മൾ അതിനകത്ത് അടിയിൽ കുറച്ചുകൂടെ മറ്റേ സൂക്ഷ്മദർശിനി അല്ലെങ്കിൽ ഒന്നുകൂടെ മൈക്രോസ്കോപ്പിക് ആയിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ കാണാം 1% എന്ന് പറയുന്നത് ഇല്ലെങ്കിൽ 2% എന്ന് പറയുന്നത് പെർ മന്ത് ആയിരിക്കും. അതായത് ബ്ലേഡുകാരുടെ ഓൺലൈൻ വേർഷൻ. അത് എക്സാക്ട് ആയിട്ട് പറഞ്ഞത്. കാരണം എല്ലാ ബാങ്കിലും ലോണിൻ്റെ ഇൻട്രസ്റ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? പെർ ആനമാണ്. സെയിം സാധനം തന്നെ നമുക്ക് പെർ മന്തും പറയാം. ഈ നമ്മൾ ബീങ് എ സൗണ്ട് എന്തൂസിയാസിസ്റ്റ് എൻ്റെ ഇതിലേക്ക് സൗണ്ടിൽ കുറച്ച് താല്പര്യമുള്ളതുകൊണ്ട് ഞാൻ പറയാമല്ലോ. നമ്മൾ ഈ PMPO അതിൻ്റെ RMS ഇല്ലേ സൗണ്ടിൽ പറയുമല്ലോ, റൂട്ട് മീൻ സ്ക്വയറും PMPയും 600 വാട്ട് RMPO എന്നൊക്കെ പറയുമ്പം ഔട്ട്പുട്ട് എന്നൊക്കെ പറയുമ്പോഴേക്കും, പക്ഷേ പ്രോപ്പർ ഔട്ട്പുട്ട് എത്ര ഉണ്ടാകുമോ ഇല്ലല്ലോ. PMPO എന്ന് പറയുമ്പോൾ പീക്ക് മ്യൂസിക് പവർ ഔട്ട് അത്രയാണ് വരുന്നത്. വെച്ചാൽ മാക്സിമം വൺസിൻ്റെ പോയിന്റ് ഓഫ് ടൈമിൽ മാക്സിമം ഇത്ര വരെ കിട്ടും. ഡസൻ മീൻസ് ഇത്ര ഔട്ട്പുട്ട് കിട്ടുന്നില്ല. അതിൻ്റെ റൂട്ട് മീൻ സ്ക്വയർ അല്ലെങ്കിൽ അതിൻ്റെ റൂട്ട് മീൻ സ്ക്വയർ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ 30 അല്ലെങ്കിൽ 20 25 എത്ര ഉണ്ടാവും, അതായിരിക്കും മാക്സിമം ഔട്ട്പുട്ട് കിട്ടുക. എന്ന് പറഞ്ഞ പോലെ തന്നെ 1% ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ 2% ഇൻട്രസ്റ്റ് വരുമ്പോൾ ആൾക്കാർ എന്ത് ചെയ്യും? 2% ഇൻട്രസ്റ്റേ ഉള്ളൂ. പക്ഷേ അത് പെർ മന്താണോ പെർ ആനമാണോ എന്ന് പറയുന്നത്. ഒരു ബാങ്കുകളും റിസർവ് ബാങ്കിൻ്റെ അണ്ടറിൽ രജിസ്റ്റർ ചെയ്യുന്ന ഒരു ബാങ്കുകളും പെർ മന്ത് ഇൻട്രസ്റ്റ് പറയത്തില്ല, പെർ ആനം ഇൻട്രസ്റ്റേ പറയത്തുള്ളൂ.
ഫസ്റ്റ് തിങ്. ഓക്കെ. സെക്കൻഡ് തിങ്, ഈ ലോൺ മെയിനായിട്ട് നോക്കേണ്ട കാര്യങ്ങൾ 2 ടൈപ്പ് ഓഫ് ലോൺ ഉണ്ട്. ഡിമിനിഷിങ്ങും ഉണ്ടാവും, ഇല്ലെങ്കിൽ നോർമൽ ഇതായിട്ടുള്ള ഉണ്ടാവും. ഈ ഡിമിനിഷിങ് ഹോം ലോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോം ലോൺ ഡിമിനിഷിങ് ലോൺ എന്ന് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു പർട്ടിക്കുലർ എമൗണ്ട് എടുത്തു, 1,00,000 രൂപ എടുത്തു. നമ്മൾ എവരും വന്ന് അതിൻ്റെ ഇൻട്രസ്റ്റ് അടയ്ക്കുമല്ലോ, പൈസ അടയ്ക്കുമല്ലോ, ഇൻട്രസ്റ്റ് അടയ്ക്കും. ആ ഇൻട്രസ്റ്റ് അടയ്ക്കുമ്പോൾ ചെറിയൊരു പോർഷൻ ഇൻട്രസ്റ്റിലേക്കും പോകും, ചെറിയൊരു പോർഷൻ പ്രിൻസിപ്പലിലേക്കും പോകും. പ്രിൻസിപ്പലിലേക്ക് പോകുന്ന എമൗണ്ട് അതനുസരിച്ച് കുറഞ്ഞ് വരികയെന്നിരിക്കട്ടെ. ദാറ്റ് ഈസ് കോൾഡ് ഡിമിനിഷിങ് എമൗണ്ട്. സെക്കൻഡ് ടൈപ്പ് എന്ന് പറയുന്നത് ഫ്ലാറ്റ് എന്ന് പറയും. വാട്ട് എവർ മേ ബി ദ പേയ്മെൻറ്റ് ചെയ്തെന്നിരിക്കട്ടെ, ഫ്ലാറ്റ് റേറ്റ് ആയിരിക്കും. EMI ഒക്കെ വരില്ലേ, അതൊക്കെ ഫ്ലാറ്റ് റേറ്റാണ്. നിങ്ങൾ എത്ര അടച്ചാലും ലൈറ്റ് അവ പ്രിൻസിപ്പലേക്ക് ഇൻട്രസ്റ്റിലേക്കും പോയാലും 1-ാം മാസം അടയ്ക്കേണ്ടത് തന്നെ 30 മാസം ഇല്ല 60 മാസം എത്രയാണ് നിങ്ങൾ 10 ഇയർ എടുത്തിരിക്കുന്നത് ആ ടൈം പീരീഡിലേക്ക് അടയ്ക്കണം. കുറഞ്ഞു വരത്തില്ല. ദാറ്റ് ഈസ് കോൾഡ് ഫ്ലാറ്റ് റേറ്റ്. അങ്ങനെയും കസ്റ്റമേഴ്സ് ശ്രദ്ധിക്കാൻ പറ്റും. നമുക്ക് ഡിമിനിഷിങ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിലുള്ള പ്രൊഡക്റ്റുകളായിരിക്കും കസ്റ്റമർക്ക് ഏറ്റവും കൺവീനിയൻറ്റ്. ഡിമിനിഷിങ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ കൊടുക്കുന്ന അതും എല്ലാ ലോണും ഡിമിനിഷിങ് റേറ്റിലായിരിക്കില്ല എല്ലാ ബാങ്കുകളും കൊടുക്കുന്നത്. ഹോം ലോണൊക്കെ ഡിമിനിഷിങ് റേറ്റിലായിരിക്കും കൊടുക്കുന്നുണ്ട്. അതേസമയം അൺസെക്യൂർഡ് ആയിട്ടുള്ള പേഴ്സണൽ ലോൺ പോലെയൊക്കെ ഒരിക്കലും ഡിമിനിഷിങ് റേറ്റിൽ കൊടുക്കാൻ പറ്റില്ല ബാങ്കിനെ സംബന്ധിച്ചുള്ളൂ. പക്ഷേ കാരണം അവരൊരു ഇതില്ല, റിസ്ക് എടുത്താണ് വരുന്നത്. സോ ഒബ്വിയസ്ലി ഇറ്റ് വിൽ ബി ഫ്ലാറ്റ് റേറ്റ്. ആ റേറ്റിലേക്ക് ഇൻട്രസ്റ്റ് വരുന്നത്. ഓക്കെ. അതാണ് ഫസ്റ്റ് പാർട്ട്. സെക്കൻഡ് പാർട്ട്, ആർക്കൊക്കെ ലോൺ കിട്ടും ഇല്ലെങ്കിൽ ആർക്കൊക്കെ എല്ലാവരും ചോദിച്ചു കഴിഞ്ഞാൽ അക്കൗണ്ട് എടുത്ത് കഴിയുമ്പോൾ തന്നെ നോർമലി എല്ലാവരും ആദ്യം ബാങ്കിൽ ചെന്ന് ചോദിക്കുന്നത് നോർമൽ ജനറേറ്റ് സാറേ ഞങ്ങൾക്കൊക്കെ ലോൺ തരുമോ, ഞങ്ങൾക്ക് വീടിനൊക്കെ ലോൺ തരുമോ. സാധാരണ നോർമലി എല്ലാവരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യാണ്. എല്ലാവർക്കും ലോൺ കിട്ടും, പ്രൊവൈഡഡ് ഫീസ് ഹാവിങ് ഇനഫ് സഫിഷ്യൻറ്റ് ഇൻകം പ്രൂഫ് ഇല്ലെങ്കിൽ അദ്ദേഹത്തിനുള്ള അത്. കാരണം ലോൺ റീപേയിങ് കപ്പാസിറ്റി എന്നുണ്ടല്ലോ. നമുക്ക് ലോൺ പെട്ടെന്ന് ഒരാൾക്ക് എടുക്കാം. അയാളെ സംബന്ധിച്ചോളം ബാങ്ക് സംബന്ധിച്ച് നോക്കുന്നത് എന്താണെന്നറിയാം, അയാൾക്ക് സുജിത്തിലേക്ക് ശേഖറിന് 1 രൂപയിലോ 1,00,000 രൂപ ലോൺ തന്നാൽ വെദർ ഹീ ഹാസ് ദ റീകേപ്പബിലിറ്റി ടു റീപേ ബാക്ക് ദ ലോൺ. ഞാൻ ശേഖരന് കൊടുത്ത 1,00,000 രൂപ ശേഖരന് തിരിച്ച് ബാങ്കിന് അടയ്ക്കാനുള്ള എന്തെങ്കിലും വരുമാന സ്രോതസ് ശേഖരനുണ്ടോ, ഉണ്ടെങ്കിൽ ബാങ്ക് ഈസ് റെഡി ടു ഗീവ് ദ ലോൺ. ഇല്ലെങ്കിൽ ബാങ്ക് അതിന് കുറേ ക്രൈറ്റീരിയ കുറേ കാര്യങ്ങൾ നോക്കും, ചെക്ക് ചെയ്യും. അങ്ങനെ ചെക്കിട്ട് സാറ്റിസ്ഫാക്ടറി അല്ലാത്ത ഒരാൾക്ക് ബാങ്കിന് കൊടുത്തു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി അത് കിട്ടാക്കടം ഇല്ലെങ്കിൽ NPA എന്ന് പറയും, നോൺ പെർഫോമിംഗ് അസറ്റ് എന്ന് പറയും, NPAയിലേക്ക് മാറും. അത് ബാങ്ക് ഏതെങ്കിലും ഒരു ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം NPA നെഗറ്റീവാണ്. അത് ഏറ്റവും കുറയ്ക്കാനാണ് ബാങ്ക് നോക്കുന്നത് എല്ലാ ബാങ്കിൻ്റെ. കാരണം ബാങ്കിൻ്റെ പ്രോഫിറ്റബിലിറ്റി ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. റിസർവ് ബാങ്ക് എപ്പോഴും NPA കുറയ്ക്കാനാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും എല്ലാ ബാങ്ക് എന്താ നോക്കുന്നത്, റിസ്ക് ഫാക്ടർ അവോയ്ഡ് ചെയ്തേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ എത്ര ലോൺ കിട്ടും, അത് മൂന്നാമതൊരു ചോദ്യം വരും. അതിനകത്താണ് ഫൊയറിൻ്റെ വരുന്നത്. ഇപ്പോൾ കസ്റ്റമേഴ്സെ ഫോർ എക്സാമ്പിൾ സുജിത്തിന് 100 രൂപ വരുമാനം ഉണ്ടെന്നിരിക്കട്ടെ. സുജിത്തിന് ഇൻ ടോട്ടൽ എല്ലാ പല ലോൺ ഉണ്ടാവും. ഹോം ലോൺ ഉണ്ടാവും, പേഴ്സണൽ ലോൺ ഉണ്ടാവും, വെഹിക്കിൾ ലോൺ ഉണ്ടാവും. എല്ലാ ലോണും പുട്ട് ടുഗദർ സുജിത്തിന് ഓരോ മാസം മന്ത്ലി അടവ് വരുമല്ലോ, അത് 60 രൂപ വരെ ആകാൻ പാടുള്ളൂ. 60 രൂപയ്ക്ക് മുകളിലായി കഴിഞ്ഞാൽ ലോൺ കിട്ടത്തില്ല, പർട്ടിക്കുലർ എമൗണ്ട് കിട്ടത്തില്ല. എന്ന് വെച്ചാൽ കാരണം അത് റിസർവ് ബാങ്ക് വെച്ചിരിക്കുന്ന നിയമമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 40 രൂപ എന്താ വെച്ചിരിക്കുന്നത് അറിയോ, ആ 40 രൂപ നിങ്ങൾക്ക് കഴിഞ്ഞുകൂടണ്ടേ ഒരു മാസം. ഈ ലോൺ മാത്രം അടച്ചാൽ മാത്രം മതിയല്ലോ, ഒരാൾ ജീവിക്കണ്ടേ. അതിന് വേണ്ടി വെച്ചിരിക്കുന്ന എമൗണ്ടാണ് പർട്ടിക്കുലർ റിമൈനിങ് എമൗണ്ട്. ആ മിനിമം എമൗണ്ട് ഉള്ള ഒരാൾ അത്രയും എമൗണ്ടിനുള്ള ലെവലിലുള്ള ലോണേ ഒരാൾക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ അതനുസരിച്ചേക്കും ചിലക്ക് ഹൈ എമൗണ്ട് ലോൺ കിട്ടും, ചിലക്ക് ലോ എമൗണ്ട് ലോൺ കിട്ടും. ഇല്ലെങ്കിൽ ചില ആൾക്കാർ ലോൺ പറയും, നിങ്ങൾക്ക് ലോൺ ചോദിച്ചു കഴിഞ്ഞാൽ പറയും നിങ്ങൾക്ക് ഇന്നൊരു ലോൺ ഉണ്ട് അത് ക്ലോസ് ചെയ്തിട്ടോ, അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഹയർ എമൗണ്ട് ലോണായിട്ട് കിട്ടുന്നൊക്കെ പല കസ്റ്റമേഴ്സിൻ്റെ പല ആൾക്കാരൊക്കെ പറയുന്നത്. ഒരിക്കലും ഒരു ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ലോൺ തരാൻ മടിയുണ്ടാകുക എന്ന് നിങ്ങൾ ചിന്തിക്കാൻ പാടില്ല. കാരണം ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ലോൺ കൊടുക്കാന്നുള്ള കാരണം ഏറ്റവും കൂടുതൽ ബീങ് എ ബാങ്കർ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ പ്രഷറുള്ള ബാങ്കിന് ലോൺ കൊടുക്കുന്നതാണ് നമ്മുടെ മോഡി എന്നുള്ള ആൾക്കാർ പറയുന്നത്. നമ്മൾ ലോൺ കൊടുക്കാൻ നമ്മൾ റെഡിയാണ്. സോ പ്രൊവൈഡഡ് കസ്റ്റമർ ആ ക്രൈറ്റീരിയയോടെ നമ്മൾ നോക്കിയാൽ മാത്രമേ നമുക്ക് തരാൻ പറ്റത്തുള്ളൂ. അതാണ്. അതായത് നിങ്ങൾ ആളുകളുടെ കയ്യിൽ നിന്ന് ഡെപ്പോസിറ്റ് വാങ്ങിച്ച് ബാങ്കിൽ ഇട്ടിട്ട് ആ ഡെപ്പോസിറ്റ് നിങ്ങളൊരു ഇൻട്രസ്റ്റ് കൊടുക്കുന്നു. ഫോർ എക്സാമ്പിൾ 5% കൊടുക്കുന്നു. ആ പൈസ എടുത്ത് നിങ്ങൾ ലോണിന് കൊടുത്തിട്ട് 8% ഇൻട്രസ്റ്റ് വാങ്ങിക്കുന്നു, അല്ല 10% ഇൻട്രസ്റ്റ് വാങ്ങിക്കുന്നു, അല്ലേ? ബേസിക്കലി അതല്ലേ ശരിക്കും ബാങ്കിൽ അടക്കുന്ന ഒരു പരിധി. അതെ, അങ്ങനെ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഇപ്പോൾ നിങ്ങൾ കാര്യം മനസ്സിലാക്കണം. ഇപ്പോൾ സുജിത്തിന് ഞാൻ 5 രൂപ വാങ്ങിച്ചിട്ട് അത് ലോൺ കൊടുത്ത് ആ പൈസ ആ ഡിഫറൻസിനാണ് സുജിത്ത് പറഞ്ഞത്. ഈ പൈസ സേഫായിട്ട് കീപ്പ് ചെയ്യുന്ന സ്ഥലം, അതിന് സെക്യൂരിറ്റി, ഇലക്ട്രിസിറ്റി, ഞാൻ പറഞ്ഞതിന് കുറേ അധികം കാര്യങ്ങൾ. അപ്പോൾ അതിനൊക്കെ ബാങ്കിന് കുറച്ച് കോസ്റ്റ് ഇൻവോൾവ് ആണ്. ആ കോസ്റ്റ് മാത്രം കവർ അപ്പ് ചെയ്താൽ പോരാ, ഫോർ ചാരിറ്റി ഓൾസോ. അതെ, പ്രോഫിറ്റ് ഉണ്ടാവണം. അങ്ങനെയുള്ള പല സംഭവങ്ങളും നിൽക്കും. നമ്മൾ ക്രെഡിറ്റ് കാർഡിൻ്റെ കാര്യം പറഞ്ഞു, ലോണിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ ഈ ക്രെഡിറ്റ് കാർഡ് എടുത്താലും ലോൺ എടുത്താലും എന്തെടുത്താലും ഈ എടുത്ത പൈസ തിരിച്ചു കൊടുക്കണമല്ലോ. അപ്പോൾ തിരിച്ചു കൊടുത്തില്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് നമ്മുടെ സിവിൽ സ്കോറിനെ ബാധിക്കുന്നു. പിന്നെ നമുക്ക് പിന്നീട് ഫ്യൂച്ചറിൽ ലോൺ കിട്ടാതാവുന്നു. അതല്ലാതെ
എങ്ങനെയാണ് ബാങ്കിന് ഒരു പൈസ റിക്കവർ ചെയ്യാൻ? ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു 10-50 കോടി രൂപ മുടക്കി ലോൺ എടുത്ത ഒരാൾ ഈ 50 കോടി രൂപ തിരിച്ചു തരുന്നില്ല. 50 കോടി ആണെങ്കിലും 1 ലക്ഷം ആണെങ്കിലും ബാങ്കിൻ്റെ പൈസയല്ലേ. തിരിച്ചു പിടിക്കാൻ ബാങ്കിൻ്റെ നെക്സ്റ്റ് വഴികൾ എന്തൊക്കെയാണ്? ഇങ്ങനെ ഒരു പർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈം പീരീഡിൽ നമ്മൾ ലോൺ എടുത്തത് അത് ആ പർട്ടിക്കുലർ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് അല്ലെങ്കിൽ പേയ്മെൻറ്റ്സ് വന്നില്ല എന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ഡിക്ലെയർഡ് ആസ് എ NPA, നോൺ പെർഫോമിംഗ് അസറ്റായിട്ട് ബാങ്കിൽ ഡിക്ലെയർ ചെയ്യും. നോൺ പെർഫോമിംഗ് അസറ്റായി ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ദ ബ്രാഞ്ച് വിൽ ഇമീഡിയറ്റ്ലി അതിന് കുറേ ലീഗൽ പ്രൊസീജിയേഴ്സ് ഉണ്ട്. വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കസ്റ്റമറിൻ്റെ നിന്ന് ഹൗ ദേ ക്യാൻ ടേക്ക് ഇറ്റ് ബാക്ക്. നമുക്ക് കൊടുത്ത എമൗണ്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിലും ആ കസ്റ്റമറിൻ്റെ സാങ്കമജംഗ വസ്തുക്കൾ എന്നൊക്കെ പറയില്ലേ, ലൈക്ക് ദാറ്റ് അതിൽ നിന്ന് എഴുതിയെന്നെങ്കിലും ഹൗ വി ക്യാൻ ടേക്ക് ബാക്ക് ദ പർട്ടിക്കുലർ എമൗണ്ട് എന്നുള്ള രീതിയിലൊക്കെ ബാങ്ക് നോക്കും. അതിലാണ് ചിലപ്പോൾ അറ്റാച്ച്മെൻറ്റ് ഓഫ് പ്രോപ്പർട്ടീസ് ഉണ്ടാവും. അറ്റാച്ച്മെൻറ്റ് ഓഫ് ഇപ്പോൾ പുള്ളിക്ക് എന്തെങ്കിലും ജോലി ലോൺ അങ്ങനെ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ കമ്മ്യൂണിറ്റി സർവീസ് അറ്റാച്ച് ചെയ്യുമായിരിക്കും. വെഹിക്കിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അറ്റാച്ച് ചെയ്യുമായിരിക്കും. ആ പല ഡിഫറെൻറ്റ് രീതിയിലാണെങ്കിൽ പോലും ആ കസ്റ്റമറിൻ്റെ ബ്രാഞ്ചിനെ സംബന്ധിച്ചോളം ഇറ്റ് ഷുഡ് നോട്ട് ബി എ ലോസ്. അപ്പോൾ അങ്ങനെ അറ്റാച്ച് ചെയ്തിട്ട് അത് ഓപ്ഷൻ വെക്കും. ആ ഓപ്ഷൻ വെച്ചിട്ട് പർച്ചേസ് ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ട് ദേ വിൽ ടേക്ക് ബാക്ക് ദ എമൗണ്ട്. അതിൽ നിന്ന് ആ ഓപ്ഷൻ വെച്ചിട്ട് അതിൽ കുറച്ച് അഡീഷണൽ എമൗണ്ട് കിട്ടി. ഫോർ എക്സാമ്പിൾ എക്സ് എന്ന് പറഞ്ഞ പേഴ്സൺ 100 രൂപ കൊടുക്കാറുണ്ട്, പുള്ളി കൊടുക്കുന്നതില്ല. അവർ എക്സിൻ്റെ ഒരു പ്രോപ്പർട്ടി അറ്റാച്ച് ചെയ്തു, അതിന് 150 രൂപ വാല്യൂ എന്ന് ഓപ്ഷൻ വെച്ചപ്പോൾ 150 രൂപ വാല്യൂ എന്ന് ഇരിക്കട്ടെ, ബാങ്ക് ആ 150 രൂപ എടുക്കില്ല. ആ 100 രൂപ എത്രയാണ് പുള്ളി തരാനുള്ളത്, ആ 100 രൂപ എടുത്തിട്ട് ആ ലോൺ ക്ലോസ് ചെയ്യും. എക്സ്ട്രാ ആയിട്ട് 50 രൂപ എക്സ് എന്ന് പറഞ്ഞ് തിരിച്ചു കൊടുക്കും. നിങ്ങളുടെ പൈസ 50 രൂപ വെച്ചൊന്ന് തിരിച്ചു കൊടുക്കും. അത്രയ്ക്ക് ട്രാൻസ്പാരൻ്റ് ആണ് ബാങ്കിങ് സിസ്റ്റം. ഓക്കെ, അപ്പോൾ അയാൾക്ക് അതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ബാങ്കിന് നഷ്ടം അല്ലേ? അയാൾ പ്രായ ബാങ്കിന് പോയി. അവിടെയാണ് ഞാൻ കാര്യം പറഞ്ഞത്. അവിടെയാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു വ്യക്തിക്ക് ഒരിക്കലും ഒബ്വിയസ്ലി അല്ല സംഭവിക്കാമല്ലോ, ക്യാൻ ഹാപ്പൻ. ഇറ്റ് ക്യാൻ ഹാപ്പൻ. പക്ഷെ അങ്ങനെയുള്ള അവസ്ഥയിൽ ബാങ്കിനെ രക്ഷിക്കാൻ RBI വരുമോ? നമ്മൾ ഈ കൺസ്യൂമറിന് ഡെപ്പോസിറ്റിന് 5 ലക്ഷം രൂപ തരുമെന്ന് പറയുന്ന പോലെ അങ്ങനെയുള്ള അവസ്ഥയിൽ ബാങ്കിനെ രക്ഷിക്കാൻ RBI വരുമോ? അങ്ങനത്തെ കേസിൽ ഇപ്പോൾ ഇതിനകത്ത് ഒരു കോമഡി ഉണ്ട്. ഇപ്പോൾ പല ആൾക്കാരും പറയാറുണ്ട് ഇപ്പോൾ കുറേ ലോണുകൾ എഴുതി തള്ളി എന്ന് പറഞ്ഞിട്ടുണ്ട്. ആക്ച്വലി ആ എഴുതി തള്ളി എന്ന് വെച്ചാൽ നമ്മുടെ ഒരു പ്രോപ്പർ ഒരു ഇംഗ്ലീഷ് വേർഡിനെ അതേ രീതിയിൽ തർജ്ജമ ചെയ്യുമ്പോഴാണ് റിട്ടേൺ ഓഫ് എന്ന് പറഞ്ഞൊരു ബാങ്കിൻ്റെ ഒരു ടേമുണ്ട്. റിട്ടേൺ ഓഫ് നമ്മൾ മലയാളം കഴിച്ച് കഴിഞ്ഞാൽ എഴുതി തള്ളി അത്രേ ഉള്ളൂ. ബട്ട് ഈ റിട്ടേൺ ഓഫ് എന്ന് പറയുന്ന സാധനം എന്താണെന്നറിയാമോ? ഈ ടെക്നിക്കൽ റിട്ടേൺ ഓഫ് എന്ന് പറയും. ടെക്നിക്കൽ റിട്ടേൺ ഓഫ് ആകുന്നതാണ് NPA ആക്കുന്നത്. NPA ആക്കുന്ന സ്ഥലം ബാങ്ക് ആ ലോൺ എഴുതി തള്ളി എന്നല്ല പറഞ്ഞത്. വേവർ ഓഫ് ലോൺ എന്ന് പറയുമ്പോഴാണ് ആ ലോൺ വേവ് ചെയ്തത്. റിട്ടേൺ ഓഫ് ഡസൻ മീൻ ദാറ്റ് ആ ബ്രാഞ്ച് ലോൺ എഴുതി തള്ളിയത്. ഇന്ത്യൻ ബാങ്കിന് ചരിത്രത്തിൽ ഇതുവരെ ബാങ്ക് ഒരു ലോൺ എഴുതി തള്ളിയിട്ടില്ല. അത് NPA കിടക്കത്തേ ഉള്ളൂ. ഇപ്പോഴും NPA കിടക്കുന്ന ലോൺസ് ഉണ്ടെങ്കിൽ കിട്ടാത്ത കടകൾ NPA തന്നെ കിടക്കും. അത് കിട്ടാ കടമായിട്ട് തന്നെ കിടക്കുന്നുണ്ട് ഇപ്പോഴും പല ബാങ്കുകൾക്കും. അത് എഴുതി തള്ളിയിട്ടില്ല. അവർ റിക്കവർ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ റിക്കവർ ചെയ്യും. ഇവിടെ പല ഫേമസ് ബാങ്കേഴ്സും ഇതുപോലെ ലോൺ എടുത്തിട്ട് എബ്രോഡ് പോയി ചെയ്തിട്ടുണ്ട്. ഇപ്പോഴത്തെ ഇന്ത്യൻ ഗവൺമെൻറ് കുറേ അവർ ആ പർട്ടിക്കുലർ ബാങ്കിൻ്റെ ഇത് പുള്ളിയുടെ പ്രോപ്പർട്ടിയും പുള്ളിയുടെ വാഹനങ്ങളും അറ്റാച്ച് ചെയ്തു. പുള്ളി അവിടെ നിന്ന് പറയുന്നത് അറിയോ, ഞാൻ എടുത്ത ലോണിനേക്കാളും കൂടുതലായി നിങ്ങൾ അറ്റാച്ച് ചെയ്ത് സാധനം ചെയ്യും, ഇനിയെങ്കിലും എന്നെ വെറുതെ വിട്ടുകൂടുമെന്ന് പുള്ളി കരയുന്നുണ്ട്. നോട്ട് സെയിങ് പർട്ടിക്കുലർ അറിയാം, നമുക്കറിയാം, നമ്മൾ പത്രമൊക്കെ വായിക്കുന്നുണ്ടല്ലോ, ഞാൻ പേര് എടുത്ത് പറയുന്നില്ല. ബട്ട് നൗ ഹി ഈസ് ക്രൈയിങ് ലൈക്ക് ദാറ്റ്. ഒബ്വിയസ്ലി ബാങ്കിന് A ഇല്ലെങ്കിൽ B ഇല്ലെങ്കിൽ C എന്ന് പറഞ്ഞാൽ പ്ലാൻ A പ്ലാൻ B പ്ലാൻ C എന്നില്ലേ? ഒബ്വിയസ്ലി പ്ലാൻ A ഇല്ലെങ്കിൽ പ്ലാൻ B ഇല്ലെങ്കിൽ പ്ലാൻ C, അങ്ങനെ പല പ്ലാൻസ് ഉണ്ടാവും. ലൈക്ക് ദാറ്റ് ദേ വിൽ ഡു ഇറ്റ്. അതേസമയം ഒന്നും കിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് NPA ആയിട്ട് തന്നെ കിടക്കത്തേ ഉള്ളൂ, കിട്ടാക്കടമായിട്ട് കിടക്കത്തേ ഉള്ളൂ. അത് ഒബ്വിയസ്ലി ബാങ്കിൻ്റെ പ്രോഫിറ്റബിലിറ്റിയെ ബാധിക്കുകയും ചെയ്യും. അത് RBI അതിനകത്ത് അഡീഷണൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ലോൺ കൊടുത്തതല്ലേ, എന്നാൽ നിങ്ങളെ സഹായിക്കാന്ന് പറഞ്ഞാൽ, കാരണം ഇറ്റ്സ് ബാങ്കിൻ്റെ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ബാങ്കിൻ്റെ ഉത്തരവാദിത്തത്തിൽ കൊടുത്ത ലോണാണ്. സോ ദേ ആർ റെസ്പോൺസിബിൾ ഫോർ ദ സെയിം. RBI ഇസ് നോട്ട് റെസ്പോൺസിബിൾ ഫോർ ദ സെയിം. ഈ സെറ്റിൽമെന്റ് എന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നത് എന്താണ് ബേസിക്കലി? അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ, ഫോർ എക്സാമ്പിൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ക്രെഡിറ്റ് കാർഡ് സെറ്റിൽമെൻറ്റ്, ലോൺ സെറ്റിൽമെൻറ്റ് ഒക്കെ പർട്ടിക്കുലർ പേഴ്സൺ, ഇപ്പോൾ പേഴ്സൺ എന്ന് പറഞ്ഞാൽ ഒരു ലോൺ എടുത്തു, അൺഫോർച്ചുനേറ്റ് ആയിട്ട് പുള്ളിക്ക് ആ സാധനം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല, ഈ ഡീപ്പ് ലോസ്, പുള്ളി ലോൺ അടയ്ക്കാൻ പറ്റുന്നില്ല, പുള്ളിക്ക് പ്രോപ്പറായിട്ട് EMIs അടയ്ക്കാൻ പറ്റുന്നില്ല. ബട്ട് സ്റ്റിൽ ബാങ്ക് പുള്ളിയെ കോൺടാക്ട് ചെയ്യും. എന്താ പുള്ളി പറയും, ബട്ട് ഹീ സ്റ്റിൽ റെഡി ടു പേ എ പർട്ടിക്കുലർ എമൗണ്ട്. പുള്ളിക്ക് ഫുൾ എമൗണ്ട് ചെയ്യാൻ പറ്റിയെങ്കിലും അല്ലെങ്കിൽ പുള്ളിയും ആസ് എ എന്താ പറയുക ട്രൂ സിറ്റിസൺ ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ആസ് എ പേഴ്സൺ ഹു സപ്പോർട്ടഡ് ദ ബാങ്ക്, ഈ പുള്ളിക്ക് ബാങ്കിൻ്റെ അടുത്തൊരു കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാവുമല്ലോ, പുള്ളി ഈസ് റെഡി ടു പേ ബാക്ക് എ പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് മണി വിച്ച് ഈസ് അവൈലബിൾ വിത്ത് ഹിം. അങ്ങനെ വരുമ്പോഴേക്കും ഒബ്വിയസ്ലി ബാങ്ക് വിൽ കൺസിഡർ ഹിംസ് റിക്വസ്റ്റ് ഓൾസോ. സോ ദാറ്റ് ഒരു വൺ ടൈം സെറ്റിൽമെൻറ്റ് എന്നുള്ള രീതിയിൽ, ഫോർ എക്സാമ്പിൾ ഒരാൾക്കൊരു എക്സ് എമൗണ്ട് എടുത്തിട്ട് X+Y+Z ആണ് പുള്ളിയുടെ ടോട്ടൽ ഇൻട്രസ്റ്റ് വന്നിരിക്കട്ടെ, ടോട്ടൽ എമൗണ്ട് അടയ്ക്കേണ്ടതെന്നിരിക്കട്ടെ, ബാങ്ക് വിൽ ആ X+Y+Z ഐസഡ് കട്ട് ചെയ്തിട്ട് യു ഡു വൺ തിങ്, യു എക്സ് എടുത്തു, X+Y നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യും, യു വിൽ സെറ്റിൽ ഇറ്റ്. അപ്പോൾ എന്താ പറയുന്നത്, ബ്രാഞ്ചിനെ സംബന്ധിച്ചോളം ഇറ്റ്സ് എ വിൻ-വിൻ സിറ്റുവേഷൻ ഫോർ ബോത്ത് ദ പേഴ്സൺ. ബാങ്കിനെ സംബന്ധിച്ചോളം ഒന്നും കിട്ടാതിരിക്കുന്ന അവസ്ഥയില്ല, ദേ വിൽ ഗെറ്റ് സംതിങ്. അതേസമയം കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഒന്നും അടയ്ക്കാൻ പറ്റാത്ത അവസ്ഥയില്ല, NPA ആകത്തില്ല,
ലോൺ വിൽ ബി സെറ്റിൽഡ് ഓൾസോ. പക്ഷെ അങ്ങനെ സെറ്റിൽമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ കസ്റ്റമറിന് പിന്നെ ലോൺ കിട്ടില്ലല്ലോ. ലോൺ കിട്ടാൻ പാടാണ്, ബുദ്ധിമുട്ടാണ്. കാരണം അയാളുടെ സിബിൽ സ്കോർ ഓൾറെഡി അഫക്ട് ചെയ്തു, NPA ആവുന്നു അല്ലേ? NPA ആക്കിയിട്ടല്ല സെറ്റിൽമെന്റ് ചെയ്യുള്ളൂ അതെ അല്ലേ? അതെ. ഓക്കെ. സോ ഇത് ഞാൻ വേറെ ജസ്റ്റ് സിമ്പിൾ ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. ജസ്റ്റ് ഒന്നുമില്ല, ക്വസ്റ്റ്യൻ നല്ലതില്ല, ജസ്റ്റ് ഫോർ ഒരു ഐഡിയ, നമുക്ക് ഒരു ഐഡിയ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഒരു എഞ്ചിനീയറിംഗ് ഒരാൾ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ഇറങ്ങി, ഓക്കെ, പുള്ളിക്ക് ഇതുവരെ ക്രെഡിറ്റ് കാർഡോ ഒന്നുമില്ല, പുള്ളിക്ക് ഒരു ബാങ്കിൽ അല്ലെങ്കിൽ ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ ജോലി കിട്ടി, ഓക്കെ, ഒരു സ്റ്റാർട്ടിങ് 50,000 രൂപ ശമ്പളം സാലറി, അല്ലെങ്കിൽ 1 ലക്ഷം രൂപ ശമ്പളത്തിൽ പുള്ളി ഒരു IT കമ്പനി സ്റ്റാർട്ട് ചെയ്തു, ഓക്കെ. പുള്ളി 2 മാസം സാലറി കിട്ടി, 3-ാമത്തെ മാസം സാലറി കിട്ടി, 6 മാസം സാലറി കിട്ടി നിൽക്കട്ടെ, പുള്ളിയുടെ പേരിൽ ഒബ്ലിഗേഷൻസ് ഒന്നുമില്ല. പുള്ളി ആ സാലറി തരുന്ന ബാങ്കിൽ പോയിട്ട് പുള്ളി ക്രെഡിറ്റ് കാർഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ റിക്വസ്റ്റ് ചെയ്താൽ പുള്ളിക്ക് ക്രെഡിറ്റ് കാർഡ് കിട്ടുമോ? സാലറി കിട്ടുന്നുണ്ടായേക്ക് അല്ലേ? 6 മാസം അടുപ്പിച്ച് സാലറി കിട്ടി, അയാളുടെ അക്കൗണ്ടുള്ള ബാങ്കിൽ പോയിട്ട് ക്രെഡിറ്റ് കാർഡിന് അപേക്ഷിച്ച് കഴിഞ്ഞാൽ ക്രെഡിറ്റ് കാർഡ് കിട്ടുമെന്നോ? 6 മാസത്തെ സാലറി വെച്ച് കിട്ടുമെന്ന് എനിക്കറിയില്ല. അയാൾ ITR കൊടുക്കുന്നുണ്ടോന്ന് ഓക്കെ, ശരി. അപ്പോൾ അയാള് സാലറി കിട്ടിയാൽ മാത്രം ക്രെഡിറ്റ് കാർഡിന് ക്രൈറ്റീരിയ ആണോ? അയാളുടെ ഒരു ഇൻകം കാണിക്കണ്ടേ? ആ ഇൻകം അതിന് കാണിക്കണമെങ്കിൽ ഇൻകം ടാക്സ് ഫയൽ ചെയ്ത് ഫസ്റ്റ് ഇയർ ഇൻകം ടാക്സ് ഫയൽ ചെയ്ത് 2 കൊല്ലം ഇൻകം ടാക്സ് ഫയൽ ചെയ്തു, എന്നിട്ട് പുള്ളി ക്രെഡിറ്റ് കാർഡ് അപ്ലൈ ചെയ്യാൻ പോയി, കിട്ടുമോ? കിട്ടില്ലേ? കിട്ടും. കിട്ടാതെ ഇരിക്കാം. റീസൺ എന്താണെന്നറിയോ? If he is applying for the first time for any particular loan, okay, പുള്ളിയുടെ സിവിൽ സ്കോർ വിൽ ബി 0. ഹൈ റിസ്ക് ആണ് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം. ഹൈ റിസ്ക് ആയിട്ട് സിവിൽ സ്കോർ ലോണിനെക്കാളും റിസ്ക് ആണ് സിവിൽ സ്കോർ 0 എന്ന് പറയുന്നത്. ബിക്കോസ് വി ഡസൻ നോ ഹിസ് പാറ്റേൺ. ശരി. അങ്ങനെ വരുന്ന ആൾക്കാർക്ക് സംബന്ധിച്ചിടത്തോളം കാർഡ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്താണ് അവര് നോർമലി അങ്ങനെയുള്ള കസ്റ്റമേഴ്സ് അടുത്ത് ചില ആൾക്കാർ ചോദിക്കും, എൻ്റെ സിവിൽ സ്കോർ കുറവാണ്, കൂട്ടാൻ എന്താ എളുപ്പ മാർഗം? ഇങ്ങനെയുള്ള കസ്റ്റമേഴ്സിനൊക്കെ നമ്മൾ കൊടുക്കുന്ന സജഷൻ എന്താണെന്ന് പറയട്ടെ. വാട്ട് യു ഹാവ് ഡൺ ഇന്ന്, ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ 1 ലക്ഷം രൂപ സാലറി കിട്ടുന്നിരിക്കട്ടെ, അതിനകത്തുനിന്നൊരു 50,000 വെച്ച് അല്ലെങ്കിൽ 1 ലക്ഷം രൂപ FD ആയിട്ട് ഇടുക, അതിന് അഗൻസ്റ്റ് ക്രെഡിറ്റ് കാർഡ് എടുക്കുക, ഓക്കെ. ഒബ്വിയസ്ലി യു വിൽ ഗെറ്റ് ദ ക്രെഡിറ്റ് കാർഡ്. സിവിൽ സ്കോർ നോക്കില്ല, നിങ്ങൾക്ക് ആ ക്രെഡിറ്റ് കാർഡ് കിട്ടും. ആ ക്രെഡിറ്റ് കാർഡ് ഒരു 3 to 6 months പ്രോപ്പറായിട്ട് യൂസേജ് ചെയ്ത് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ബില്ല് അടയ്ക്കുക. ദെൻ ഒബ്വിയസ്ലി യുവർ ക്രെഡിറ്റ് സ്കോർ വിൽ ഇൻക്രീസ്. ക്രെഡിറ്റ് സ്കോർ താഴ്ന്ന വ്യക്തികൾക്കുള്ളൊരു പൊടിക്കയ്യ. നിങ്ങളൊരു FD ഇട്ട് ഇല്ലെങ്കിൽ ഏതെങ്കിലും ഫണ്ട് റേസ് ചെയ്തിട്ട് ക്രെഡിറ്റ് കാർഡ് എടുക്കുക, FD ഇട്ട് അതിൻ്റെ അഗൻസ്റ്റ് ക്രെഡിറ്റ് കാർഡ് എടുക്കുക, ഒരു 6 മാസം തൊട്ട് 1 കൊല്ലം വരെ നിങ്ങൾ പ്രോപ്പറായിട്ട് അതിൻ്റെ പേയ്മെൻറ്റ് ചെയ്ത് അതിൻ്റെ ബില്ലടയ്ക്കുക, യൂസ് ചെയ്തിട്ട് ബില്ലടയ്ക്കുക. അപ്പോൾ നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ കൂടുകയും ചെയ്യും. യു വിൽ ബി ഗെറ്റിംഗ് എലിജിബിൾ ഫോർ അതർ ലോൺസ് ഓൾസോ. പിന്നെ നമുക്ക് ബാങ്കിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അക്കൗണ്ട് ഓപ്പൺ ആക്കാം, ലോൺ കിട്ടും, ക്രെഡിറ്റ് കാർഡ് കിട്ടും, അങ്ങനെയുള്ള സംഭവമൊക്കെ ഉണ്ട്. ഇതൊക്കെ അല്ലാതെ ബാങ്ക് ഓഫർ ചെയ്യുന്ന ഫെസിലിറ്റീസ് അല്ലെങ്കിൽ സൗകര്യങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ ഇപ്പോഴത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ ഇപ്പോഴത്തെ ബാങ്കുകളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ ബാങ്ക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫിനാൻഷ്യൽ സൂപ്പർ മാർക്കറ്റാണ്. ഓക്കെ, ഐ യൂസ് ദ ടൈം ഫിനാൻഷ്യൽ സൂപ്പർ മാർക്കറ്റ്. ഓക്കെ, എന്തുകൊണ്ടാണെന്നറിയോ? എന്താണ് സൂപ്പർ മാർക്കറ്റിൻ്റെ പ്രത്യേകത? എല്ലാം കിട്ടും. വാട്ട് എവർ യു നീഡ് യു വിൽ ഗെറ്റ് ഇറ്റ്. ഇപ്പോൾ ബാങ്കിനെ സംബന്ധിച്ചോളം ഇപ്പോൾ ഒരു നോർമൽ ഇന്ത്യൻ ബാങ്കിൽ ചെന്ന് കഴിഞ്ഞാൽ അതൊരു ഫിനാൻഷ്യൽ സൂപ്പർ മാർക്കറ്റാണ്. ഫിനാൻഷ്യൽ റിലേറ്റഡ് ആയിട്ട് A to Z നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, സ്റ്റാർട്ടിങ് ഫ്രം അക്കൗണ്ട്, ഡെപ്പോസിറ്റ്സ്, ലോൺസ്, ഇൻവെസ്റ്റ്മെൻറ്റ്സ്, then insurance, then if you are going for a credit card fund, mutual funds, and if you are buying for buy stocks, A to Z things നിങ്ങൾക്ക് ബാങ്കിൽ നിന്ന് കിട്ടും. ഓക്കെ, അതാണ്. സോ all the facilities can be available from the bank. And in addition എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്നറിയോ, ആസ് പെർ പല ഇതും കമ്പനീസും സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനീസും they have their own employees and they work for commission basis. ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം RBIയുടെ ഒരു നിയമമുണ്ട്, വി cannot take any commission. സ്ട്രിക്റ്റ് സാലറി വെക്കുന്ന ആൾക്കാരാണ്. സോ കസ്റ്റമർ ക്യാൻ ഡയറക്ട്ലി അപ്രോച്ച് ഫോർ ബാങ്ക് ഫോർ ഡു എനി ട്രാൻസാക്ഷൻ without under the strict belief that no paisa will go as commission. Anda, we are not supposed to take any commission. Anda bank commission എടുത്തൂടെ? RBI research. So if we take commission, say for example നമ്മൾ XYZ ഒരേ കമ്പനിയുടെ തന്നെ XYZ എന്ന് പറഞ്ഞ 3 കമ്പനീസിന് സെയിം പ്രോഡക്റ്റ് നമ്മൾ കൊടുക്കുന്നുണ്ടാവും. ഇപ്പോൾ പർട്ടിക്കുലർ കമ്പനീസ് ഗിവിംഗ് എസ് എ പർട്ടിക്കുലർ കമ്മീഷൻ, സോ ഒബ്വിയസ്ലി വി വിൽ ബി ഇൻക്ലൈൻ ടുവേർഡ്സ് ദാറ്റ് പർട്ടിക്കുലർ കമ്പനി. സോ നമ്മൾ ആ കസ്റ്റമേഴ്സിനെ അത് പുഷ് ചെയ്യും. സോ ആസ് പെർ RBI റെഗുലേഷൻ വി ഷുഡ് നോട്ട് പുഷ് എനി പർട്ടിക്കുലർ പ്രോഡക്റ്റ്. പക്ഷേ നിങ്ങൾ അതല്ലാതെ പലതരത്തിലുള്ള കോപ്പറേഷൻ ഉണ്ടാവില്ലേ? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആക്സിസ് ബാങ്കും മാക്സ് ലൈഫും കൂടെ ചേർന്ന് ഇൻഷുറൻസ് കൊടുക്കുന്നു അല്ലേ? അപ്പോൾ ആക്സിസ് ബാങ്കിന് എന്താ വേറെ LIC ഇൻഷുറൻസ് കൊടുത്തൂടെ? അപ്പോൾ അങ്ങനെ ഒരു ടൈപ്പും സംഭവങ്ങളൊക്കെ ഉണ്ടാവില്ലേ? അപ്പോൾ അവർ തമ്മിൽ വേറെ എന്തെങ്കിലും ബെനിഫിറ്റ് ഷെയറിംഗ് ആയിരിക്കില്ലേ?
ഇല്ല, അങ്ങനെ വരുന്നത്. ഇതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ടൈപ്സ് ഒബ്വിയസ്ലി പല ഒന്നിൽ കൂടുതലായിരിക്കും ടൈപ്സ് ഉണ്ടാകുക. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഇതൊരു മ്യൂച്വൽ എഗ്രിമെൻറ്റ് അല്ലെങ്കിൽ അവരുടെ ഒരു പ്രോപ്പർ ലോയിലും ബയോലോസിലും വരുന്ന ഒരു എഗ്രിമെൻറ്റാണ് വരുന്നത്. അങ്ങനത്തെ പ്രോഡക്ട്സിലേക്ക് ഒബ്വിയസ്ലി നമ്മൾ വി ആർ സപ്പോസ്, കാരണം ഒരു ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഇൻഷുറൻസ് കൊടുക്കാൻ പറ്റത്തില്ല. ബാങ്ക് അതൊരു ഇൻഷുറൻസ് കമ്പനിക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അതെ, ഒരു ഇൻഷുറൻസ് കൊടുക്കുന്നത് ഇൻഷുറൻസ് കമ്പനിക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ. സോ ദേ ഹാവ് ടു ടൈ അപ്പ് വിത്ത് സം അതർ ഇൻഷുറൻസ് കമ്പനി. സോ XYZ എന്നുള്ള ഇൻഷുറൻസ് കമ്പനീസിൽ നമ്മുടെ ബാങ്കിൻ്റെ കുറച്ച് ടേംസ് ആൻഡ് റെഗുലേഷൻസ് കാണും. അപ്പോൾ പല കമ്പനീസുമായിട്ട് ഇവർ സംസാരിക്കുന്നുണ്ടാവും. വിച്ച് ഓഫ് കമ്പനീസ് ഓക്കെ ആൻഡ് ഫൈൻ വിത്ത് ദാറ്റ് ബാങ്കിങ് ലോസ് ആൻഡ് റെഗുലേഷൻസ് വിച്ച് ആർ കംഫർട്ട്. നമ്മൾ ആ നിയമത്തിനുള്ളിൽ നിന്ന് ആ സ്ട്രിക്റ്റ് KYC റെഗുലേഷൻസിലും കസ്റ്റമറുടെ സെലക്ഷൻ ഓഫ് കസ്റ്റമേഴ്സിലും കസ്റ്റമറിൻ്റെ റിസ്ക് കാറ്റഗറൈസേഷൻ ഉണ്ട്. കസ്റ്റമർ റിസ്ക് കാറ്റഗറൈസേഷൻ ഇസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്. കാരണം എല്ലാ കസ്റ്റമേഴ്സിനും നമ്മൾ എന്ത് പ്രോഡക്റ്റ് കൊടുക്കുന്നതും ബാങ്ക് വിൽ ഡു ദ കസ്റ്റമർ റിസ്ക് കാറ്റഗറൈസേഷൻ. ഹൈ, മോഡറേറ്റ് റിസ്ക് എന്നൊക്കെ പറഞ്ഞിട്ട് റിസ്ക് കാറ്റഗറൈസേഷൻ ചെയ്യും. ഹൈ റിസ്ക്കിലുള്ള കസ്റ്റമർക്ക് ഒരിക്കലും വിൽ നോട്ട് ഗിവ് എനി പർട്ടിക്കുലർ പ്രോഡക്ട്സ്. അതായത് ഹൈ റിസ്ക് ആയിട്ടുള്ള ഷെയർസ് ഇല്ലെങ്കിൽ ഫ്ലക്ച്വേഷനുള്ള പ്രോഡക്ട്സ് ഒരിക്കലും കൊടുക്കത്തില്ല. ബിക്കോസ് കസ്റ്റമർ ഹൈ റിസ്ക് കാറ്റഗറി കസ്റ്റമർ ആണെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല. ആ കാറ്റഗറൈസ് ചെയ്യും. അങ്ങനെ കാറ്റഗറൈസ് ചെയ്ത് ഈ ഇതിനകത്തൊക്കെ നമ്മുടെ നിയമാവലിക്കുള്ളിൽ തന്നെ നിൽക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ദേ വിൽ ടൈ അപ്പ്. അങ്ങനെയാണ് പല ടൈപ്സും ഉണ്ടാകുന്നത്. പുതിയതായിട്ട് ടൈപ്പ് ഉണ്ടാകുന്നു. അങ്ങനെ തന്നെയാണ് എക്സിസ്റ്റിംഗ് ടൈപ്പ് ഉണ്ടാകും. പുതിയ ബാങ്കുകളുടെ ടൈപ്പും ആൾക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നു. ലൈക്ക് ദാറ്റ് അങ്ങനെയാണ് വരുന്നത്. ഓക്കെ, അപ്പം ബാങ്ക് ത്രൂ നമുക്ക് ഇൻഷുറൻസ് എടുക്കാം, പിന്നെ ഈ പറഞ്ഞ പോലെ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ബോൺഡ്സ്, ഇക്വിറ്റി സംഭവങ്ങളൊക്കെ എടുക്കാം. നിങ്ങളുടെ വണ്ടിയുടെ ഇൻഷുറൻസ് വരെ നിങ്ങൾക്ക് വണ്ടി ചെയ്യാം. എന്ന് വെച്ചാൽ ഫോർ എക്സാമ്പിൾ ഞാൻ പറയുന്നത് ഫിനാൻഷ്യൽ സൂപ്പർ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ്. നിങ്ങൾ പ്രോപ്പറായിട്ട് ബാങ്കിന് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തൊർഡ് പാർട്ടി യൂസ് ചെയ്യാൻ ആവശ്യം വരുന്നില്ല. നിങ്ങൾക്ക് എല്ലാ 8 യൂസർ കാര്യങ്ങൾ നിങ്ങളുടെ ബാങ്ക് ഇല്ലെങ്കിൽ നിങ്ങളുടെ ബിൽസ് പേ ചെയ്യാൻ പറ്റുന്നുണ്ട്, ബിൽ പേയ്മെന്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എല്ലാം ത്രൂ യുവർ മൊബൈൽ ആപ്പ് ഇറ്റ് സെൽഫ്. ഇവൻ പണ്ടൊക്കെയാണ് നമ്മൾ നെറ്റ് ബാങ്കിങ് ലോഗിൻ ചെയ്ത കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഓപ്പണായിട്ട് പറയല്ലോ, എനിക്ക് എൻ്റെ നെറ്റ് ബാങ്കിങ് യൂസറിനെ പാസ്വേഡ് അറിയത്തില്ല. കാരണം ഒരു 5-6 കൊല്ലമായിട്ട് മിനിമം ഞാൻ യൂസ് ചെയ്യും. കാരണം ഇപ്പം എല്ലാം ഇത് മൊബൈലാണ്, ആപ്പിലാണ്. ത്രൂ മൊബൈൽ നമുക്ക് എല്ലാ കാര്യങ്ങളും 8 യൂസർ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ആ കാര്യത്തിലാണ് SBI ഏറ്റവും ശോകം പരാജയമായിരിക്കുന്നത്. SBIയുടെ പ്രശ്നം എന്ന് പറയുന്നത് ഇവർ സേഫ്റ്റി ഇച്ചിരി കൂട്ടി വെച്ചിരിക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു. SBIയുടെ നിങ്ങളെ പിടിച്ചിരുത്തി കുറ്റം പറയുന്നതായിട്ട് കാണരുത് കേട്ടോ. ഞാനൊരു SBIയുടെ ഒട്ടും ഫസ്റ്റ് ഓഫ് ഓൾ അവരുടെ ഇൻ്റർനെറ്റ് ബാങ്കിങ് ഒട്ടും ഇൻ്റർഫേസ് പോരാ, വളരെ മോശം ഇൻ്റർനെറ്റ് ബാങ്കിങ് ആണ്. പിന്നെ ഇവരുടെ ആപ്പ് ഓരോ 3 മാസം കൂടുമ്പോഴും ഈ പാസ്വേഡും പിന്നും മാറ്റണം. ഈ പാസ്വേഡ് മാറ്റണമെങ്കിൽ ഒരു 10 OTP മിനിമം വരും. ഈ ഒക്കെ ഓക്കെ ശരിയാ, ഒരു മയത്തിനൊക്കെ വേണ്ടേ. ഈ പാസ്വേഡ് മാറ്റണം എന്നുണ്ടെങ്കിൽ തന്നെ ഇത് പണിയാണ്. ഇത് 3 മാസം കൂടുമ്പോൾ ഈ പാസ്വേഡ് മാറ്റണം, അതിന് ഇൻ്റർനെറ്റ് ബാങ്കിങ്ങിൻ്റെ ലോഗിൻ ID വേണം, അത് വേണം. ഇതെല്ലാം കൂടെ ആകെ കൺഫ്യൂഷനായി പോകും. ഈ പറഞ്ഞ സംഭവങ്ങൾ ഒരു പ്രാവശ്യം യൂസ് ചെയ്ത് പിന്നെ ഉപയോഗിക്കാനും പറ്റത്തില്ല. അതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. അത് ഉപയോഗിക്കാനും പറ്റത്തില്ല. നേരെ മറിച്ച് മറ്റ് ഇപ്പം ICICI ആണെങ്കിലും ആക്സിസ് ബാങ്ക് ആണെങ്കിലും അങ്ങനെയുള്ള ആപ്പുകളാണെങ്കിലും കുറച്ചുകൂടെ RBL എനിക്ക് അറിയത്തില്ല, ഉപയോഗിക്കാത്തതുകൊണ്ടാണ്. കുറച്ചുകൂടെ യൂസർ ഫ്രണ്ട്ലി ആണ്. പിന്നെ ബയോമെട്രിക്സ് എനേബിൾഡ് ആണ്. ലോഗിൻ ചെയ്യാൻ എളുപ്പമുണ്ട്, പാസ്വേഡ് മാറ്റാൻ എളുപ്പമുണ്ടെന്ന് പറഞ്ഞിട്ട് സെക്യൂരിറ്റി ഇല്ല എന്നല്ല പറയുന്നത്. മറ്റത് എന്താണെന്ന് അറിയില്ല. SBIയുടെ പ്ലാറ്റ്ഫോം എനിക്ക് ഇപ്പോഴും ആ ഒരു കുറച്ചുകൂടെ, കാരണം SBI പോലെയുള്ള ബാങ്കുകളോട് നമുക്ക് എപ്പോഴും ഒരു ഇഷ്ടമല്ലേ അല്ലേ. അതിനകത്ത് കാര്യം പറയുന്നത് സുജിത്ത് പറഞ്ഞത് വളരെ ശരിയാണ്. പക്ഷേ എനിക്ക് ഞാൻ ഇത് ഒരു കുറ്റം എന്നുള്ള രീതിയിലല്ല പറയുന്നത്. ഇതിനകത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് മെയിൻ പ്രോബ്ലം എനിക്ക് തോന്നിയിട്ടുണ്ടെന്ന് അറിയാം. വി ആർ ഓൾവേസ് കമ്പയറിങ് ആപ്പിൾ വിത്ത് ഓറഞ്ചസ്. SBIയുടെ വാസ്റ്റ് നെറ്റ്വർക്കും മറ്റുള്ള നെറ്റ്വർക്കും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. അതുപോലെ വളരെ നമുക്ക് നിങ്ങൾ പറഞ്ഞില്ലേ തിരിഞ്ഞാൽ യു ക്യാൻ സി SBI. വേറെ ഏത് പ്രൈവറ്റ് സെക്ടർ ബാങ്ക് ഞാൻ മറ്റുള്ള ബാങ്കിന് മോശം പറയുക ഒന്നും പറയല്ല. അവരുടെ വാസ്റ്റ് നെറ്റ്വർക്ക് ഉണ്ട്. സോ ഒബ്വിയസ്ലി I'm not saying that they have improved a lot. Obviously, improvement. So obviously, in near future we can expect that level also, but it will take its own sweet time. അതെ. അപ്പോൾ അങ്ങനെ ഇതിനകത്ത് ഇൻ്റർഫേസ് വലിയൊരു ഫാക്ടറും കൂടിയാണ് നമ്മൾ ഈ ഉപയോഗിക്കുന്നതിൻ്റെ. അപ്പോഴാണ് നമുക്കിതൊക്കെ എളുപ്പമാവുന്നതും ഈസി ആവുന്നതും. ഞാൻ വളരെ കഷ്ടപ്പെട്ടാണ് SBIയുടെ ആപ്പുകൾ യൂസ് ചെയ്യുന്നത്. അത് ഭയങ്കര പാടാണത് യൂസ് ചെയ്യാനായിട്ട്. പിന്നെ നമുക്ക് ബാങ്കിൽ നിന്നും കിട്ടുന്ന സർവീസസ്, ലോക്കർ ഫെസിലിറ്റീസ് കിട്ടുന്നുണ്ട്. ബാങ്കിലെ ലോക്കർ ഫെസിലിറ്റീനെ പറ്റി പറയാമോ? അതെങ്ങനെ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാം, എന്തൊക്കെ ശ്രദ്ധിക്കണം, എന്തൊക്കെ ശ്രദ്ധിക്കാൻ പാടില്ല? NRE കസ്റ്റമേഴ്സാണ് അവർ ഏറ്റവും കൂടുതൽ ലോക്കർ ഫെസിലിറ്റി യൂസ് ചെയ്യുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി അവർ നാട്ടിൽ വൺസ് ഇൻ എ വൈൽ ഒരു 6 കൊല്ലം കൂടുമ്പോൾ അല്ലെങ്കിൽ 2 കൊല്ലം കൂടുമ്പോഴേക്കും വരുന്നത്. നോർമലി വരുന്ന സമയത്ത് അവർ നാട്ടിൽ നിന്നൊക്കെ എന്തെങ്കിലും പർച്ചേസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും വിലപിടിപ്പുള്ള ആവശ്യമുണ്ടെന്ന സമയം ഉണ്ടെങ്കിൽ നെക്സ്റ്റ് 1 year 2 year വീട്ടിൽ പ്രോപ്പറായിട്ടുള്ള ഗൈഡൻസിൽ ആൾക്കാരുണ്ടാവും. എന്നാൽ പോലും ഒരു സേഫ്റ്റി എന്നുള്ള രീതിയിൽ അവർ പോകുന്നതിന് മുമ്പ് ആ സാധനങ്ങൾ ലോക്കറിലേക്ക് കീപ്പ് ചെയ്യും. കസ്റ്റമർക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജ് കഴിഞ്ഞാൽ പീസ് ഓഫ് മൈൻഡാണ്. പീസ് ഓഫ് മൈൻഡ് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമർ വാട്ട് എവർ ദേ കീപ്പ് ഇറ്റ് ഈസ് സേഫ് ഇൻ ദ ബാങ്ക്. പിന്നെ ലോക്കറിനകത്ത് നോക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ RBIയുടെ റെഗുലേഷൻസ് ഉണ്ട്. യു കനോട്ട് കീപ് ക്യാഷ് ഇൻസൈഡ് ലോക്കർ. ഓക്കെ, കാരണം at any case of exigency happens,
ലോക്കറിലുള്ള ഇൻഷുർഡ് ആണ്, ദേ ക്യാൻ ക്ലെയിം ഇറ്റ്. ഇഫ് ഇറ്റ് ഇസ് മണി ദേ കനോട്ട് ക്ലെയിം എ സിംഗിൾ പെനി, ഒന്നും കിട്ടില്ല. പിന്നെ നമ്മുടെ ഫിസിക്കൽ ഡോക്യുമെൻറ്റ്, വീട്ടിലെ ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ സേഫായിട്ട് വെക്കാൻ പറ്റും ലോക്കേഴ്സ്. ഇപ്പോൾ തന്നെ പല ബാങ്കുകൾ തന്നെ പല ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ലോക്കേഴ്സ്, കസ്റ്റമർ നീഡ് അനുസരിച്ച് ലോക്കർ കൊടുക്കും. സൈസിൽ തന്നെ ചെറിയ ലോക്കർ, ലാർജ് ലോക്കർ, എക്സ്ട്രാ ലാർജ് ലോക്കർ, വലിയ ലോക്കർ, വലിയ ട്രോളി വരെ വെക്കാൻ പറ്റുന്ന ലോക്കേഴ്സ് ഉണ്ട് ഇപ്പോൾ. അപ്പം ലോക്കേഴ്സ് ആ രീതിയിൽ പ്രോപ്പർട്ടി യൂസ് ചെയ്യാൻ വേണ്ടി കസ്റ്റമേഴ്സിന് മാത്രമല്ല, ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു അഡീഷണൽ പാക്കായിട്ട് പ്രീമിയം കസ്റ്റമേഴ്സ് ആൻഡ് എക്സ്ട്രാ പ്രീമിയം കസ്റ്റമേഴ്സിന് പല ബാങ്കുകളും ഇപ്പോൾ ഫ്രീ ആയിട്ട് ലോക്കർ കൊടുക്കുന്നുണ്ട്. ഈ ലോക്കറിൽ ഇപ്പോൾ ഞാൻ ഫോർ എക്സാമ്പിൾ ഞാൻ കുറച്ച് ഗോൾഡ് കൊണ്ട് ലോക്കറി വെച്ചു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സ് ഒക്കെ ലോക്കറി വെച്ചു, ഒരു റോബറി ഉണ്ടായി ബാങ്കിൽ, അല്ലെങ്കിൽ ഒരു നാച്ചുറൽ കലാമിറ്റി ഉണ്ടായി, അല്ലെങ്കിൽ ഒരു തീപിടുത്തം ഉണ്ടായി, ഇതൊക്കെ നശിക്കുകയാണെങ്കിൽ ഹൂ വിൽ ടേക്ക് ദ റെസ്പോൺസിബിലിറ്റി? എനിക്ക് എന്തെങ്കിലും ഒരു കോമ്പൻസേഷൻ കിട്ടുമോ? ഒബിയസ്ലി ഞാൻ നേരത്തെ പറഞ്ഞില്ല എന്ന് പറഞ്ഞാൽ തന്നെ, കാരണം ഞാൻ എന്താ വെച്ചിരിക്കുന്നതെന്ന് ബാങ്കിന് പോലും അറിയില്ലല്ലോ. എൻ്റെ ലോക്കറിൽ എന്താണെന്ന് ബാങ്കിന് എങ്ങനെ അറിയും? ഞാൻ ഡിക്ലെയർ ചെയ്തിട്ടില്ല എവിടെയും, ഞാൻ പറഞ്ഞിട്ടുമില്ല. അപ്പം ഞാൻ പറയുകയാണ് അതിൻ്റെ സാധനം ഉണ്ടായിരുന്നു പോയി എന്ന് പറഞ്ഞാൽ എന്താ തെളിവ്? അതിനകത്താണ് മറ്റേ ഫ്രണ്ട് ഓഫ് മ്യൂച്വൽ ട്രസ്റ്റ് എന്ന് പറയും. ആ ഒരു ഇത് അപ്ഹോൾഡ് ചെയ്തുകൊണ്ടാണ് ബാങ്ക് നിങ്ങളുടെ ലോക്കറിലുള്ള സാധനങ്ങൾക്ക് ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആ എമൗണ്ട് എത്ര എനിക്ക് നോക്കണം. ഓക്കെ, കുഴപ്പമില്ല. അതൊരു സംഭവം ഉണ്ട്, അങ്ങനെ ഒരു ഇതുണ്ടോ? യെസ്. ഓക്കെ, ഇപ്പോൾ നഷ്ടപ്പെട്ടു പോയ ഡോക്യുമെൻ്റ് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഓക്കെ, അപ്പോൾ സൗണ്ട് റെക്കോർഡിങ്ങിൽ അപ്പോൾ ലോക്കർ അപ്പം ലോക്കർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ ലോക്കറിനും ഒരു ആനുവൽ റെൻ്റ് ഉണ്ടാവും. ഇൻ കേസ് ഓഫ് നാച്ചുറൽ കലാമിറ്റി അല്ലാത്ത തെഫ്റ്റോ ബഗ്ലറിയോ ഇല്ലെങ്കിൽ സ്റ്റാഫിൻ്റെ ഫ്രോഡുലൻ്റ് ആക്ടിവിറ്റി കൊണ്ടോ കസ്റ്റമർക്ക് എന്തെങ്കിലും ലോസ് ഉണ്ടായാൽ 100 times ഓഫ് ദ ലോക്കർ റെൻറ്റ് ഹി ക്യാൻ ക്ലെയിം. ഓക്കെ, അതായത് 5000 രൂപയാണ് നിങ്ങളുടെ ലോക്കർ റെൻ്റ് എന്നിരിക്കട്ടെ, 5000 ഇന്ന് 100. ഓക്കെ, എത്രയാ? നിങ്ങളല്ലേ ബാങ്കർ, നിങ്ങൾ പറ, എനിക്കറിയത്തില്ല. 5 followed by 5 zeros എത്രയാ? 5 lakh. അതറിയാമെങ്കിൽ ഞാൻ ബാങ്കിൽ എത്തത്തില്ലായിരുന്നോ? ഞാൻ പഠിച്ചത് ഗ്രാജുവേഷൻ എഞ്ചിനീയറിംഗ്, പക്ഷെ നിങ്ങൾ പോലെ എഞ്ചിനീയർ അല്ലേ നമ്മള്. അപ്പൊ അത്ര വരെ നമുക്ക് ക്ലെയിം ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് പല പ്രൈവറ്റ് ഇൻഷുറൻസ് കമ്പനികളും ലോക്കറിന് നമുക്ക് ഇത് കൊടുക്കുന്നുണ്ട്, ഇൻഷുറൻസ് കൊടുക്കുന്നുണ്ട്. ലോക്കർ ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ സൂചിച്ചതിന് കുറച്ച് വാല്യുബിൾ ആയിട്ടുള്ള ഐറ്റംസ് ലോക്കറിൽ വെച്ചു, യു ആർ നോട്ട് ഫീലിംഗ് വെരി സേഫ്. ലോക്കറിൽ പറ്റി കഴിഞ്ഞാൽ സാധനം പോയി കഴിഞ്ഞാൽ വെച്ച് കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ചില കസ്റ്റമേഴ്സൊക്കെ, ചില പ്രീമിയം കസ്റ്റമേഴ്സൊക്കെ അവർ അറിയാമല്ലോ, അവിടെ പ്രഷ്യസ് വാച്ചസ് ഇല്ലെങ്കിൽ ജ്വൽസൊക്കെ അവരൊക്കെ കീപ്പ് ചെയ്യുന്നൊക്കെ 47 crores അതിൻ്റെ വില വരുന്നത്. അങ്ങനെ സാധനം ലോക്കൽ കീപ്പ് ചെയ്താൽ ദേ ക്യാൻ റീഇൻഷുർ ഔട്ട്സൈഡ് ഇൻഷുറൻസ് ഏജൻസീസ്. അപ്പോൾ ആ ഇൻഷുറൻസ് ഏജൻസിക്ക് നമുക്ക് ഡിക്ലെയർ ചെയ്യണം എന്തൊക്കെയാണ് നമ്മൾ അതിനകത്ത് ഡിക്ലെയർ ചെയ്യുക, നമ്മൾ അതിൻ്റെ പ്രൈസ് വാല്യൂ നമ്മൾ ഡിക്ലെയർ ചെയ്യണം. ശരി, ഇനി നിങ്ങൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ലോക്കർ ആണെങ്കിൽ പ്രീമിയം കസ്റ്റമേഴ്സിന്, അപ്പോൾ അവർക്ക് എങ്ങനെയായിരിക്കും നിങ്ങളത്? ഫ്രീ ആയിട്ട് കൊടുക്കുന്നതിനാൽ പോലും റെന്റ് ഉണ്ടാവും. അപ്പോൾ ഫ്രീ എന്ന് വെച്ചാൽ കസ്റ്റമർ പോയിന്റ് ഓഫ് വ്യൂ ഫ്രീ എന്നേ ഉള്ളൂ. ആ റെന്റ് തന്നെ ഉണ്ടാവും ഒബ്വിയസ്ലി. അത് നിങ്ങൾ വേവ് ഓഫ് ചെയ്ത് കൊടുക്കുന്നതാണല്ലോ, ഒരു ഗുഡ് വിൽ എന്നുള്ള രീതിയിൽ വേവ് ഓഫ് ചെയ്ത് കൊടുക്കുന്ന കാര്യമാണല്ലോ. ഓക്കെ, വെരി ഗുഡ്. നമ്മൾ ഈ വിദേശ രാജ്യങ്ങളിൽ പോയി ജീവിക്കുന്ന ധാരാളം ഇന്ത്യക്കാരുണ്ട് ഇല്ലേ? അപ്പോൾ നമുക്കെല്ലാം അവിടെ ഇപ്പം ജോലി ചെയ്യുമ്പോൾ നമ്മളവിടെ അക്കൗണ്ടൊക്കെ തുടങ്ങുന്ന പോലെ തന്നെ അതേ ഫോർമാലിറ്റീസ് ആണോ ഇന്ത്യയിലൊരു ഫോറിനർക്ക് അക്കൗണ്ട് തുടങ്ങാനും? ഫോറിനേഴ്സിന് അക്കൗണ്ട് നോർമൽ കേസസിൽ ഫോറിനേഴ്സിന് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും. എസ്പെഷ്യലി അറിയാമല്ലോ, നമ്മുടെ ഡിപ്ലോമാറ്റ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ. ഫോറിനേഴ്സിന് എങ്ങനെയാണ് അവർക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നത്? നമ്മൾ ഇന്ത്യക്കൊക്കെ പുറത്ത് പോയിട്ട് ജീവിക്കുമ്പോൾ നമ്മൾ അവിടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന പോലെ തന്നെയാണോ? അതായത് ഫോർ എക്സാമ്പിൾ ഇതിനകത്ത് ഡിഫറൻസ് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ, നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു NRI അക്കൗണ്ട് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ അവരെന്താ ചോദിക്കുന്നത്, നമ്മുടെ NRI അക്കൗണ്ടിൻ്റെ പാസ്പോർട്ട് ചോദിക്കും, നമ്മുടെ വിസ ചോദിക്കും. വിസ വിൽ ബി പ്രൊവൈഡഡ് ബൈ യുവർ കമ്പനി എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പോൾ ഇന്ത്യയിൽ വന്ന് നിൽക്കുന്ന ഒരു വിദേശിയാണെങ്കിൽ ഒബ്വിയസ്ലി ആ കമ്പനിക്ക്, ആ വിദേശിക്ക് wherever he works, that company will given him some visa, right? So obviously he has to provide that thing with the company declaration. Okay. അതിന് he can open an account. ശരി. അത് കൂടാതെ തന്നെ അല്ലാതെ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന കഴിഞ്ഞാൽ ഡിപ്ലോമാറ്റ്സ് ഉണ്ടാവുമല്ലോ. സോ പല കൺട്രീസ് ഡിപ്ലോമാറ്റ്സ് ഉണ്ടോ, ഇറ്റ്സ് കോൾഡ് ഡിപ്ലോമാറ്റിക് അക്കൗണ്ട്. അത് എൻ്റെ ഡിഫറെൻറ്റ് അക്കൗണ്ടാണ്. ഡിപ്ലോമാറ്റിക് അക്കൗണ്ട്സ് ദേ ക്യാൻ ഓപ്പൺ ആൻ അക്കൗണ്ട് വിത്ത് എനി ബാങ്ക്. അപ്പോൾ അതിന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഹയർ ലിമിറ്റ്, ട്രാൻസാക്ഷൻ ലിമിറ്റും കാര്യങ്ങളൊക്കെ ഉള്ള കുറച്ച് പ്രീമിയം ഫെസിലിറ്റീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന അക്കൗണ്ടായിരിക്കും ഡിപ്ലോമാറ്റിക് അക്കൗണ്ട് എന്ന് പറഞ്ഞു വരുന്നത്. അത് കസ്റ്റമേഴ്സിന് അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് ആർക്ക് വേണമെങ്കിലും അങ്ങനെ വന്ന് ഈ പറഞ്ഞ പോലെ എലിജിബിൾ ആയിട്ടുള്ള ആൾക്കാർക്ക് തുടങ്ങാവുന്നേ ഉള്ളൂ അല്ലേ? ചെയ്യുന്നുള്ളൂ. അക്കൗണ്ട് ഓപ്പണിംഗ് ഒക്കെ ഇപ്പോൾ വളരെ സിമ്പിൾ ആണ്. 1 മണിക്ക് പണ്ടൊക്കെ എന്നുണ്ടെങ്കിൽ ഫോം കൊടുത്തു കഴിഞ്ഞാൽ 1 ദിവസം 2 ദിവസം 3 ദിവസം ഒരു അക്കൗണ്ട് തുടങ്ങണേ എത്ര ദിവസം വേണമായിരുന്നു. ഇപ്പോൾ ആപ്പ് എടുത്ത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞ് 2 സാധനങ്ങൾ കൊടുത്ത് KYC ചെയ്ത് കഴിഞ്ഞാൽ അക്കൗണ്ട് ആയില്ലേ, ഓപ്പൺ ആയില്ലേ?
പിന്നെ എയർ ഡിലേ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നിങ്ങളുടെ കാർഡ് വരുന്നുണ്ടെങ്കിൽ ആ പോസ്റ്റൽ ഡിലേ മാത്രമേ വരുന്നുള്ളൂ. പിന്നെ ഇപ്പം ആധാർ നമ്പറൊക്കെ ആധാർ കാർഡൊക്കെ വന്ന് ബയോമെട്രിക്സ് ഒക്കെ എനേബിൾഡ് ആയതോടുകൂടി ഭയങ്കര സിമ്പിളായി എന്നാണ് എനിക്ക് തോന്നുന്നത്. ബാങ്കിലൊക്കെ പല ആൾക്കാരും അറിയാലോ. ഇപ്പോൾ ബാങ്കിലൊക്കെ പണ്ടൊക്കെ ആണെങ്കിൽ ഫോം ഫില്ല് ചെയ്യണം, സൈൻ വാങ്ങിക്കണം എന്ന്. ഇപ്പോൾ പല ബാങ്കിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആകെ എല്ലാവരും ചെറിയൊരു മെഷീൻ ഐപാഡായിട്ട് വരും. ഐപാഡ് ചെറിയ അതിനകത്ത് അറ്റാച്ച് ചെയ്ത് ചെറിയ മെഷീൻ ഉണ്ടാവും. ആ മെഷീനകത്ത് നമ്മുടെ ഫിംഗർ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബയോമെട്രിക്സ് എടുത്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആധാർ ക്യാപ്ചർ ആയി കഴിഞ്ഞു, നമ്മൾ ഫുൾ KYC ഡീറ്റെയിൽസ് കിട്ടിക്കഴിഞ്ഞു. പിന്നെ ടപ്പേ അക്കൗണ്ട് ഓപ്പൺ. പിന്നെ പ്രത്യേകിച്ച് അതിനകത്ത് രജിസ്റ്റർഡ് മൊബൈൽ നമ്പർ, നമ്മുടെ കാര്യങ്ങളെല്ലാം പാൻ കാർഡ്, ആധാർ കാർഡ് എല്ലാം ലിങ്ക്ഡ് ആണ്. പാനും ആധാർ ലിങ്ക്ഡ് ആണ്. ഒബിയസ്ലി രണ്ടും ഫെച്ച് ആയി കഴിഞ്ഞു. പിന്നെ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് എല്ലാം ഫിച്ച് ആയി കഴിഞ്ഞു. പിന്നെ ബേസിക് ഡീറ്റെയിൽസ് മൊബൈൽ നമ്പർ അതിനകത്ത് ഓൾറെഡി ആധാറിൽ മൊബൈൽ നമ്പർ ലിങ്ക്ഡ് ആണ് വേണം. പിന്നെ അഡീഷണൽ ഇമെയിൽ ID കൊടുക്കുക. പിന്നെ നമ്മുടെ അച്ഛൻ അമ്മയുടെ കുറച്ച് ബേസിക് ഡീറ്റെയിൽസ് കൊടുക്കുക, അക്കൗണ്ട് ഓപ്പൺ ആയി. പിന്നെ നിങ്ങളെപ്പോലുള്ള ഈ ന്യൂജൻ ബാങ്കുകൾ, നിങ്ങൾ ന്യൂജൻ ബാങ്കായിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യുന്നുണ്ടോ? അതോ നിങ്ങൾ ഓൾഡ് ജൻ ബാങ്കാണോ? ന്യൂജൻ അല്ലേ? തീർച്ചയായിട്ടും. യെസ്. നിങ്ങളെപ്പോലുള്ള ന്യൂജൻ ബാങ്കുകൾ ആൾക്കാർ പൊതുവെ പറയുന്നൊരു പരാതിയാണ്, ധാരാളം ഹിഡൻ ചാർജസ് ഉണ്ട്, നമുക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചാർജസ് വരുന്നു എന്നൊക്കെ പറഞ്ഞുള്ള പരാതികൾ. എന്താണ് ഹിഡൻ ചാർജസ്? ഇത് നമ്മൾ ഡിക്ലെയർ ചെയ്യുന്ന ചാർജസ് അല്ലേ? അല്ല, നമുക്ക് ഡിക്ലെയർ ചെയ്യാത്ത ₹1 പോലും ഏത് ബാങ്കിനെ സംബന്ധിച്ചാലും ഡിക്ലെയർ ചെയ്യാത്ത ₹1 പോലും ദേ ആർ നോട്ട് സപ്പോസ് ടു ടേക്ക് ഫ്രം ദ കസ്റ്റമർ. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ RBI അവർക്ക് കൊടുക്കുന്ന പെനാൽറ്റി എന്ന് പറയുന്നത് വെരി 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 ഹൈ ആയിരിക്കും. അപ്പോൾ അവർക്ക് താങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള ഹൈ ലെവലുള്ള അതിലേക്കും ആ രീതിയിൽ പെനാൽറ്റീസ് വരുന്നത്. സോ ഒബ്വിയസ്ലി ഹിഡനായിട്ട് അവർ ഹിഡൻ ചാർജസിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി അത് ലാക്ക് ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് എന്നായിരിക്കും ബേസിക് പറയുന്നത്. അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് അവരെ ഗൈഡ് ചെയ്തിട്ടുണ്ടാകുന്നത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത്, അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഗൈഡ് ചെയ്തിട്ടുണ്ടാകുന്നില്ല എന്ന് പറയാം. സേ ഫോർ എക്സാമ്പിൾ ഒരു ₹10,000 മിനിമം ബാലൻസ് കീപ്പ് ചെയ്യുന്ന അക്കൗണ്ടിൻ്റെ അടുത്ത് കസ്റ്റമർ എടുത്ത് പറയാം, നിങ്ങൾ അക്കൗണ്ടിൽ ആവറേജ് ഇല്ലെങ്കിൽ മിനിമം ആവറേജ് അക്കൗണ്ടിൽ ₹10,000 കണ്ടിരിക്കണം. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ സുജിത്ത് അക്കൗണ്ട് ഓപ്പൺ ചെയ്തു, ₹10,000 ആവറേജ് മെയിൻറ്റെയിൻ ചെയ്യുന്ന അക്കൗണ്ടിൽ ഒരു ലക്ഷം രൂപ കൊണ്ട് കിട്ടും, ഒരു അക്കൗണ്ടിൽ കൊണ്ടിട്ടു. നെക്സ്റ്റ് ഡേ ഫുൾ എമൗണ്ട് വിഡ്രോ ചെയ്തു. ബാക്കി 29 ദിവസവും അക്കൗണ്ട് സീറോ ബാലൻസിൽ കിടന്നാലും ഈ ഒരു അക്കൗണ്ടിൽ കിട്ടി നിങ്ങൾക്ക് ആ സീറോ ബാലൻസ്. ഇതൊരു എന്താ പറയുക, മന്ത്ലി ആവറേജ് ബാലൻസ് ആണ് പറയുന്നത്. ആവറേജ് ബാലൻസ് കൺസെപ്റ്റിലാണ് വരുന്നത്. ഈ ആവറേജ് ബാലൻസ് നിങ്ങൾ കീപ്പ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ₹250 ഇല്ലെങ്കിൽ ₹300 പ്ലസ് GST അത്രയും ചാർജസ് വരും. അപ്പോൾ ഒബ്വിയസ്ലി ആ ചാർജസിലേക്ക് കുറച്ച് പ്രോപ്പർ ഐഡിയ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് താല്പര്യമില്ലാത്ത ആൾക്കാരൊക്കെ ഒബ്വിയസ്ലി ഇതാണ് ഹിഡൻ ചാർജസ്, എൻ്റെ അക്കൗണ്ടിൽ നിന്ന് പൈസ പിടിച്ചു. അപ്പോൾ അങ്ങനെ ഓരോ കസ്റ്റമേഴ്സിനെ സംബന്ധിച്ചോളം കസ്റ്റമർ ഓൾറെഡി ഒരു 3 മാസം അല്ലെങ്കിൽ 4 മാസം അക്കൗണ്ടിൽ ഫണ്ട് ബാലൻസ് കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് അക്യുമുലേറ്റ് ചെയ്ത് വരും. ആ കസ്റ്റമേഴ്സ് ഒരു അക്യുമുലേറ്റ് ചെയ്ത് ₹5,000 ചാർജസ് വന്നിരിക്കട്ടെ. 1 fine day ആ കസ്റ്റമർ അക്കൗണ്ടിലേക്ക് ഒരു ₹1,000 അല്ലെങ്കിൽ ₹2,000 കൊണ്ട് ഇട്ടുവന്നിരിക്കട്ടെ, ഓട്ടോമാറ്റിക്കലി ആ 5,000 ഈ അക്കൗണ്ട് എമൗണ്ട് അവർ ഡെബിറ്റ് ചെയ്യും. റിമൈനിങ് 3,000 ഉണ്ടാവും. അപ്പോഴാണ് കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് എൻ്റെ അക്കൗണ്ടിൻ്റെ പൈസ മൊത്തം നിങ്ങൾ എടുത്തുകൊണ്ട് പോയി എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ. അപ്പോൾ പ്രോപ്പറായിട്ടുള്ള ഒരു എന്താ പറയുന്നത് കസ്റ്റമറിൻ്റെ അവയർനെസ് തന്നെ വേണമെങ്കിൽ പറയാം. ഇല്ലെങ്കിൽ ആ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. ഇല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് ചിലപ്പോൾ പറയുന്ന രീതിയിൽ ഒബ്വിയസ്ലി ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം പറയാത്ത ഒരു ചാർജസ് നമ്മൾ എടുക്കാറില്ല. മനസ്സിലായി. ഈ ബാങ്കുകളെ സംബന്ധിച്ചുള്ള പരാതികൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആക്സിസ് ബാങ്കിൽ അക്കൗണ്ട് ക്ലോസ് ചെയ്യാൻ വേണ്ടി മെയിൽ അയച്ചു, അവർ കണ്ടില്ല, റെസ്പോണ്ട് ചെയ്തില്ല, പിന്നെ അതങ്ങനെ പോയൊരു കാര്യം ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബാങ്കിങ് സർവീസ് ആയിട്ട് എന്നെ പറ്റിച്ചതായിട്ട് എനിക്കൊരു ഫീൽ വന്നു, ഇല്ലെങ്കിൽ എനിക്ക് അതൊരു ഫെയർ ആയിട്ട് തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കംപ്ലൈൻറ്റ് സ്ട്രക്ചർ എങ്ങനെയാണ്? എനിക്കൊരു നീതി കിട്ടാനായിട്ട് എനിക്ക് ബാങ്കിൻ്റെ കംപ്ലൈൻറ്റ് പോയിട്ട് പോലീസ് സ്റ്റേഷനിൽ കൊടുക്കാൻ പറ്റില്ലല്ലോ. ഇപ്പം ഞാൻ ആദ്യം സ്വാഭാവികമായിട്ടും കംപ്ലൈൻറ്റ് കൊടുക്കുന്ന ബാങ്ക് മാനേജർക്കായിരിക്കും. അപ്പോൾ അവിടെ നിന്ന് എനിക്കൊരു നീതി കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ലെവൽ ഓഫ് കംപ്ലൈൻറ്റ്സ് എങ്ങനെയാണ് വരുന്നത് ബാങ്കുകളുടെ? ഇത് ഒരു 4 ലെവൽ ഓഫ് കംപ്ലൈൻറ്റ് ആണ്. 4 ലെവൽ ഓഫ് കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് പറയാം. ചില ആൾക്കാരൊക്കെ പറയുന്നുണ്ട്, ഇതായിട്ട് പറയുന്നില്ല, അവരുടെ അവയർനെസ്സിനെ കുറിച്ച് തന്നെ അവർക്ക് അറിയാൻ വേണ്ടിയിട്ട് പറയുന്നതാണ്. നമുക്ക് എന്ത് കംപ്ലൈൻറ്റ് നേരെ ഓംബുഡ്സ്മാനിലേക്ക് പോയി കംപ്ലൈൻറ്റ് കൊടുക്കുന്ന ആൾക്കാർ പറയും. ലാസ്റ്റ് സ്റ്റെപ്പാണല്ലോ. ഓക്കെ, അപ്പം നമ്മൾ നേരിട്ട് ഓംബുഡ്സ്മാനിലേക്ക് പോയി കഴിഞ്ഞാൽ കൺസിഡർ ചെയ്തില്ല, അത് ലാസ്റ്റ് സ്റ്റെപ്പാണ്. നമ്മൾ ഫസ്റ്റ് ലെവൽ ഓഫ് കംപ്ലൈൻറ്റ് എന്ന് പറയുന്നത് ബ്രാഞ്ച് മാനേജർ or ബ്രാഞ്ച് ഹെഡ്, അതാണ് ഫസ്റ്റ് ലെവൽ ഓഫ് കംപ്ലൈൻറ്റ്. നമ്മൾ റിട്ടേൺ ആയിട്ട് കംപ്ലൈൻറ്റ് കൊടുക്കുക. ഓക്കെ, അതിനകത്ത് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങളുണ്ട്. നിങ്ങൾ റിട്ടേൺ ആയിട്ട് കംപ്ലൈൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ you should take the acknowledgement of that particular receipt. ഇമെയിൽ അയക്കുന്ന അക്സെപ്റ്റ് ചെയ്യില്ലേ? ഇപ്പോൾ അക്നോളജ്മെന്റ് വേണം. ഇമെയിൽ അക്നോളജ്മെന്റ് കിട്ടുന്നില്ല, എന്ത് ചെയ്യും? You have to ask them. നമ്മൾ അയക്കുന്ന മെയിലിൽ തന്നെ ഒരു സിംഗിൾ ലൈൻ ആഡ് ചെയ്താൽ മതി, കൈൻഡ്ലി അക്നോളജ്. അപ്പോൾ നമ്മുടെ ഭാഗം സേഫായി. ഇഫ് ദേ ആർ നോട്ട് അക്നോളജിങ് ദിസ് ദെയർ ഫോൾട്ട്. ഓക്കെ, നമ്മൾ നമ്മുടെ ഭാഗം സേഫ് ആക്കുക, അത്രയാണല്ലോ. നമ്മൾ ഇപ്പോൾ ഇമെയിലേക്ക് ഞാൻ പോകുന്നു നോർമൽ താങ്ക് യു. നമ്മൾ നോർമൽ രീതിയിലേക്കാണ് നമ്മൾ പോകുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള ആൾക്കാർ നമ്മൾ ലെറ്റർ ഇടുക, ഒരു ലെറ്റർ എഴുതി കൊടുക്കുക, കംപ്ലൈൻറ്റ് നമ്മൾ എഴുതി കൊടുക്കുക. അത് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് അക്നോളജ്മെൻറ്റിന് അക്നോളജ്മെൻറ്റ് വേറെ കഥയൊന്നും വേണ്ട, സെയിം സാധനം തന്നെ
റെസിപ്റ്റ് ആയിട്ടൊന്നും വേണമെന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. Acknowledge ചെയ്താൽ മതി. നമ്മൾ കൊടുക്കുന്ന കംപ്ലൈൻറ്റിൻ്റെ ഒരു ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് ബ്രാഞ്ച് സീൽ ചെയ്ത് തരിക, നമ്മുടെ കയ്യിൽ തരിക. അത് കിട്ടി ഒരു 15 ദിവസം കഴിഞ്ഞ് നമുക്ക് റെസ്പോൺസ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ സെക്കൻഡ് ലെവലായ എന്താ പറയുന്നത് സ്റ്റേറ്റ് ഹെഡിലെ ക്ലസ്റ്റഡ് ആ ലെവലിലേക്ക് പോകാം. ദെൻ മൂന്നാമത്തെ ലെവൽ എന്ന് പറയുന്നത് ഒരു പൈലറ്റ് കമ്മിറ്റിയാണ്. പൈലറ്റ് കമ്മിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2-3 സ്റ്റേറ്റ്സിലൊക്കെ ചേർത്തുള്ള കമ്മിറ്റിയുള്ള രീതിയിലുള്ള ലൈക്ക് ദാറ്റ്, അല്ലെങ്കിൽ ഒരു കമ്മിറ്റി. ആ കമ്മിറ്റിക്ക് കൂടെ സെയിം കംപ്ലൈൻറ്റ് കൊടുത്തിട്ട് അതിന് നമുക്ക് പ്രോപ്പർ റെസ്പോൺസ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ ലാസ്റ്റ് ലെവൽ എന്ന രീതിയിൽ ഓംബുഡ്സ്മാനിലേക്ക് പോകത്തുള്ളൂ. ഓംബുഡ്സ്മാനിലേക്ക് ഈ 3 ലെവൽ കംപ്ലൈൻറ്റിൻ്റെ കോപ്പി വെച്ച് പ്ലസ് അവർ കോപ്പി കൊടുത്താൽ മാത്രമാണ് ഓംബുഡ്സ്മാൻ വിൽ അക്സെപ്റ്റ് അവർ കംപ്ലൈൻറ്റ്. ഓംബുഡ്സ്മാൻ ഓൾവേസ് കസ്റ്റമേഴ്സ്, ഓംബുഡ്സ്മാൻ്റെ കൺസെപ്റ്റ് എപ്പോഴും വരുന്നത് കസ്റ്റമേഴ്സ് ഓൾവേസ് റൈറ്റ് എന്നുള്ള രീതിയിലായിരിക്കും അവർ പോകുന്നത്. ഒബ്വിയസ്ലി നമുക്ക് ഇതിനകത്ത് പക്ഷേ നമ്മൾ കൊടുക്കുന്ന ഇപ്പം ഒബ്വിയസ്ലി ഇപ്പോഴത്തെ സംബന്ധിച്ചിടത്തോളം കാരണം ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഓംബുഡ്സ്മാൻ്റെ അടുത്തൊക്കെ പോകുന്ന പറഞ്ഞാൽ ഓംബുഡ്സ്മാൻ ഫീനലൈസ് ചെയ്യുക, ഓംബുഡ്സ്മാൻ ഫൈൻ ചെയ്യുക എന്ന് പറയുന്ന സംബന്ധിച്ചിടത്തോളം ബാങ്കിന് ഏറ്റവും നെഗറ്റീവായിട്ടുള്ള സംഭവമാണ്. സോ ഒബ്വിയസ്ലി ബാങ്ക് ഏറ്റവും കൂടുതൽ നെഗറ്റീവായിട്ട് ചെയ്യുന്ന സംഭവം. ഒബ്വിയസ്ലി ആ ലെവലിലേക്ക് ഒരു ബാങ്ക് എത്തിക്കത്തില്ല. ഫസ്റ്റ് ലെവലില്ല, സെക്കൻഡ് ലെവലിൽ അപ്പുറം ഒരു കംപ്ലൈൻറ്റും പോകത്തില്ല ബാങ്കിൽ. മാക്സിമം അത് അവിടെ തന്നെ സോൾവ് ചെയ്യാൻ ശ്രമിക്കും. മാത്രമല്ല കസ്റ്റമർ റീറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കും. ഒബ്വിയസ്ലി കാരണം വെച്ച് കഴിഞ്ഞാൽ എല്ലാ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പബ്ലിസിറ്റിയും എന്ന് പറയുന്നത് മൗത്ത് പബ്ലിസിറ്റിയാണ്. അത് പറഞ്ഞാൽ തന്നെ നെഗറ്റീവ് പബ്ലിസിറ്റി ഏറ്റവും കൂടുതൽ വരുന്നത് മൗത്ത് പബ്ലിസിറ്റി തന്നെയാണ്. ഒരാളെ എക്സ് എന്ന പേഴ്സണെ സംബന്ധിച്ചിടത്തോളം പുള്ളിയുടെ ഏറ്റവും നെഗറ്റീവ് മൗത്ത് പബ്ലിസിറ്റി കിട്ടി കഴിഞ്ഞാൽ നമ്മൾ എത്ര പോസിറ്റീവ് പബ്ലിസിറ്റി ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാകും. ഒബ്വിയസ്ലി കസ്റ്റമർ കംപ്ലയിൻറ്റ്സ് കുറയ്ക്കാനാണ് ബാങ്ക് എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ യൂഷ്വലി ഇപ്പം കംപ്ലയിൻറ്റിന് പരിഹാരം ഉണ്ടാവാത്തത് കൊണ്ടാണല്ലോ നമ്മൾ ഹയർ അതോറിറ്റിയിൽ പോകുന്നത്, അല്ലാതെ കംപ്ലയിൻറ്റ് അഡ്രസ്സ് ചെയ്യാത്തത് കൊണ്ടല്ലോ. എനിക്ക് ഫേവറബിൾ ആയിട്ടുള്ള രീതിയിലുള്ള ഒരു അനുകൂല നിലപാട് കിട്ടാത്തത് കൊണ്ടല്ലേ ഞാൻ ഓംബുഡ്സ്മാൻ്റെ ലെവലിൽ വരെ പോവുള്ളൂ. അതിനകത്ത് ഒരു കാര്യമുണ്ട്. പക്ഷേ അതിനകത്ത് ഫോർ എക്സാമ്പിൾ അതിനകത്ത് ഇപ്പം ഒരു ഫസ്റ്റ് ലെവലിൽ തന്നെ സുജിത്ത് കംപ്ലയിൻറ്റ് കൊടുത്ത പ്രോപ്പറായിട്ട് സുജിത്തിന് ആൻസർ കിട്ടാത്ത കൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ആകണമെന്ന് നിർബന്ധമില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ സുജിത്ത് എക്സ് എന്ന് പറഞ്ഞൊരു പേഴ്സൻ്റെ അടുത്തായിരിക്കും കംപ്ലയിൻറ്റ് കൊടുക്കുക. പുള്ളി ആ ഒരു പ്രോപ്പറായിട്ട് രീതിയിൽ കൺസിഡർ ചെയ്തിട്ടുണ്ടാകണമെന്നില്ല. അതേസമയം തന്നെ ആ ബ്രാഞ്ചിൽ തന്നെയുള്ള വൈ എന്ന പേഴ്സൺ ആണെങ്കിൽ പുള്ളി ചിലപ്പോൾ കൺസിഡർ ചെയ്തിട്ടുണ്ടാവും. അപ്പം അങ്ങനെയുള്ള കേസസിലെ കസ്റ്റമേഴ്സ് നോർമലി എല്ലാ ബാങ്കും ഇപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മന്ത്ലി വൺസ് അല്ലെങ്കിൽ ക്വാർട്ടർലി വൺസ് ഒരു ഇൻവിറ്റേഷൻ തന്നെ വരാറുണ്ട്. കസ്റ്റമേഴ്സിന് പല കസ്റ്റമേഴ്സിന് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒരു ജനറൽ ഒരു മീറ്റിംഗ് പോലത്തെ ഒരു ഹൈറ്റി പോലെ നോർമലി കസ്റ്റമേഴ്സിന് ഇൻവൈറ്റ് ചെയ്ത് ഒരു ഡിസ്കഷൻ, ജസ്റ്റ് ഒരു ജനറൽ ഫോറം, ജസ്റ്റ് ഡിസ്കസ് ദ തിങ്സ് വിത്ത്. പല പേരിലാണ് പല ബ്രാഞ്ച് പല ബാങ്കുകളും പല പേരിലാണ് അത് അറിയപ്പെടുന്നത്. ആ രീതിയിൽ ഒരു കസ്റ്റമർ കമ്മിറ്റിയിലെ കസ്റ്റമർ ഒരു ഡിസ്കഷൻ ഫോറം വെക്കാറുണ്ട്. ബാങ്ക് എല്ലാ കംപ്ലയിൻറ്റ് എല്ലാവർക്കും അറിയണമെന്നില്ല. കസ്റ്റമർക്ക് എങ്ങനെ എന്തെങ്കിലും ഗ്രീവിയൻസസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് അവതരിപ്പിക്കാൻ പറ്റിയൊരു ഫോറമാണത്. സോ ദാറ്റ് അവിടെ ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ടാവും. ഒരു ബ്രാഞ്ച് മാനേജർ അല്ലെങ്കിൽ ബ്രാഞ്ച് ഡെപ്യൂട്ടി മാനേജർ, 1-2 സൊല്യൂഷൻസ് ഉള്ള അതോറിറ്റീസ് ഉണ്ടാവും. എല്ലാ കേസും ബ്രാഞ്ച് മാനേജർ അറിഞ്ഞുകൊള്ളണമെന്നില്ല. കാരണം ചില കേസസ് ഡെപ്യൂട്ടി മാനേജർ ഹാൻഡിൽ ചെയ്യുന്ന ചില കേസ് അറിഞ്ഞുകൂടാ. കാരണം അറിയാലോ ഒബ്വിയസ്ലി ബ്രാഞ്ച് മാനേജർ അവൻ്റെ പുള്ളിയതായ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ അങ്ങനെ അപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ ഫോറം എന്നുള്ള രീതിയിൽ തന്നെ അത് കസ്റ്റമേഴ്സിന് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ തന്നെ ഓൾമോസ്റ്റ് എല്ലാ കംപ്ലയിൻസും സോൾവ് ആവുന്നതാണ്. മാക്സിമം ഒരു കംപ്ലയിൻറ്റ് സോൾവ് ചെയ്യാൻ ശ്രമിക്കും തീർച്ചയായിട്ടും. കാരണം അത് റീറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണല്ലോ ഏറ്റവും. പിന്നെ ഇതിപ്പോൾ ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയിലെ കാലഘട്ടം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ ആണ്. ഇപ്പോൾ ഒരു ഇൻഫ്ലുവൻസർ തന്നെ ആവണമെന്നില്ല. കാരണം ഒരു ഫോളോവർ പോലും ഇല്ലാത്ത ഒരു വ്യക്തി സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും ഒരു സാധനം നെഗറ്റീവ് ഇട്ട് കഴിഞ്ഞാൽ അത് മില്യൺസ് ഓഫ് അത് പിന്നെ മില്യൺസ് ഓഫ് ആളുകളിലേക്ക് എത്തിക്കഴിഞ്ഞു. അതായത് ഒരു ഫോളോവർ ഉള്ള ഒരാൾ തന്നെ ഇടണമെന്നൊരു നിർബന്ധവുമില്ല. ഇപ്പം നിങ്ങൾ ശേഖർ സ്വാമി എന്ന് പറഞ്ഞാൽ നിങ്ങൾ സാധാരണ വ്യക്തി, നിങ്ങളൊരാളൊരു മോശം അനുഭവം പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അത് ഷെയർ ചെയ്യാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും. നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്തൊരു സാധനം ഇട്ട് കഴിഞ്ഞാൽ അത് ചിലപ്പം ഷെയർ ചെയ്യാൻ അധികം ആൾക്കാരുണ്ടായിന്ന് വരില്ല. അതാണ് ആ ഒരു സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ പരിപാടി. എങ്ങനെയുണ്ട് ബാങ്കിങ് ലൈഫ്? 18 വർഷത്തെ ബാങ്കിങ് ലൈഫ്, ഹൗ ഇസ് ഇറ്റ് ഗോയിങ്? ലൈക്ക് ഫാമിലി ലൈഫ് സ്ട്രെസ്ഡ് ഔട്ട് ആണോ അതോ ഓക്കെ ആണോ, ഹാപ്പി ആണോ? ഓപ്പണായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെസ്ഡ് ആണ്. ഒബ്വിയസ്ലി സ്ട്രെസ്ഡ് ആണ്. കാരണം പ്രൈവറ്റ് ബാങ്കിലും കൂടെ ആണല്ലോ വർക്ക്. പ്രൈവറ്റ് ബാങ്കിൽ അപ്പോൾ ഒബ്വിയസ്ലി ഞങ്ങൾ പറയുന്ന ഒരു ജോക്കുണ്ട്. മറ്റേ BP-യും മറ്റേ എന്താ പറയുക ഹൈപ്പർ ടെൻഷനും ഇല്ലാത്തൊരു ബാങ്കറെ കാണുന്നത് ബുദ്ധിമുട്ടാന്ന് പറഞ്ഞാൽ തന്നെ ഒബ്വിയസ്ലി ഇറ്റ്സ് എ പാർട്ട് ഓഫ് ലൈഫ്. പിന്നെ എന്താ പറയുന്നത്, നമ്മളുള്ള സ്ഥലത്ത് ഹാപ്പി. നമ്മുടെ എന്താ പറയുക ഉള്ള സമയത്ത് തന്നെ നമ്മൾ ഫാമിലി ടൈമും ബാങ്കിങ് ടൈമും നമ്മുടെ എന്താ പറയുക ഓഫീസ് ടൈമും ഫാമിലി ടൈമിങ് നമ്മൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ എന്താ പറയുക, പിന്നെ സെക്കൻഡ് സാറ്റർഡേ നമുക്കൊരു അവധി കിട്ടിയതും ഫോർത്ത് സാറ്റർഡേ അവധി കിട്ടിയതും ഒരു ചെറിയ രീതിയിൽ സന്തോഷമാണ്. സോ ദാറ്റ് വി ക്യാൻ സ്പെൻഡ്. ഇപ്പോൾ എല്ലാ സാറ്റർഡേ സൺഡേ അവധിയല്ല. വി ആർ ആസ്കിങ് ഫോർ ദാറ്റ്. ഫസ്റ്റ് ആൻഡ് തേർഡ് സാറ്റർഡേ ചോദിക്കുന്നുണ്ട്. ഇതുവരെ ഗവൺമെൻറ് പോസിറ്റീവായിട്ടൊരു റിപ്ലൈ, ഗവൺമെൻറ് ഇന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഓർഡറായിട്ട് വന്നിട്ടില്ല.
അതിപ്പം ഫ്യൂച്ചറിൽ ഇനി ഭാവിയിൽ പതുക്കെ സാറ്റർഡേ സൺഡേ മൊത്തത്തിൽ എല്ലാവർക്കും അവധി എന്നുള്ള രീതിയിലേക്കാവും. ഞങ്ങൾ സോ ദാറ്റ് അങ്ങനെ വരുവാണെങ്കിൽ ഞങ്ങൾക്ക് വിൽ ബി മോർ ഹാപ്പി. കാരണം അറ്റ്ലീസ്റ്റ് വി ക്യാൻ സ്പെൻഡ് സം ക്വാളിറ്റി ടൈം വിത്ത് അവർ ഫാമിലി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അറിയാലോ ബാങ്കിങ് നെറ്റ്വർക്ക് ഇത്ര വാസ്റ്റ് ആയതുകൊണ്ട് RBIയുടെ നിയമമുണ്ട്, ഒരു ബാങ്കിൽ ഒരു പർട്ടിക്കുലർ പേഴ്സൺ മോർ ദാൻ 5 years ഇരിക്കാൻ പാടില്ല നിയമമുണ്ട്. ഒരു ബ്രാഞ്ചിലോ? ഒരു ബ്രാഞ്ചിൽ ശേഖർ എന്നൊരു വ്യക്തി കോട്ടയം എന്ന് പറഞ്ഞ ബ്രാഞ്ചിൽ ഒരു 5 കൊല്ലം, കാരണം റിസ്ക് ആണ്. ഓക്കെ. സോ ഒബ്വിയസ്ലി ആഫ്റ്റർ 5 years he should be moved out from that particular branch. അങ്ങനെ ഉണ്ടല്ലേ? അങ്ങനെയുണ്ട്. സോ ട്രാൻസ്ഫേഴ്സ് എന്ന് പറഞ്ഞാൽ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ അങ്ങനെ ട്രാൻസ്ഫർ ആയി പോകാത്തതുകൊണ്ടാണോ നിങ്ങൾ 5 കൊല്ലം കൂടുമ്പോൾ ബാങ്ക് മാറുന്നത്, ജോലി മാറുന്നത്? കോട്ടയത്തിരിക്കാൻ വേണ്ടിയാണോ? അങ്ങനെയല്ല, ഞാൻ കോട്ടയത്ത് ഞാൻ ബാംഗ്ലൂരായിരുന്നു. ഞാൻ SBIയിൽ വർക്ക് ചെയ്യുമ്പോൾ ബാംഗ്ലൂരായിരുന്നു, പിന്നെ എറണാകുളത്ത് വർക്ക് ചെയ്യുന്നത്. നമുക്ക് അങ്ങനെ നോക്കി കോട്ടയം അങ്ങനെയൊന്നും പട്ടികയൊന്നുമില്ല. അത് ഞാൻ ലാസ്റ്റ് വർക്ക് ചെയ്തത് കൊല്ലത്താണ്. കൊല്ലത്ത് പറഞ്ഞ സമയത്ത് ഡെയിലി ഇടയ്ക്ക് ചില സമയത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, കൊച്ചി ടു കൊല്ലം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു ഡെയിലി ചില സമയത്തൊക്കെ. അപ്പോൾ അത് ഡിപ്പെൻസ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും ട്രാൻസ്ഫർ അങ്ങനെ വരുമ്പോഴേക്കും ഒബിയസ്ലി മിക്ക ബാങ്കേഴ്സും ഹോം ടൗണിലായിരിക്കില്ല. സോ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഇതുപോലത്തെ ലോങ് വീക്കെൻഡ്സ് ഒക്കെ കിട്ടിയാൽ മാത്രമേ ദേ ക്യാൻ അറ്റ്ലീസ്റ്റ് ഹാവ് സം സ്പെൻഡ് സം ക്വാളിറ്റി ടൈം വിത്ത് ഫാമിലി. മാത്രമല്ല ഞങ്ങൾ ബാങ്കേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ലീവ് വളരെ ലിമിറ്റഡാണ്. എല്ലാ ഗവൺമെൻറ് പറയുന്ന ലീവ് എന്ന് പറയുന്ന ലീവ് നമുക്ക് കിട്ടത്തില്ല. ഗവൺമെൻറ് കുറേ ലീവ് പറയും, കാര്യങ്ങളൊക്കെ പറയും. അതിൻ്റെ അടിയിൽ നെഗോഷിയബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ടിന് പ്രകാരം ലീവ് ഉണ്ടെന്ന് പറഞ്ഞാൽ മാത്രമേ ഞങ്ങൾക്ക് ലീവ് ഉള്ളൂ. ഇല്ലെങ്കിൽ വി ആർ സപ്പോസ് ടു വർക്ക്. സോ ഒബ്വിയസ്ലി ബാങ്ക് ഗവൺമെൻറ് എന്തെങ്കിലും പർട്ടിക്കുലർ ലീവ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആദ്യം ശ്രദ്ധിക്കുന്നത് അതിൻ്റെ അടിയിൽ NI ആക്ട് പ്രകാരം ലീവ് ആണോ എന്നാണ് നോക്കുന്നത്. ശരി, ഓക്കെ. പിന്നെ ഒരു ചോദ്യം ചോദിക്കാനുള്ളത്, ഈ ബാങ്കിങ് റിലേറ്റഡ് ആയിട്ട് പറയുകയാണെങ്കിൽ ധാരാളം ബാങ്കിങ് ജീവനക്കാർ ആത്മഹത്യ ചെയ്തതായിട്ടുള്ള വാർത്ത കേട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ബാങ്കിൻ്റെ പ്രഷർ കാരണം ധാരാളം ആത്മഹത്യകൾ ചെയ്ത ലോൺ എടുത്ത ആൾക്കാരും ബാക്കിയുള്ള ആൾക്കാരും കൺസ്യൂമേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ, കസ്റ്റമേഴ്സ് ആയിട്ടുള്ള ആൾക്കാരും ഉണ്ട്. ഇതൊക്കെ എങ്ങനെയാണ് സംഭവിക്കുന്നത്? ഈ വാർത്തകളൊക്കെ എങ്ങനെയായിരിക്കും വരുന്നത്? ഈയിടെയായിട്ട് അങ്ങനെ കുറച്ച് വാർത്തകൾ കേൾക്കുന്നുണ്ട്. എസ്പെഷ്യലി ഫസ്റ്റ് കേസ് പറയുന്നുണ്ടെങ്കിൽ ബാങ്ക് സ്റ്റാഫിനെ സംബന്ധിച്ചിടത്തോളം ഒബ്വിയസ്ലി വി ആർ ഓൾ ഡ്രിവൺ ബൈ ടാർഗറ്റ്സ്. ഒബ്വിയസ്ലി ടാർഗറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ ഹൗ വി കോപ്പ് അപ്പ് വിത്ത് അവർ പ്രഷർ, എന്തായാലും എല്ലാവർക്കും ഒരേ രീതിയിൽ തന്നെ ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്ന് വരുന്നില്ല. അതിൽ ആൾക്കാർ റിയാക്ട് ചെയ്യുന്ന രീതി വേറെ പല ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് രീതിയിലേക്ക് റിയാക്ട് ചെയ്യുക ഉണ്ടാകുക. സോ ഐ എം നോട്ട് സെയിങ് ദാറ്റ് ദിസ് ഇസ് ദ ഓൺലി ഓപ്ഷൻ ലെഫ്റ്റ്. ഒബ്വിയസ്ലി അതും ഇതൊരു ഓപ്ഷനോ അല്ലാതെ ഞാൻ എപ്പോഴും പറയത്തുള്ളൂ. വി ക്യാൻ ഹാവ് ടു തിങ്ക് അതർ തിങ്സ്. നമുക്ക് കുറച്ച് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വി ക്യാൻ ഡു സം മെഡിറ്റേഷൻ, പ്രാണായാമ. അമ്പലത്തിൽ പോകണമെന്നല്ല ഞാൻ പറയുന്നത്, വിശ്വാസികളും അവിശ്വാസികളും ഉണ്ടാകും. ബട്ട് വി ക്യാൻ ഡു സം പ്രാണായാമ ആൻഡ് ഡു സം പ്രോപ്പർ മെഡിറ്റേഷൻ, ബ്രീത്തിങ് എക്സസൈസ്. അതൊക്കെ ഒരു വിശ്വാസത്തിലും ബാധിക്കുന്നതല്ല. ബട്ട് അറ്റ്ലീസ്റ്റ് ദീസ് തിങ്സ് വിൽ ഗീവ് സം മെൻ്റൽ സ്ട്രെങ്ത് ആൻഡ് മെൻ്റൽ പവർ ടു ഓവർകം ഓൾ ദിസ് സ്ട്രെസ് ആൻഡ് ഫിസിക്കൽ തിങ്സ്. കാരണം ഇരുന്നുള്ള ജോലിയല്ലേ, രാവിലെ തൊട്ട് രാത്രി വരെ. നടുവേദന ഒബ്വിയസ്ലി ആസ് എ പാർട്ട് ഓഫ് ഇറ്റ്. പിന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകുന്ന കഴിഞ്ഞാൽ നമ്മൾ പ്രൈവറ്റ് സെക്ടർ ബാങ്ക് ബീങ് എ ബ്രാഞ്ച് മാനേജർ ആണെങ്കിൽ പോലും എനിക്ക് സത്യം പറയാമല്ലോ, ബ്രാഞ്ചിൽ പ്രോപ്പറായിട്ടൊന്ന് ഇരിക്കാനുള്ള സമയം കിട്ടാന്ന് വെച്ചാൽ 2 മണിക്കൂർ 3 മണിക്കൂർ ഇരുന്നാലായി എന്നാണ് പറയാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി നമുക്ക് കസ്റ്റമർ വിസിറ്റ്സ് ഉണ്ടാവും. നമുക്ക് നമ്മുടെ സെറ്റ് ഓഫ് കസ്റ്റമർ മിനിമം കസ്റ്റമേഴ്സ് നമുക്ക് പെർ ഡേ മീറ്റ് ചെയ്യാൻ കമ്പനി ബാങ്കിൻ്റെ കുറച്ച് ഡയറക്ടീവ്സ് ഉണ്ടാവും. മാത്രമേ നമുക്ക് നമ്മുടെ കസ്റ്റമേഴ്സിനെ കണ്ടേ പറ്റത്തുള്ളൂ. സോ ഒബ്വിയസ്ലി രാവിലെ നമ്മൾ വന്ന് സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി നമുക്ക് രാവിലെ ഒരു മീറ്റിംഗ് ഉണ്ടാവും. മീറ്റിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നോർമലി നമ്മുടെ ഡയറി എടുത്ത് നമ്മുടെ സ്കെഡ്യൂൾ പ്രോപ്പറായിട്ട് അപ്പോയിൻമെൻറ്റ്സ് ഫിക്സ് ചെയ്ത് കസ്റ്റമേഴ്സ് മീറ്റ് ചെയ്യും. നമ്മുടെ പ്രോപ്പറായിട്ട് ചിലപ്പോൾ പ്രോപ്പറായിട്ട് ഫുഡ് കഴിക്കുന്ന ടൈം തന്നെ നമ്മുടെ ഒരു പ്രോപ്പർ ടൈമിംഗ് ആയിരിക്കില്ല. 2 മണി 3 മണി 4 മണിക്കൊക്കെ ആയിരിക്കും നമ്മുടെ ടൈമിംഗ്. അപ്പോയിൻമെൻറ്റ്സ് അനുസരിച്ചായിരിക്കും നമ്മൾ ഫുഡ് കഴിക്കുന്നത്. സോ നല്ലൊരു ലൈഫ് സ്റ്റൈൽ ഡിസീസ് വരാനുള്ള സാധ്യതകളും കൂടുതലാണ്. തീർച്ചയായിട്ടും എന്നെ പോലൊക്കെ തന്നെ നമ്മളൊക്കെ ട്രാവൽ ചെയ്യുന്ന ആൾക്കാർ ഇതേപോലൊക്കെ തന്നെയാണ് പ്രശ്നം. തീർച്ചയായിട്ടും ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഞാൻ പറഞ്ഞില്ലേ, ഷുഗർ, കൊളസ്ട്രോൾ, BP, ഹൈപ്പർ ടെൻഷനൊക്കെ. പിന്നെ അതിനകത്ത് നമ്മൾ എന്താ പറയുക, നമ്മൾ ഹൗ വി എൻഗേജ് ആൻഡ് ഹൗ വി നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കിട്ടുന്ന സ്പെയർ ടൈം ഹൗ വി പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. നമുക്ക് ഹോബീസ് ഉണ്ടെങ്കിൽ ഹോബീസ് ചെയ്യുക. അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ലൈക്ക് ദാറ്റ് നമ്മൾ നമ്മുടെ ഒരു ബോഡി കീപ്പ് അപ്പ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. വാട്ട് ആർ യുവർ ഹോബീസ്? എൻ്റെ ഹോബീസ് എന്ന് പറഞ്ഞാൽ ഫോട്ടോഗ്രാഫി എൻ്റെ ഹോബിയാണ്. ചെറിയൊരു വലിയ ഹെവി ഫോട്ടോഗ്രാഫർ ഒന്നുമല്ല പറഞ്ഞാൽ പോലും ചെറിയൊരു ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒരു ഫോട്ടോഗ്രാഫി പേജ് ഉണ്ട്. പിന്നെ ഐ റിയലി ലവ് ടു ട്രാവൽ എ ലോട്ട്. ട്രാവലിംഗ് ക്രേസാണ്. ട്രാവലിംഗ് ചെയ്ത് കഴിഞ്ഞാൽ സോളോ ട്രാവലിംഗ് എനിക്ക് താല്പര്യം. ഒറ്റയ്ക്ക് പോയി പല സ്ഥലങ്ങളിലേക്ക് പോവുക, എൻജോയ് ചെയ്യുക. പിന്നെ റീഡിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹാർഡ് കോർ ആണ്. ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ ശമ്പളത്തിൽ വീട്ടുകാരെന്ന് തന്നെ പറയും, ഞാൻ പൈസ മുടക്കിയിട്ടുള്ള ഏറ്റവും കൂടുതൽ പൈസ മുടക്കിയിട്ട് വൺ ഓഫ് ദ തിങ്സ് പറഞ്ഞാൽ ബുക്സിലാണ്. വീട്ടിൽ അത്യാവശ്യം നല്ലൊരു കളക്ഷൻ ഓഫ് ബുക്സ് ഉണ്ട്. ഒബ്വിയസ്ലി ഹാർഡ് കോർ റീഡിംഗ് ആണ്. ചില സ്പെഷ്യലൈസ്ഡ് ഓതേഴ്സ് ഉണ്ട്. ഡാൻ ബ്രൗൺ പോലെ ആൾക്കാർക്ക് എൻ്റെ ഫേവറേറ്റാണ്. അവരൊക്കെ ബുക്ക് എപ്പോൾ വന്നു കഴിഞ്ഞാൽ ടപ്പേ അപ്പോൾ വാങ്ങിച്ചിരിക്കും. റേറ്റ് പോലും നോക്കാറില്ല. അങ്ങനെ ലൈക്ക് ദാറ്റ്.
ഓക്കെ, വെരി ഗുഡ്. എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ടു ചാറ്റ് വിത്ത് ഭക്തൻ. നമ്മൾ എനിക്കൊന്നൊരു 2 മണിക്കൂറെങ്കിലും ആയിട്ടുണ്ടാവണം. നമ്മൾ കുറേ കാര്യങ്ങൾ ബാങ്കിങ്ങിനെ പറ്റി സംസാരിച്ചു. പിന്നെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്, പക്ഷേ എന്നിരുന്നാലും ഇറ്റ് വാസ് വെരി ഇൻഫോർമേറ്റീവ്. കുറേ ആളുകൾക്ക് അത് ഉപകാരപ്രദമാവും. വളരെ രസകരമായിട്ട് ഞങ്ങളുടെ രണ്ടുപേരും തൊണ്ടയ്ക്ക് ചെറിയ ചെറിയ കിച്ച് കിച്ച് സംഭവങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ചുമച്ചും ചൂടുവെള്ളം കുടിച്ചുമൊക്കെയാണ് നമ്മൾ ഈ ഒരു കോൺവെർസേഷൻ മുന്നോട്ട് പോയത്. എന്നാലും കൊള്ളായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, സുജിത്ത് പറഞ്ഞാൽ തന്നെ വി ആർ ഫ്രണ്ട്സ്. ഇതിനകത്ത് ഒരു പലപ്പോഴും സുജിത്ത് നമ്മൾ അന്ന് തന്നെ നമ്മളത് ബാംഗ്ലൂർ വെച്ച് ഇഡ്ഡലി കഴിക്കാൻ പോയി ആ ചമ്മന്തിയുടെ ടേസ്റ്റ് ഇപ്പോഴും എൻ്റെ വായിലുണ്ട്. അത് ഒരു തവണ കഴിച്ചിട്ടുള്ളൂ, ഒന്നുകൂടെ പോകണമായിരുന്നു. അടിപൊളിയായിരുന്നു അല്ലേ? അത് തീർച്ചയായിട്ടും. മാത്രമല്ല സുജിത്ത് ഫസ്റ്റ് വണ്ടി എടുത്തു എന്ന് പറഞ്ഞില്ലേ, സുജിത്ത് ഫസ്റ്റ് വണ്ടി എടുത്ത ദിവസം തന്നെയാണ് എൻ്റെ ഫസ്റ്റ് വണ്ടി ഞാൻ എടുത്തത്, സ്കോഡ റാപ്പിഡ്. സെയിം ഡേ ആണ് എടുത്തത്. സുജിത്തിന് മറ്റേ സാഫ്രൻ കളറായിരുന്നു, എൻ്റെ റെഡ് കളറായിരുന്നു. നമ്മൾ സെയിം ഡേ ആണ് വണ്ടി ഡെലിവറി ചെയ്തത്. അല്ല, ഞാൻ അത് പറയും ചെയ്യാം, സുജിത്തിലേക്ക് സുജിത്ത് വണ്ടി ഡെലിവറി ദിവസം ഞാൻ വരാമെന്ന് പറഞ്ഞാണ്. അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ എൻ്റെ വണ്ടി ഡെലിവറി ഡേ അന്ന് സെയിം ഡേ ആയതുകൊണ്ട് അങ്ങനെ. ഇപ്പം ഒബിയസ്ലി ഞങ്ങളൊരു വളരെ ആയിട്ടുള്ള ഹെൽത്തി റിലേഷൻഷിപ്പിൽ പോകുന്ന ഒരു ഫ്രണ്ട്ഷിപ്പാണ്. എന്താ പറയുക, ഇപ്പോൾ കുഴപ്പമില്ല. ടു ബി ഫ്രാങ്ക്, ജസ്റ്റ് ലൈക്ക് മൈ സെക്കൻഡ് ഫാമിലി. ഇപ്പോൾ ഇത്രയും ഇവിടെ വന്ന് എന്താ പറയുക, സുഹൃത്തോട് ഇത്രയും ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയതും, എന്നെ കൺസിഡർ ചെയ്യാൻ പറ്റിയത്, എന്നെ വിളിച്ച് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് പറഞ്ഞതിലും താങ്ക് യു ഡിയർ. താങ്ക് യു സോ മച്ച്. ബൈ.